Hello dear students, good evening to all. Yes. അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ് ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ലൈവ് ക്ലാസ് ഇന്നിവിടെ തുടങ്ങാൻ പോവുകയാണ്. ഒരുപാട് പേര് നേരത്തെ എത്തി കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഇർഷാദ് പൊളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അൻഷിഫനു വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആദി, ആർട്ട് ബോൾട്ട്, പ്രിജ, പൗലോസ്, ഏഞ്ചൽ, ഗെയിമിംഗ് ടെക്കി ട്യൂബ്, ഫത്തിമ, അനിൽ, അഭി, ആനന്ദ് രമേശ്, ഗായത്രി, ഫാത്തിമ, റഫീഖ്, അലൻ, പ്രീജ, ഷൈമ, ചന്ദ്രൻ, എല്ലാവർക്കും ഗുഡ് ഈവനിങ് ആൻഡ് ഹായ്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം ഒക്കെ? ബയോളജിയുടെ എക്സാം ഒക്കെ എഴുതി വരുന്ന നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊന്ന് കമൻറ്റ് ചെയ്തേ. ഹൗ വാസ് ദ എക്സാം? യെസ്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? തകർത്തോ, ഉഷാറാക്കിയോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നോ? എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക്? നൈസ്. സുവോളജി 1 ടഫ് ആയിരുന്നു, രണ്ടും പൊട്ടി. സുന്ദരം പറയുന്നുണ്ട് രണ്ടും പൊട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. MHD മുഹമ്മദ് ആയിരിക്കും. സുവോളജി 1 ടഫ്. ബോട്ടണി സെറ്റ് ആയിരുന്നു, ബട്ട് സുവോളജി കുറച്ച് പാളി. അലൻ ഇംഗ്ലീഷ് എടുക്കൂട്ടോ, ഇംഗ്ലീഷ് ഉണ്ട്, നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം ഇംഗ്ലീഷ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇംഗ്ലീഷ് എടുക്കൂട്ടോ. സുവോളജി കുറച്ച് ടഫ് ആയിരുന്നു, ബോട്ടണി സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം സുവോളജി ആണ് ഇപ്പോൾ ഉള്ളതിൽ ടഫ് കുട്ടികളൊക്കെ അഭിപ്രായപ്പെട്ടത്. ഒരുപാട് പേര് പറഞ്ഞു ടഫാന്ന് പറഞ്ഞു. സുവോളജി കുറച്ച് ടഫായിരുന്നു. കുറേ പേർക്ക് സുവോളജി ടഫാണ് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. പിന്നെ അപ്പം അതിനനുസരിച്ചൊക്കെ ആയിരിക്കും വാല്യുവേഷൻ എന്നുള്ളത് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ആ രീതിയിൽ സാധാരണഗതിയിൽ ബോട്ടണിയാണ് ടഫ് ഉണ്ടാവല്, സുവോളജി എളുപ്പം ഉണ്ടാവല്. എന്ത് പറ്റി എന്നുള്ളത് അറിയില്ല. എനിവേ, നമുക്ക് നിങ്ങളെ അഭിപ്രായം കേൾക്കാൻ പറ്റുള്ളൂ. യെസ്, വലിയ ടഫ് ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഗായത്രി. ഓക്കെ, നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടഫ് എന്ന് പറയുമ്പോൾ NCERT ബുക്കിൽ ഉള്ളതാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ഒരിക്കലും ടഫ് എന്ന് പറയാൻ പാടില്ല. അപ്പം NCERT ബുക്ക് കൃത്യമായിട്ട് ഫുള്ളായിട്ട് പഠിക്കേണ്ട ഡ്യൂട്ടി നമുക്കുണ്ട്. ഈ ടഫ് എന്ന് പറയുമ്പോൾ നമ്മളെ സിലബസിൽ ഇല്ലാത്ത കാര്യം പുറത്തുനിന്ന് കൺസെപ്ച്വലായി ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിന് ടഫ് എന്ന് വിളിക്കുക. ബുക്കിലുള്ള കാര്യം നമ്മൾ പഠിക്കാത്തത് കൊണ്ട് എന്താ പറയുക, എക്സാമിന് നമുക്ക് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ടഫ് അല്ല, അത് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് ആ ഒരു റീസൺ. അപ്പോൾ ഇനിയുള്ള അടുത്ത വർഷം +2 എത്തുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ ടഫ് മീൻസ് NCERT ഉള്ള കാര്യം പിന്നെന്താ പറയുക ചോദിക്കുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ എന്ത് ചെയ്യണം? ടോപ്പിക്സ് പഠിച്ചു തുടങ്ങണം. ഇപ്പം നിങ്ങൾ എങ്ങനെ ഏത് മോഡലാണോ പോണത് ആ ഒരു മോഡൽ ഇല്ലെങ്കിൽ അത്ര അല്ലെങ്കിലും അതിൻ്റെ ഒരു 50% പവറിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഇയറിൽ ത്രൂ ഔട്ട് ആ ഒരു 1 ഇയർ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുവിധം ഓൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് കുട്ടികൾ നല്ല മാർക്ക് വാങ്ങിച്ചത് അല്ലേ? നമുക്ക് ടാർഗറ്റിന് തന്നെ ഫുൾ മാർക്ക് കിട്ടിയ 2 കുട്ടികളുണ്ട്. കേരളത്തിൽ ഒട്ടുക്കും നമുക്കറിയാം 54 കുട്ടികൾക്കാണ് ഫുൾ മാർക്ക് കിട്ടിയത്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് മൂന്നിലും കൂടെ. അതിൽ സയൻസിൽ കിട്ടിയ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അതിൽ 2 എണ്ണം ടാർഗറ്റിന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വർഷം. ഓക്കെ, അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്കും വാങ്ങിച്ചെടുക്കാൻ പറ്റും. നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ മതി, സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഫുൾ മാർക്കിലേക്കൊക്കെ എത്തണമെങ്കിൽ +1 നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. യെസ് 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 യെസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ മക്കളെ എല്ലാവരും? യെസ്, ടാർഗറ്റിന്റെ ബയോളജി കണ്ടുകൊണ്ട് ബയോളജി നോ സീൻ. താങ്ക്സ്. കൃഷ്ണൻകുട്ടി പറയുന്നു ടാർഗറ്റിന്റെ ബയോളജി ലൈവ് കണ്ടതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഗുഡ്, ഫൈൻ 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 ഫൈൻ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എല്ലാവരും ഒന്ന് ഉണർന്നേ, ഒന്ന് ആക്റ്റീവായേ. യെസ്, ഒന്ന് ഫയർ ഒക്കെ ഇട്ട് ഒന്ന് ഉണർത്തിക്കേ നമ്മളുടെ ചാറ്റ് ബോക്സിനെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്നിട്ട്. യെസ്, വേഗം, കം ഓൺ. യെസ് യെസ് യെസ്. ജിഷോയ് പറയുന്നുണ്ട് 54 കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ, എല്ലാവരും ഓക്കെ ആണ്? പെർഫെക്റ്റ്. യെസ് യെസ് യെസ്. ഓക്കെ, ഗുഡ് 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 ഗുഡ്. അപ്പൊ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ലേറ്റ് ആവണ്ട, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് ഓരോ മിനിറ്റും നമുക്ക് വിലപ്പെട്ടതാണ്. നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിലേക്ക് കടക്കാൻ പോവാണ്. സോ മക്കളെ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ക്വസ്റ്റ്യനിലൂടെ എന്ത് ചെയ്യും? കവർ ചെയ്യും. നന്നായിട്ട് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക കേട്ടോ ക്ലാസ്സിലേക്ക്. യെസ്, ഓക്കെ.
യെസ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലോസ് ഓഫ് മോഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് ഡിലേ ആയി പോയി. സോ നമ്മൾ ഇന്ന് എന്ത് ചെയ്യും, ലോസ് ഓഫ് മോഷനിൽ നിന്നാണ് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാം. സോ മക്കൾ നന്നായി ശ്രദ്ധിക്കടാ. ഫസ്റ്റ് ചാപ്റ്റർ വി ആർ ഡീലിംഗ് വിത്ത് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷനിൽ മക്കളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. എന്താണ്? യൂസിങ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിറൈവ് ദ ഇക്വേഷൻ F is equal to ma. F is equal to ma എന്ന ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണം. ഏത് ലോ ഉപയോഗിച്ചിട്ട്? സെക്കൻഡ് ലോ ഉപയോഗിച്ചിട്ട്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കണം എന്താണ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. മക്കളെ, ന്യൂട്ടന്റെ രണ്ടാമത്തെ ലോ എന്താണ്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ the rate of change of linear momentum of a body is directly proportional to the net external force on that body. അതായത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്, എന്താണ്? ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ dp/dt ആണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിലുള്ള മൊമെന്റത്തിലുള്ള മാറ്റമാണ് മക്കളെ എന്ത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആ ബോഡിക്ക് ഒരു സെക്കൻഡിലുള്ള മൊമെന്റത്തിലുള്ള മാറ്റത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് ന്യൂട്ടൺ പറഞ്ഞത്. ദാറ്റ് ഈസ് the net external force on a body. അത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ദാറ്റ് ബോഡിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഹിയർ, എഫ് മീൻസ് എന്താണ്? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? dp/dt പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ആദ്യം മക്കൾ എന്ത് എഴുതുന്ന നന്നാവും? ആദ്യം സെക്കൻഡ് ലോ ഒന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന നന്നാവും എപ്പോഴും. അതെന്താ നമ്മൾ ആദ്യം തന്നെ എഴുതാം മക്കളെ? The rate of change of linear momentum of a body is directly proportional to the net external force on that body എന്ന് സ്റ്റേറ്റ്മെന്റ് എഴുതുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് എഴുതുക. ഓക്കെ, സോ ഫ്രം ഹിയർ F is equal to ആക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു എന്ത് എഴുതണം? dp/dt എന്ന് എഴുതും. P എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെന്റ് അല്ലേ? മൊമെന്റ് എങ്ങനെ എഴുതുക? മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതല്ലേ മക്കളെ? യെസ്. സോ ഇവിടെ k ന്റെ വാല്യൂ എന്താടാ? 1 ആണ്. സോ ഇവിടുന്ന് F is equal to നമുക്ക് എന്ത് എഴുതാം? dp/dt എന്ന് എഴുതാം. P എന്ന് പറഞ്ഞാൽ എന്താടാ? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇവിടെ ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് ആ ബോഡിന്റെ എന്ത് മാറൂല? മാസ് മാറൂല. സോ ഹിയർ m can be taken as a constant. പുറത്തേക്ക് എടുക്കുമ്പോൾ m into dv/dt എന്ന് വരും. What is dv/dt? Rate of change of velocity. എന്താ rate of change of velocity? That is acceleration. അപ്പൊ എന്ത് വരുവാടാ? m into a എന്ന് വരും. So we got the expression F is equal to ma from where? From Newton's second law. ഇത്രയും എഴുതിയാൽ 2 മാർക്ക് സെറ്റ് ആണ്. ഓക്കെ, നല്ല വൃത്തിക്ക് കാര്യങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? എക്സ്പ്ലനേഷന് ഈ രീതിക്ക് മതിയോ? പെട്ടെന്ന് കമന്റ് ചെയ്യും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്പീഡ് കൂട്ടണമെങ്കിൽ ഞാൻ കൂട്ടാം, കുറക്കണമെങ്കിൽ ഞാൻ കുറക്കാം. നിങ്ങളെ ഇഷ്ടപ്രകാരം നിങ്ങൾ പറഞ്ഞാൽ മതി, കമന്റ് ചെയ്താൽ മതി. അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും? സെറ്റ് ആക്കും കേട്ടോ. യെസ്, പറഞ്ഞോ. എന്താണ് ഇത്? മതിയോ? എക്സ്പ്ലനേഷൻ ഈ രീതിയിലേക്ക് മതിയോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ, ഇങ്ങനെ മതി. കുറച്ച് സ്പീഡ് ആക്കാം. അപ്പൊ ഞാൻ പതുക്കെ സ്പീഡ് കൂട്ടി വരാട്ടോടാ. ഓക്കെ, ഫൈൻ. യെസ്. ഓ, സ്പീഡ് കൂട്ടാനാണ് എനിക്ക് താല്പര്യം. റൈറ്റ്. Okay, fine. So we can move on to the next question. മക്കളെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുള്ളൂ. ഡോണ്ട് വറി. നോക്ക്. A vehicle of mass m is moving on a banked road of radius r. അപ്പൊ മക്കളെ, നമുക്ക് ഒരു റോഡ് ഉണ്ട്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു റോഡ് ഉണ്ട്. ഓക്കെ, ഒരു വെഹിക്കിൾ, ഇതൊരു കേർവ്ഡ്, ഒരു വളവാണ്, കേർവ്ഡ് റോഡാണ്. ഈ റോഡിലൂടെ ആര് പോകുന്നുണ്ട്? ഒരു കാർ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട് v സ്പീഡില്.
ആ റോഡിന്റെ റേഡിയസ് എത്രയാണ്? 6 ആണ്. അപ്പൊ 6 റേഡിയസ് ഓഫ് കർവേച്ചർ ഉള്ള ഒരു റോഡിലൂടെ m മാസ് ഉള്ള ഒരു വെഹിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? മൂവ് ചെയ്യുന്നുണ്ട്. പോകുന്ന സ്പീഡ് v ആയിക്കോട്ടെ, ഫൈൻ. വാട്ട് ആർ വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ വെഹിക്കിൾ? അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റോഡ് എന്ത് റോഡാണ്? ബാങ്ക്ഡ് റോഡാണ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ മക്കളെ. ബാങ്ക്ഡ് റോഡാ. എന്താ ബാങ്ക്ഡ് റോഡ് എന്ന് പറഞ്ഞാല്? എന്താ ബാങ്കിങ് ഓഫ് റോഡ് ഓർ റെയിൽ? മക്കളെ പഠിച്ചു വെച്ചോ. In order to avoid skidding of vehicle, the outer edge of the curved road rises than the inner edge. This is known as banking of road അല്ലെങ്കിൽ rail. Okay, മക്കളെ റോഡ്, നമ്മൾ റോഡ് ഈ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കർവേച്ചർ ഉള്ള ഭാഗമാണ്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഈ ഭാഗം കുറച്ച് പൊങ്ങിയിട്ടും ഈ ഭാഗം കുറച്ച് താഴ്ന്നിട്ടും ഉണ്ടാവുക റോഡിന്റെ. ഇത് റോഡിന്റെ ശരിക്കും ടോപ്പ് വ്യൂ ആണ്, മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പൊ ഈ ഒരു ഭാഗം കുറച്ച് ഉയർന്നിട്ടും ഈ ഭാഗം കുറച്ച് താഴ്ന്നിട്ടും ഉണ്ടാവുക. ജസ്റ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് റോഡ് വളവിലൊക്കെ ഉണ്ടാവുക. ഓക്കെ, സോ ഇത് ഔട്ടർ എഡ്ജ് ആണ്. ഔട്ടർ എഡ്ജ് അത് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. ഇത് ഇന്നർ എഡ്ജ് ആണ്. ഇത് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റും ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഔട്ടർ എഡ്ജ് ഒന്ന് പൊക്കും റോഡ് ഹൊറിസോണ്ടൽ നിന്ന്. ഓക്കെ, ആരേക്കാളും ഇന്നർ എഡ്ജിനേക്കാളും. സോ ഇങ്ങനെ ഒരു ആംഗിളിലേക്ക് എന്ത് ചെയ്യും? ഈ സാധനം എന്ത് ചെയ്യൂടാ? പൊക്കും. ക്ലിയർ അല്ലേ മക്കളെ പറഞ്ഞത്? യെസ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വലുതാക്കി ഞാൻ കാണിക്കാണ് മക്കളെ. ശ്രദ്ധിക്കടാ. ഇങ്ങനെ റോഡ് ഒന്നിങ്ങനെ ചെരിച്ച് വെച്ചിട്ടുണ്ട് ഹൊറിസോണ്ടൽ നിന്ന്. ക്ലിയർ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബാങ്കിങ് ഓഫ് റോഡ് എന്ന് വിളിക്കുക. റെയിലും റോഡും ഒക്കെ ഇങ്ങനെ ബാങ്കിങ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ? എന്തിനു വേണ്ടിയിട്ടാണ്? വെഹിക്കിൾ സ്കിഡ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ നമ്മളെ കാർ ഉള്ളത് മക്കളെ നോക്കടാ. കാർ ഉള്ളത് ഇവിടെയാണ്. നമ്മുടെ കാർ വെഹിക്കിൾ ഇങ്ങനെയുള്ള കേട്ടോ. ലിസൺ, ഇതാണ് നമ്മളുടെ, ഇത് കാറിന്റെ ഹെഡ്ലൈറ്റ് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫ്രണ്ട് വ്യൂ ആണ്, കാറിന്റെ ഫ്രണ്ട് ആണ് കാണുന്നത് കേട്ടോ. ഓക്കെ, സോ ലിസൺ, ഇങ്ങനെയാണ് കാർ ഉള്ളത്. റെഡി? ഇത് ടോപ്പ് വ്യൂ ആണ്. അതെന്താണ്? ഫ്രണ്ട് വ്യൂ, കാറിന്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ ആണ്. നൗ ലിസൺ, ഈ ഒരു കാർ ഇപ്പോൾ ഉള്ളത് തീറ്റ ആംഗിൾ ബാങ്കിങ് ഉള്ള ഒരു ബാങ്ക്ഡ് റോഡിലാണ്. ഈ കാറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വേരിയസ് ഫോഴ്സസ് ഏതൊക്കെ എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് ഇയാളിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഒന്ന് അതിന്റെ വെയിറ്റ് ആണ്. ദാറ്റ് ഈസ് mg. mg എന്താണ്? അതിന്റെ വെയിറ്റ് ആണ്. രണ്ടാമതായിട്ട് ഇയാളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതിന്റെ നോർമൽ റിയാക്ഷൻ r ആണ്. എപ്പോഴും നോർമൽ റിയാക്ഷന് ബോഡി ഉള്ള സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ പേര് നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. മക്കൾ മനസ്സിലാക്കണം, എപ്പോഴും r എന്തിന് ഈക്വൽ ആവൂല? mgക്ക് ഈക്വൽ ആവൂല. ചിലപ്പോ mgക്ക് ഈക്വൽ ആവാറുണ്ട്. ഫ്ലാറ്റ് സർഫസില്, ഫ്ലാറ്റ് ആയ സർഫസില് m മാസുള്ള ഒരു ബോഡി വെച്ചാല് അതിന്റെ വെയിറ്റ് mg ആയിരിക്കും, റിയാക്ഷൻ r ഉണ്ടാകും. ആ സമയത്ത് r mg എന്താകും? ഈക്വൽ ആകും. എന്നാൽ ചെരിഞ്ഞിരിക്കുന്ന സർഫസിലാകുമ്പോൾ ഒരിക്കലും mg r എന്താവാറില്ല? ഈക്വൽ ആവാറില്ല. എപ്പോഴും ഈ റിയാക്ഷൻ ആക്ട് ചെയ്യുക എങ്ങനെയാണ്? ആ ബോഡി ഉള്ള സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആര് ആക്ട് ചെയ്യുക? നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നൗ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ രണ്ട് ഫോഴ്സ് ആയി. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് മക്കളെ. ഇവിടെ ആക്ട് ചെയ്യുന്ന മറ്റൊരു ഫോഴ്സ് ആണ് മക്കളെ ഫ്രിക്ഷൻ. എന്താണ്? ഫ്രിക്ഷൻ. ഇങ്ങനെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി ഈ ബോഡിയിലേക്ക് ആക്ട് ചെയ്യും. എന്ന് പറഞ്ഞാല് 3 ഫോഴ്സുകളാണ്. ഒന്ന് അതിന്റെ വെയിറ്റ്, 2 നോർമൽ റിയാക്ഷന്, 3 ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ എന്താണ് എന്റെ ആൻസർ എന്ന് ചോദിച്ചാൽ മക്കളെ വൃത്തിയായിട്ട് ആൻസർ എഴുതണം. ഒന്നെന്താ? ഇറ്റ്സ് ഓൺ വെയിറ്റ്. രണ്ടെന്താ? നോർമൽ റിയാക്ഷന്. മൂന്നെന്താ? ഫ്രിക്ഷൻ. ഓക്കെ അല്ലേ? അത് 3 എഴുതിയാൽ എ എന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. റൈറ്റ്? അപ്പൊ വെയിറ്റ് mg, ഞാൻ mg എന്ന് എഴുതുകയാണ്. സാധനം എന്താ? വെയിറ്റ് ആണ്. പിന്നെ നോർമൽ റിയാക്ഷൻ ഉണ്ട്. പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് fs ഉണ്ട്. ഇത് 3ഉമാണ് അതിൽ ആക്ട് ചെയ്യുന്ന എന്ത് മക്കളെ? ഫോഴ്സുകൾ. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് B question. Obtain an expression for maximum safe speed of the vehicle on a banked road. ഈ banked roadല് ഈ ഒരു ബോർഡിന്റെ മാക്സിമം സേഫ് സ്പീഡ്. ഓക്കെ, മാക്സിമം സേഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ?
ഒന്ന് സേഫ് ആയിട്ട് പോകാവുന്ന മാക്സിമം സ്പീഡാണ്. എന്ന് പറഞ്ഞാൽ ഈ കാർ മറിഞ്ഞു പോവാതെ വൃത്തിക്ക് പോകാവുന്ന മാക്സിമം സ്പീഡാണ്. ഒരു മാക്സിമം സ്പീഡ് ഉണ്ട്. ആ സ്പീഡിനേക്കാൾ കൂടിയ ഈ വെഹിക്കിൾ എന്ത് ചെയ്യും? സ്കിഡ് ചെയ്ത് പോകും. ഞാൻ ആ ഒരു സ്പീഡിലേക്കാണ് മക്കളെ, മീൻസ് അതിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. മക്കൾ നല്ലതുപോലെ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചിരിക്കുക. വൃത്തിക്ക് എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചിരിക്കുക. ലിസൺ പ്ലീസ്. എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാൻ പോവാണ്. ശ്രദ്ധിക്കണം. ഇവിടെ ബാങ്കിങ് ആംഗിൾ, ഈ ഫിഗർ നിങ്ങൾ ആദ്യം വരക്കണം. ഈ ഫിഗർ വൃത്തിക്ക് വരക്കണം. എന്നിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം മക്കൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇങ്ങനെ വരച്ചതിന് ശേഷം ഈ ആംഗിൾ തീറ്റയാണ് നമുക്കറിയാം. അത് തീറ്റയാണെങ്കിൽ മക്കളെ ഈ ആംഗിൾ എന്തായിരിക്കും? 90 മൈനസ് തീറ്റ. എന്താണ്? 90 മൈനസ് തീറ്റ. ഓക്കെ, നൗ ലിസൺ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എഫ് എസ് ആണ്. ലിസൺ, ഞാൻ ഇവിടെ ഈ നോർമൽ റിയാക്ഷന് ഒരു കമ്പോണന്റ് ആക്കുക. അതൊരു കമ്പോണന്റ്, ഹൊറിസോണൽ കമ്പോണന്റ് ആണ്. ഇതെന്താ? റിയാക്ഷന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. കൂടാതെ എഫ് എസിനെയും ഞാൻ രണ്ട് കമ്പോണന്റ്സ് ആക്കാൻ പോവാണ്. ഒന്ന്, എഫ് എസിന്റെ ഒരു കമ്പോണന്റ് ഇങ്ങനെ ഉണ്ടാകും, ഒരു കമ്പോണന്റ് ഇങ്ങോട്ടേക്ക് തന്നെ ഉണ്ടാകും. ക്ലിയർ? അപ്പൊ നോർമൽ റിയാക്ഷന്റെ രണ്ട് കമ്പോണന്റ്സ്, ഒന്ന് മുകളിലേക്കും ഒന്ന് ലെഫ്റ്റിലേക്കും. ഈ എഫ് എസ് എന്ന ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ രണ്ട് കമ്പോണന്റ്സ്, ഒന്ന് താഴേക്കും ഒന്ന് ലെഫ്റ്റിലേക്കും. ക്ലിയർ? നോർമൽ റിയാക്ഷന് രണ്ട് കമ്പോണന്റ്സ് ഉണ്ടാക്കിയാൽ പിന്നെ ഈ ആർ നമുക്ക് വേണ്ട. കാരണം ഈ റിയാക്ഷന്റെ രണ്ട് കമ്പോണന്റ്സ് നമ്മൾ കാണിച്ചല്ലോ. ഇനി നമുക്ക് ഈ ആറിന്റെ ആവശ്യമില്ല. ഓക്കെ, ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ രണ്ട് കമ്പോണന്റ്സ് നമ്മൾ കാണിച്ചു, ഒന്ന് താഴേക്കും ഒന്ന് ലെഫ്റ്റിലേക്കും. അതുകൊണ്ട് ഇനി ആര് നമുക്ക് വേണ്ട? ഈ എഫ് എസ് നമുക്ക് വേണ്ട. അതിന് പകരം ആരുണ്ട്? ഈ കമ്പോണന്റും ഈ കമ്പോണന്റും ഉണ്ട്. ക്ലിയർ? ഈ രണ്ട് കമ്പോണന്റ്സ് കൂട്ടി അങ്ങ് എഫ് എസ് കിട്ടും. അതുകൊണ്ട് ഇനി എഫ് എസ് നമുക്ക് വേണ്ട, ആറും വേണ്ട. നൗ ലിസൺ മക്കളെ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ 90 മൈനസ് തീറ്റയാകും. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതെന്താ? 90 മൈനസ് തീറ്റ. ഇനി മക്കളെ ശ്രദ്ധിക്കടാ, ഈ ഒരു ആംഗിൾ 90 അല്ലേ? 90. അതിൽ മക്കളെ ഇത് 90 മൈനസ് തീറ്റയല്ലേ? ആണ്. അപ്പൊ ഈ ആംഗിൾ എന്താ വരിക? ഈ ആംഗിൾ അപ്പൊ എന്താ വരിക? സിമ്പിൾ തീറ്റ എന്ന് വരും. എന്ത് വരും? തീറ്റ എന്ന് വരും. ശരിയല്ലേ? അപ്പൊ ഈ ആംഗിൾ തീറ്റ എന്നുള്ള കാര്യം മനസ്സിലായി. നൗ അത് തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എന്താ നോട്ട് ചെയ്യണം? ആ ആംഗിൾ എന്താണ്? 90 മൈനസ് തീറ്റ എന്നുണ്ടാവും. ഓക്കെ, ഇത് തീറ്റയാണെങ്കിൽ അതെന്താണ്? 90 മൈനസ് തീറ്റ. അത് 90 മൈനസ് തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എന്താ മക്കളെ? ദാറ്റ് ഈസ് തീറ്റ. ക്ലിയർ? ആദ്യം ഈ ഒരു ഫിഗർ മാർക്ക് ചെയ്ത് വെക്കുക എന്നതാണ് ഫസ്റ്റ് ഡ്യൂട്ടി. ഓക്കെ മക്കളെ, എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടുന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. 100% ഷുവർ ആണ് ഇത്. അല്ലെങ്കിൽ ബാങ്കിങ് ഇല്ലാത്ത കേസോ ഏതെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. അതില്ലാത്ത എക്സാം വളരെ റയർ ആണ്. ഓക്കെ, ഇല്ലാന്ന് തന്നെ പറയാം. നൗ ലിസൺ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് നോർമൽ റിയാക്ഷന്റെ ഈ കമ്പോണന്റ് അപ്പൊ എന്താ വരിക മക്കളെ? ആർ. ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് റിയാക്ഷന്റെ അടുത്തുള്ള തീറ്റന്റെ അടുത്തുള്ള കമ്പോണന്റ് വരിക ആർ കോസ് തീറ്റ എന്നാ വരിക. തീറ്റന്റെ അടുത്തുള്ള കമ്പോണന്റ് എപ്പോഴും കോസ് തീറ്റയും, തീറ്റക്ക് വിട്ടുള്ള എപ്പോഴും എന്താ? സൈൻ തീറ്റയാണ്. അപ്പൊ ഈ ആറിന്റെ തീറ്റക്ക് വിട്ടുള്ള ഈ കമ്പോണന്റ് അപ്പൊ എന്താ മക്കളെ വരിക? ആർ സൈൻ തീറ്റ എന്നാണ് വരിക. ക്ലിയർ? സോ ആറിന്റെ രണ്ട് കമ്പോണന്റ്സ് നമ്മൾ കണ്ടു. ഒന്ന് ആർ കോസ് തീറ്റയും ഒന്ന് ആർ സൈൻ തീറ്റയും നമ്മൾ കണ്ടു. മക്കളെ ഇനി നോക്കടാ, ഇതാണ് നമ്മുടെ അടുത്ത ഫോഴ്സ്. ദിസ് ഈസ് എഫ് എസ് എന്ന ഫോഴ്സ് ആണ്. ആ എഫ് എസ് രണ്ട് കമ്പോണന്റ്സ് ആണ്, ഒന്ന് ഇതും ഒന്ന് താഴേക്കുള്ളതും. അപ്പൊ ഈ എഫ് എസിന്റെ ഈ തീറ്റന്റെ അടുത്തുള്ള കമ്പോണന്റ് വരിക എഫ് എസ് കോസ് തീറ്റ എന്നാ വരിക. എഫ് എസ് കോസ് തീറ്റ. തീറ്റക്ക് വിട്ടുള്ള കമ്പോണന്റ് മക്കളെ എന്താ വരിക? ദാറ്റ് ബിക്കംസ് എഫ് എസ് സൈൻ തീറ്റ എന്നും വരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്ത് വെക്കേണ്ടത്. ഫിഗറിൽ ആദ്യം ഇത് കംപ്ലീറ്റ് കാണിച്ചു വെക്കുക. വളരെ സിമ്പിൾ ആണ്. കാണാതെ പഠിക്കൊന്നും വേണ്ട. എം ജി കാണിക്കുക, എഫ് എസ് കാണിക്കുക, നോർമൽ റിയാക്ഷൻ കാണിക്കുക. നോർമൽ റിയാക്ഷനെയും എഫ് എസിനെയും എന്ത് ചെയ്യുക? രണ്ട് കമ്പോണന്റ്സ് ആക്കി മാറ്റുക. ദാറ്റ്സ് ഓൾ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതെല്ലാവർക്കും ഓക്കെ ആണോ? വേം പറ. ഇത് എല്ലാവർക്കും ഓക്കെ ആണോ? ഇറ്റ്സ് വെരി സിമ്പിൾ തിങ്. ഇത് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിയാൻ പോവാണ്. യെസ് മക്കളെ, വേം പറ. ഇത് എല്ലാവർക്കും സെറ്റ് ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞോ. എല്ലാവർക്കും ഓക്കെ ആണ്. വെരി ഗുഡ്. യെസ്. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മക്കളെ, ഏതൊരു ബോഡിയും ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റ് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഏതൊരു ബോഡി സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുകയാണെങ്കിലും, ഏതൊരു ബോഡി വട്ടത്തിൽ കറങ്ങുകയാണെങ്കിലും, ഓക്കെ, സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. mv²/r ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ്, ഇത്രയും സെൻട്രിപെറ്റൽ ഫോഴ്സ് ആ സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുന്ന ബോഡിയിലേക്ക് ആക്ട് ചെയ്തിരിക്കും. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എത്രയുണ്ടോ അത്രയും സെൻട്രിപെറ്റൽ ഫോഴ്സ്
പ്രൊവൈഡ് ചെയ്യാൻ ഒരു ഏജന്റ് മസ്റ്റ് ആണ്. ഓക്കെ, എന്താ പറഞ്ഞത്? ഇപ്പൊ ഞാൻ ഒരു കയറിന്റെ എൻഡിൽ ഒരു കല്ല് കെട്ടിയിട്ട് ഞാൻ ഈ കയറിന്റെ ഈ എൻഡ് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കുകയാണ്. അങ്ങനെ കറക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ കയറൊന്ന് വലിഞ്ഞു നിൽക്കും, ടൈറ്റായി നിൽക്കും കറക്കുമ്പോൾ. എന്താ കാരണം? ഈ കയർ വലിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ കയറിൽ ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫോഴ്സ് ആണ്. ഓക്കെ, ആ ഫോഴ്സ് എങ്ങോട്ടേക്കാ ഉണ്ടാവുക ചോദിച്ചാൽ ആ ഫോഴ്സ് ഇങ്ങോട്ടേക്കാ ആ ടെൻഷൻ ഫോഴ്സ് ഉണ്ടാവുക. അത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ എം മാസുള്ള ഈ ഒരു ബോഡി വി വെലോസിറ്റിയിൽ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇവനുണ്ടാകുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് mv²/r. ആ mv²/r എന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് ആര് പ്രൊവൈഡ് ചെയ്യുമ്പോഴേ ഈ കയറിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ ആണ് എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി മക്കളെ ശ്രദ്ധിക്കണം. ഞാൻ ഈ ബോഡി കറങ്ങുന്ന സ്പീഡ് കൂട്ടുമ്പോ mv²/r എന്ന ഈ ബോഡിയുടെ എന്ത് കൂടും? സെൻട്രിപെറ്റൽ ഫോഴ്സ് കൂടും. അപ്പൊ എന്ത് കൂടും? ആ ഫോഴ്സ് കൊടുക്കേണ്ട ടെൻഷനാ, ഈ കയറാ. അപ്പൊ ആ കയറിൽ എന്ത് കൂടും? ടെൻഷൻ കൂടും. പക്ഷെ ഈ കയറിന് പ്രത്യേകത ഉണ്ട്. ഒരു മാക്സിമം ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കയറിൽ ടെൻഷൻ കൂട്ടാൻ കഴിയൂല, ആ കയർ പൊട്ടിപ്പോവുക ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇവന്റെ വെലോസിറ്റി ഇങ്ങനെ കറങ്ങുന്ന സ്പീഡ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ കയർ എന്ത് ചെയ്യും? പൊട്ടിയാട്ട് ഇയാൾ തെറിച്ചു പോകും. അങ്ങനെ പറഞ്ഞാൽ ഇനി ഇയാൾക്ക് കറങ്ങാൻ കഴിയൂല. Got it? അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഏതൊരു ബോഡി കറങ്ങുകയാണെങ്കിലും സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r. ആ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ ഒരു ഏജന്റ് വേണം. ആ ഏജന്റ് ഇല്ല എങ്കിൽ ഏജന്റ് ഞാൻ കൊടുത്തോളാം, സെൻട്രിപെറ്റൽ ഫോഴ്സ് സെന്ററിലേക്ക് ഞാൻ ഫോഴ്സ് കൊടുത്തോളാം എന്നൊരു ഏജന്റ് പറയേണ്ടി വരും. അങ്ങനെ ഒരു ഏജന്റ് ഇല്ലെങ്കിൽ ആ ബോഡിക്ക് സർക്കുലർ പാത്തിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ മക്കളെ ശ്രദ്ധിക്കടാ, ഇവിടെ ഇതല്ലേ കാർ ശരിക്കും ഇവിടെയാണുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് ഫോഴ്സുകൾ r sin തീറ്റയും fs cos തീറ്റയും അത് രണ്ടും എങ്ങോട്ടേക്കാ ആക്ട് ചെയ്യുന്നത്? ലെഫ്റ്റിലേക്ക്. ഇവിടുന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്ക്. ഇനി ഇവിടുന്ന് പറയുകയാണെങ്കിലോ ഇവിടെയും എങ്ങോട്ടേക്ക് തന്നെ? ലെഫ്റ്റിലേക്ക്, അതായത് സെന്ററിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ മക്കളെ ഈ രണ്ട് ഫോഴ്സുകളും r sin തീറ്റയും fs cos തീറ്റയും എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? ഈ ബോഡി സർക്കുലർ പാത്തിലാ പോണത്. അപ്പൊ ഇവന് ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ ഇവിടെ നമ്മളെ സഹായിക്കുന്നത് ആരൊക്കെയാണ്? r sin തീറ്റയും fs cos തീറ്റയുമാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാറാ മക്കളെ? പറ. mv²/r, അതായത് m ഈ വെഹിക്കിളിന്റെ മാസാണ്, v ഈ വെഹിക്കിൾ പോകുന്ന സ്പീഡാണ്, r ഇയാൾ പോകുന്ന സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആണ്. അപ്പൊ ഇയാളുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഏജന്റുകൾ ആരൊക്കെയാണ്? ഫ്രിക്ഷന്റെ ഈ cos തീറ്റ എന്ന കമ്പോണന്റും നോർമൽ റിയാക്ഷന്റെ sin തീറ്റ എന്ന കമ്പോണന്റുമാണ്. അപ്പൊ നമുക്ക് പറയാം mv²/r ഇയാളുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡ് ബൈ ആരാണ്? r sin തീറ്റയും പിന്നെ fs cos തീറ്റയും. r sin തീറ്റയും fs cos തീറ്റയും. മക്കൾക്ക് എല്ലാവർക്കും ഓക്കെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് മക്കളെ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്ത ഒരു കാര്യം മക്കളെ ശ്രദ്ധിക്കണം. ഇനി വേർട്ടിക്കലിലേക്ക് നോക്കിക്കേ, കുത്തനം നോക്കിക്കേ. ഒരു mg താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു fs sin തീറ്റയും താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് ആരെ ആക്ട് ചെയ്യുന്നുണ്ട്? r cos തീറ്റയും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാറ് വെർട്ടിക്കലി എന്താ? ഇക്വിലിബ്രിയത്തിലാ. വെർട്ടിക്കലി എന്താണ്? ഇക്വിലിബ്രിയത്തിലാ. എന്ന് പറഞ്ഞാല് ഈ കാറിന് വെർട്ടിക്കലി നെറ്റ് ഫോഴ്സ് ഉണ്ടാവരുത്. ഓക്കെ, വെർട്ടിക്കലി എന്തുണ്ടാവരുത്? നെറ്റ് ഫോഴ്സ് ഉണ്ടാവും. കാരണം ഈ കാറ് മുകളിലേക്കും പൊങ്ങുന്നില്ല, റോഡ് തോന്നി താഴേക്ക് പോകണമില്ല. അതുകൊണ്ട് ഇവിടെ എന്താണ്? വെർട്ടിക്കൽ ഈ ബോഡി എന്തില്ല? ഇക്വിലിബ്രിയ. ബോഡി വെർട്ടിക്കൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നെറ്റ് ഫോഴ്സ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ എന്താവണം? 0 ആവണം. അങ്ങനെ അത് 0 ആവണം എന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള മൊത്തം ഫോഴ്സും താഴേക്കുള്ള മൊത്തം ഫോഴ്സും എന്താവണം? ഈക്വൽ ആകണം. അതായത് r cos തീറ്റ എന്ന മുകളിലേക്കുള്ള ഫോഴ്സ്, r cos തീറ്റ എന്ന മുകളിലേക്കുള്ള ഫോഴ്സ് എന്തിന് ഈക്വൽ ആവണം? fs sin തീറ്റ പ്ലസ് mg എന്ന താഴേക്കുള്ള ടോട്ടൽ ഫോഴ്സിന് ഈക്വൽ ആകണം. നമുക്ക് ഇവിടുന്ന് mg ഇസ് ഈക്വൽ ടു ഇത് മൈനസ് ഇത് എന്ന് എഴുതാം. അപ്പൊ എന്താ mg എന്താ മക്കളെ വരിക? mg ഇസ് ഈക്വൽ ടു r cos തീറ്റ മൈനസ് fs sin തീറ്റ എന്ന് വരും. Put this equation number 2.
അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? രണ്ട് ഇക്വേഷൻസ് ഇപ്പൊ നമ്മുടെ കയ്യിലായി. ആ രണ്ട് ഇക്വേഷൻസും ഞാൻ ഇതാ ഇവിടെ എഴുതാൻ പോവാണ്. ഞാൻ ഒഴിവാക്കിയിട്ട് ഇവിടെ അടുപ്പിച്ച് എഴുതാൻ പോവാണ്. രണ്ട് ഇക്വേഷൻ നമ്മുടെ കയ്യിലായി. ഇനി കാര്യമായിട്ട് പിന്നെ എന്താ പറയാ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷൻസ് കയ്യിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പരിപാടി സിമ്പിൾ ആണ്. ഈ 3 മാർക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ പോക്കറ്റിലേക്ക് വീഴണം. മക്കളെ കൃത്യമായി ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം 1/2 ചെയ്യാൻ പോവാ. ഇക്വേഷൻ 1/2 ഈ ഇക്വേഷനും ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മക്കളെ ശ്രദ്ധിക്ക് എന്താ വരിക? m v²/r divided by mg പറഞ്ഞാൽ mg/1 എഴുതാം. that is equal to right side r sin theta plus fs cos theta whole divided by r cos theta minus fs sin theta എന്ന് എഴുതാം. റൈറ്റ്? യെസ്. നൗ ലിസൺ മക്കളെ ശ്രദ്ധിക്കടാ. ഞാൻ ചോദിക്കട്ടെ, ഈ എമ്മും ക്യാൻസൽ ഔട്ട് ആവും. പിന്നെ v²/r/g/1 g/1 റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we will get v²/rg എന്ന് കിട്ടും. that is equal to ഇവിടെ നമുക്ക് എഴുതാൻ പോകുന്ന കാര്യം നോക്കടാ. r sin theta പ്ലസ് fs പറഞ്ഞാൽ എന്താ? ഫ്രിക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് fs is equal to മക്കളെ fs is equal to mu s into r എന്ന് പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഫ്രം ഫ്രിക്ഷൻ എന്ന സെക്ഷനിൽ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ നമ്മൾ പഠിച്ചൊരു പോയിന്റ് ഉണ്ട്. ദ വാല്യൂ ഓഫ് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓർ ദ വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ is directly proportional to normal reaction എന്ന് പഠിച്ചിട്ടുണ്ട്. അവിടുന്ന് fs is proportional to r എന്നും fs is equal to mu s into r എന്നും പഠിച്ചിട്ടുണ്ട്. fs എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. r എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നോർമൽ റിയാക്ഷൻ ആണ്. mu s എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനുമാണ്. ഓക്കെ, ഈ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ we can write fs as mu s into r എന്ന് എഴുതുന്നു. പിന്നെ കൂടെ എന്തുണ്ടാ? cos theta ഉണ്ട്. ബൈ r നെ r cos theta എന്ന് എഴുതുന്നു. മൈനസ് fs നെ mu s into r sin theta എന്ന് എഴുതുന്നു. മുകളിൽ നിന്ന് r നെ കോമൺ ആക്കി എടുക്കും, താഴെ നിന്നും r നെ കോമൺ ആക്കി എടുക്കും. ഈ ആറും പുറത്തേക്ക് എടുക്കും, ഈ ആറും പുറത്തേക്ക് എടുക്കും. അങ്ങനെ ആ ആറും കട്ടാവും. അപ്പൊ ഈ 6 പോയി, ഈ 6 പോയി, ഈ 6 പോയി, ഈ 6 പോയി. ബാക്കി എന്താ മക്കളുള്ളത് നോക്കടാ. ബാക്കി എന്താ ഉള്ളത് നോക്ക്. v²/rg is equal to sin theta plus mu s cos theta by cos theta minus mu s sin theta. സോ മക്കളെ ഞാൻ ചെയ്യാൻ പോകുന്നത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഞാൻ cos theta കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ സംഭവിക്കുക? sin theta plus mu s cos theta whole divided by cos theta. ന്യൂമറേറ്ററിന് ഞാൻ cos theta കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഡിനോമിനേറ്ററിന് എന്ത് ചെയ്യണം? cos theta കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താ ഉണ്ടാവുകടാ? cos theta minus mu s sin theta divided by cos theta എന്ന് വരും. that is equal to ഇത് നമ്മൾ സ്പ്ലിറ്റ് ആക്കി എഴുതും. sin theta by cos theta plus mu s cos theta by cos theta. അപ്പൊ എന്താ മക്കളെ വരിക? sin theta by cos theta എന്താ വരിക? tan theta എന്ന് വരും. ഓക്കെ അല്ലേ? പ്ലസ് mu s cos theta by cos theta കട്ടാവും. അപ്പൊ എന്താ വരിക? mu s into 1 എന്ന് വരും. that is mu s എന്ന് വരും. whole divided by. അപ്പൊ ഈ സാധനം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി താഴെ എന്താ ഉള്ളത്? cos theta by cos theta minus mu s sin theta by cos theta എന്നുണ്ടാവും. cos theta by cos theta is 1 minus mu s sin theta by cos theta is tan theta. so that becomes mu s tan theta എന്നും വരും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ആൻസറിലേക്ക് എത്താൻ പോവാണ്. v²/rg ആണ് മക്കളെ എന്ത്? tan theta plus mu s divided by 1 minus mu s tan theta. From here, what is v²? v² is equal to rg into tan theta plus mu s divided by 1 minus mu s tan theta. From here, what is v? v is equal to root of. Okay, ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. rg into tan theta plus mu s divided by
1 minus mu s tan theta. This is our final expression. ഇത് ചിലപ്പം ചോദിച്ചേക്കാം മക്കളെ, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. 3 മാർക്കിന് ചോദിക്കും. All of you clear? Yes, ഈ നോട്ട് ഞാൻ സെൻഡ് ചെയ്ത് തരും കേട്ടോ. ഡോണ്ട് വറി. ഇത് കൃത്യമായിട്ട് മക്കള് മനസ്സിലാക്കി പഠിച്ചു വെക്കണം. വളരെ സിമ്പിൾ ആണ്. ചെയ്ത ആ ഒരു ഫ്ലോ ഓർത്താൽ മതി. ഓക്കെ, ഇവിടെ 3 കേസാണ് ഉള്ളത് മക്കളെ, പ്രത്യേകം ശ്രദ്ധിക്കുക. 3 കേസ്. ഓക്കെ, ഒന്ന് ലെവൽ റോഡ്. ഓക്കെ, സർക്കുലർ ലെവൽ റോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന റോഡ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ലെവലായിട്ട്. At that time theta becomes 0. ഓക്കെ, അപ്പൊ സർക്കുലർ ലെവൽ റോഡ് ആണെങ്കിൽ തീറ്റ 0 ആകും. തീറ്റ 0 ആകുമ്പോ ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഈ ഇക്വേഷനിൽ ചാമ്പിക്കോ. അപ്പൊ ആ ടാൻ തീറ്റ ടാൻ 0 ആകും. ടാൻ 0 0. അപ്പൊ എന്താ വരിക? ആർ ജി മ്യൂ എസ് എന്ന് വരും. ആർ ജി ഇൻറ്റു മ്യൂ എസ് എന്ന് വരും ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റയും 0 ആയിട്ട് പോകും. അപ്പൊ എന്താ? താഴെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ വി മാക്സ് എന്താ വരിക? റൂട്ട് ഓഫ് ആർ ജി മ്യൂ എസ് അല്ലെങ്കിൽ റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി എന്ന ഇക്വേഷൻ കിട്ടുക. അപ്പൊ നമുക്ക് ആ കേസിലേക്കും ഇവിടുന്ന് പോകാൻ പറ്റും. പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞാല് ബാങ്കിങ് ഉണ്ട് മക്കളെ, ചെരിവൊക്കെ ഉണ്ട്, ബാങ്കിങ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ചെരിഞ്ഞൊക്കെ നിൽക്കണേ, പക്ഷേ ഫ്രിക്ഷൻ ഇല്ലാത്ത കേസ് വരും. ഫ്രിക്ഷൻ ഇല്ലാത്ത കേസ് വരുന്ന സമയത്ത് മക്കളെ, ഫ്രിക്ഷൻ ഇല്ലാത്ത കേസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ലാന്നാ? മ്യൂ എസ് ഇല്ലാന്നാ. ഫ്രിക്ഷൻ ഇല്ലാണ്ടാവണമെങ്കിൽ മ്യൂ എസ് ഇല്ലാണ്ടാവണം. അപ്പൊ ഫ്രിക്ഷൻ ബാങ്കിങ് ഉണ്ട് പക്ഷെ ഫ്രിക്ഷൻ ഇല്ല. അങ്ങനത്തെ ഒരു കേസ് പറയുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾ ബാങ്കിങ് ഉണ്ട് അപ്പൊ തീറ്റ ഉണ്ട്, മ്യൂ എസ് ഇല്ല. അപ്പൊ എന്താ? ആർ ജി ഇൻറ്റു ടാൻ തീറ്റ എന്ന് വരും. മ്യൂ എസ് പോവും. അപ്പൊ ആർ ജി ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ 0 പോകും. അപ്പൊ എന്താ? 1 എന്ന് വരും താഴെ. അപ്പൊ എന്താ? ആർ ജി ടാൻ തീറ്റ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്ന് വരും. അപ്പൊ ഫ്രിക്ഷൻ ഉണ്ട് പക്ഷെ എന്തില്ല? ബാങ്കിങ് ഇല്ല. ആ കേസിൽ റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി എന്ന ഇക്വേഷൻ ആണ് വി മാക്സിന് വരിക. ഇനി ഫ്രിക്ഷന് പിന്നെ ബാങ്കിങ് ഉണ്ട്, ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യരുത്. ചെരിഞ്ഞാ നിൽക്കുന്നത് പക്ഷെ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യരുത്. ആ കേസ് ആണെങ്കിൽ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്ന വരികയാണ്. ഇനി ബാങ്കിങ്ങും ഉണ്ട്, ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്, ബാങ്കിങ്ങും ഉണ്ട്, ഫ്രിക്ഷനും ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് ഫോർ മാക്സിമം സേഫ് സ്പീഡ്, ദാറ്റ് ഈസ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. സോ ദാറ്റ്സ് ഓൾ. ദിസ് ഈസ് നമുക്ക് 3 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയി മക്കളെ. എല്ലാവർക്കും ഓക്കെ ആണോടാ? സിമ്പിൾ അല്ലേ? 3 മാർക്കിൻ്റെതായതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ് മക്കളെ. സെറ്റ് ആണോ? യെസ് ആണോ? ഓക്കെ ആണോ? ഒന്ന് കമന്റ് ചെയ്ത എല്ലാവരും. നല്ല സൂപ്പർ ടോപ്പിക് ആണ്, വളരെ അധികം ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ് ഞാൻ ഇപ്പൊ എടുത്തത്. അതിൽ ഏതെങ്കിലും ഒരു കേസ് ഒരു സംശയവും വേണ്ട, ചോദിച്ചിരിക്കും. നെക്സ്റ്റ്, എ സർക്കുലർ റോഡ് ഓഫ് റേഡിയസ് 300 മീറ്റർ. മക്കളെ, എ സർക്കുലർ റോഡ് ഓഫ് റേഡിയസ് 300 മീറ്റർ. സോ മക്കൾ ശ്രദ്ധിക്കട്ടോ, നമ്മളിപ്പോ ഇത് പറഞ്ഞത് ബി ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സി ക്വസ്റ്റ്യൻ ആണ്. റേഡിയസ് 300 മീറ്റർ. അപ്പൊ മക്കളെ, റേഡിയസ് എത്ര? 300 മീറ്റർ റേഡിയസ് ഉണ്ട്. നൗ ഈസ് ബാങ്ക്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 15 ഡിഗ്രി. എത്ര മക്കളെ? ബാങ്കിങ് ആംഗിൾ തീറ്റ 15 ഡിഗ്രി ആണ് ബാങ്കിങ് ആംഗിൾ. നെക്സ്റ്റ് കമോൺ, അടുത്തെന്താ? If the coefficient of friction between the wheels of the car and the rod is 0.2, so the coefficient of static friction is 0.2. എപ്പോഴും മ്യൂസിന്റെ വാല്യൂ പോയിന്റ് നമ്പേഴ്സ് ഉണ്ടാവും കേട്ടോ. 0.2. Okay, what is the optimum speed of the car? So we want to find the optimum speed of Vmax അല്ലെങ്കിൽ V എന്ന് കൊടുത്താലും മതി. Vmax കാണണം. അപ്പം ബാങ്കിങ്ങും ഉണ്ട്, ഫ്രിക്ഷനും ഉണ്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിളാ. ബാങ്കിങ്ങും ഉണ്ട്, ഫ്രിക്ഷനും ഉണ്ട്. ബാങ്കിങ്ങും ഉണ്ട്, ഫ്രിക്ഷനും ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഓപ്റ്റിമം സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? V is equal to root of r square g into എന്താ? tan theta plus mu s divided by 1 minus mu s tan theta. ഇത് ഞാൻ ചെയ്യില്ല, നിങ്ങൾ ചെയ്താൽ മതി. ആറിന് എന്ത് വാല്യൂ കൊടുക്കുക? ആറിന് 30 കൊടുക്കുക. ജിക്ക് എന്ത്? 300 കൊടുക്കുക. ജിക്ക് എന്ത് കൊടുക്കുക? 300 അല്ലേ 6? യെസ്, ഓക്കെ. ജിക്ക് എന്ത് കൊടുക്കുക? 9.8 10 എന്താ വെച്ചാൽ കൊടുത്തോ. ടാൻ തീറ്റക്ക് എന്ത് കൊടുക്കുക? 15 കൊടുക്കുക. മ്യൂസിന് വാല്യൂ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് മീൻസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് ചെയ്യുക? ചാമ്പ്. ഓക്കെ, സോ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓൾ ഓഫ് യു ക്ലിയർ? യെസ് ഓർ നോ? ഇപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ഓഫ് യു ക്ലിയർ? പെട്ടെന്ന് പറ. റെഡി? വേഗം കമന്റ് ചെയ്യ്. ഓക്കെ ആണോ? വേഗം കമന്റ് ചെയ്യ്. യെസ് ഓർ നോ? Come on, come fast. Yes, Fatima പറഞ്ഞു, yes പറഞ്ഞു. Okay,
അലൻ പറഞ്ഞു ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. അംന അഹമ്മദ് കുട്ടി പറഞ്ഞിട്ടുണ്ട്. അമൃത കുട്ടി പറഞ്ഞു യെസ് സർ, യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, യെസ് 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 യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, വാമ്പയർ ഗെയിമിംഗ് ഒരു കാര്യം ചെയ്യ്, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ, റെഡി, ഗുഡ്. Next, we can move on to the next question. That is third question. മക്കളെ നോക്കടാ. When a moving bus suddenly stops, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിൽക്കുമ്പോൾ passengers tends to fall forward. പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിൽക്കുമ്പോൾ പാസഞ്ചേഴ്സ് എങ്ങോട്ടേക്ക് വീഴുന്നു? മുൻപോട്ടേക്ക് വീഴുന്നു. This is due to what answer? This is due to inertia of motion. Yes, amna പറഞ്ഞു inertia of motion. മക്കളെ, inertia എന്ന് പറയാം. ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ അതിന് വൃത്തി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ inertia of motion എന്ന് തന്നെ പറഞ്ഞേ. മക്കളെ, ഇതില് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കോൺസെപ്റ്റും കൂടി വരുന്നുണ്ട്. ദാറ്റ് ഈസ് സ്യൂഡോ ഫോഴ്സ്. Do you know the pseudo force concept? Anybody know pseudo force? ആരെങ്കിലും അറിയുന്നു പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. ആർക്കെങ്കിലും സ്യൂഡോ ഫോഴ്സ് അറിയോ? ആർക്കെങ്കിലും സ്യൂഡോ ഫോഴ്സിനെ കുറിച്ച് അറിയോ? നോ. യെസ്, ഐ ഹോപ്പ്, ഞാനും പ്രതീക്ഷിച്ചു ഓൾമോസ്റ്റ് ആർക്കും അറിയാൻ ചാൻസ് ഇല്ല സ്യൂഡോ ഫോഴ്സ്. ബിക്കോസ് സ്യൂഡോ ഫോഴ്സ് എന്ന കോൺസെപ്റ്റ് കിടിലൻ കോൺസെപ്റ്റ് ആണ്. അതെന്താ പറയുക, ഞാൻ ആ ഒരു കോൺസെപ്റ്റ് ഒരു പ്രോബ്ലം വരുന്നുണ്ട്, ആ സമയത്ത് ഞാൻ സ്യൂഡോ ഫോഴ്സിന്റെ കോൺസെപ്റ്റ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അത് ഒരു കുട്ടിക്കും അറിയാൻ ചാൻസ് ഇല്ല, ആരും പറയല്ല ക്ലാസ്സിൽ. ഓക്കെ, എന്തായാലും ഞാൻ ആ ഒരു കാര്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം, അവിടെ ശ്രദ്ധിക്കട്ടെ. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആ സ്യൂഡോ ഫോഴ്സ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. നിങ്ങൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പഠിച്ചില്ലേ മക്കളെ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പഠിച്ചില്ലേ? അതായത് ഒരു വെഹിക്കിള് ഒരു കേർവ്ഡ് പാത്തിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പാർട്ടിക്കിളിന് ഇങ്ങോട്ടേക്ക് സെന്ററിലേക്ക് അയച്ചൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. നൗ അപ്പൊ തന്നെ ഇതിന് പുറത്തേക്കായിട്ടും ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ദിസ് ഫോഴ്സ് ഈസ് നോൺ ആസ് centrifugal force. When a body moves on a circular path with a constant speed, then there will be a force which is directed away from the center is known as centrifugal force. Centrifugal force is an example for pseudo force. Pseudo force ന് ഒരു എക്സാമ്പിൾ ആണ് centrifugal force. ഓക്കെ, അപ്പം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് സ്യൂഡോ ഫോഴ്സ് ആണ്. സ്യൂഡോ ഫോഴ്സ് വേറെയും വരുന്നുണ്ട് മക്കളെ. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ബസ്സിൽ നമ്മൾ ഇങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് ബസ്സിന്റെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വീഴുന്നു. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് വീഴണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണ്ടേ? ആ ഫോഴ്സ് സ്യൂഡോ ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്? ബസ് നിർത്തുകയാണെങ്കിൽ, സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന ആ സ്യൂഡോ ഫോഴ്സ് ഉണ്ടാവുക ഫ്രണ്ടിലേക്കായിട്ടാണ് ഉണ്ടാവുക. ഇനി മക്കളെ, നമ്മൾ ബസ്സിൽ ഇങ്ങനെ നിൽക്കുക, പെട്ടെന്ന് ബസ് അങ്ങ് മുമ്പോട്ടേക്ക് അങ്ങ് എടുത്താലോ നമ്മൾ ബാക്കോട്ടേക്ക് വീഴും. അപ്പോൾ നമ്മൾ പറയേണ്ടത് അതിനെ ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. അതിന് കാരണം നമ്മൾ പറയും, ശരിയല്ലേ? നമ്മൾ പുറകോട്ടേക്ക് വീഴും. അതിന്റെ റീസൺ എന്താണ്? ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യും, പറയും. അപ്പൊ നമുക്ക് അവിടെ എന്താ, നമ്മൾ ഇങ്ങനെ നിന്ന് ബസ് നിൽക്കുമ്പോൾ ബസ് പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ പുറകോട്ടേക്ക് വീഴണമെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം, അല്ലേ? ആ ഒരു ഫോഴ്സും സ്യൂഡോ ഫോഴ്സ് ആണ്. അപ്പൊ ഞാൻ സ്യൂഡോ ഫോഴ്സിന്റെ കോൺസെപ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അറ്റ് ദാറ്റ് ടൈം ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, സോ ഇനർഷ്യ ഓഫ് മോഷൻ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Newton's first law of motion describes the dash. മക്കളെ, ഫസ്റ്റ് ലോ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്താ ഡിസ്ക്രൈബ് ചെയ്യുക? എനർജി ആണോ, വർക്ക് ആണോ, ഇനർഷ്യ ആണോ, മൊമെന്റ്? നമുക്ക് ഈ ഓപ്ഷന്റെ തന്നെ ആവശ്യമില്ല. ഫസ്റ്റ് ലോ ആണോ? ഫസ്റ്റ് ലോന് എന്താ മക്കളെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എന്താണ്? ഇനർഷ്യയാണ്, അല്ലെ? എവറി ബോഡി continue in its state of rest or uniform motion along a straight line until it is compelled by an external unbalanced force. അതാണ് എന്ത്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. അപ്പൊ ഈ ഫസ്റ്റ് ലോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇനർഷ്യയാണ്. സോ ഇറ്റ്സ് ആൻസർ ഈസ് ഇനർഷ്യ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ലോയിൽ എന്തിനെ കുറിച്ചാണ് മക്കളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഫോഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് സെക്കൻഡ് ലോ പറഞ്ഞത്? എന്തിനെ കുറിച്ചാണ്?
ഫോഴ്സിനെ കുറിച്ചാണ്. മക്കൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ലോസ് ഓഫ് മോഷൻ. മക്കളെ ഞാൻ ചോദിക്കട്ടെ, ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോകുന്നത് ഏത് ലോ വെച്ചറിയോ നിങ്ങൾക്ക്? ആദ്യം മുതൽ അവസാനം വരെ ഈ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ വരുന്ന പ്രധാനമായിട്ടും വരുന്ന ലോ അത് ഏതാ നമുക്ക് കാൽക്കൽ പറയാൻ പറ്റുമോ? ഏതാണ്, ഏത് ലോന്റെ ബേസിസിലാണ് ഈ ഒരു സംഭവം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പെട്ടെന്ന് പറയടാ. യെസ്, ഗുഡ്. അബി ആദ്യം പറഞ്ഞു, പിന്നെ ഹിബത്തുള്ള പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സെക്കൻഡ് ലോ മക്കളെ, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് ആ സെക്കൻഡ് ലോ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലോയിൽ പറയുന്നത് എന്താണ്? ഫോഴ്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് ലോയിൽ എന്താണ്? ഇനർഷ്യനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലോ ഇങ്ങനെയും പറയാറുണ്ട്, ലോ ഓഫ് ഇനർഷ്യ എന്ന് പറയാറുണ്ട് കേട്ടോ. ലോ ഓഫ് ഇനർഷ്യ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ ശ്രദ്ധിക്കടാ, ശ്രദ്ധിക്കടാ, ശ്രദ്ധിക്കടാ. Circular motion of a car on a banked road is shown in figure. Okay, write the name of forces A, B, C, D. മക്കളെ പറഞ്ഞോ, ഇനി നിങ്ങൾ പറയണം. ഞാൻ കൃത്യമായി നേരത്തെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്താണ് എ? എ എന്താ? നിങ്ങൾ പറ, നിങ്ങൾ ഉത്തരം പറഞ്ഞോ. വേഗം പറഞ്ഞു പറഞ്ഞു പ്രാക്ടീസ് ചെയ്യ്. What is A? What is A? Yes, what is A? Yes, A is normal reaction. Very good. A is normal reaction. A is normal reaction. Okay, normal reaction ചില ആൾക്കാർ n വെച്ചെടുക്കാറുണ്ട്, ചില ആൾക്കാർ r വെച്ചെടുക്കാറുണ്ട്. ഞാൻ പണ്ട് മുതലേ r ഉപയോഗിച്ചത് കൊണ്ട് ഞാൻ എപ്പോഴും r എടുക്കുക കേട്ടോ. നോർമൽ റിയാക്ഷനെ കാണിക്കില്ല, r വെച്ചാ കാണിക്കുക കേട്ടോ. ഓക്കെ, നൗ A എന്താണ്? നോർമൽ റിയാക്ഷൻ ആണ്. മക്കളെ C എന്താ? വാട്ട് ഈസ് C? Anybody can say what is C? 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 B പറഞ്ഞു. B എല്ലാവരും പറഞ്ഞു. B എന്താ? വെയിറ്റ് ആണ്. വെയിറ്റ് ആണ്. mg വെയിറ്റ് ആണ്. ഇനി അടുത്ത എന്താണ്? D എന്താ? D യും നമ്മൾ കാണിക്കാൻ പറ്റും. ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് D. ഈ C എന്ന് പറഞ്ഞാൽ എന്താ? C is centripetal force. Yes, ആൻസർ ചെയ്തു. അബി ആൻസർ ചെയ്തു. centripetal force ആണ് C. ഗുഡ് 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 ഗുഡ്. അപ്പൊ ഈ 4 ഫോഴ്സും എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എ നോർമൽ റിയാക്ഷൻ, ബി അതിന്റെ വെയിറ്റ് ആണ്, ഡി ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, സി സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ ഡിയും എയുമാണ്. ഈ കേസിൽ എന്ത് ചെയ്യുക? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയ സി എന്ത് ചെയ്യുക? കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഡിന്റെ ഹൊറിസോണൽ കമ്പൗണ്ടും എന്റെ ഹൊറിസോണൽ കമ്പൗണ്ടുമാണ് എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക? സിയിലേക്ക്, സെൻട്രിപെറ്റൽ ഫോഴ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. നൗ റൈറ്റ് ദ equation which equate forces on the car along horizontal and vertical direction. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും നിങ്ങൾ ഫോഴ്സിനെ എന്ത് ചെയ്യാൻ? ഇക്വേറ്റ് ചെയ്യാൻ അവര് പറഞ്ഞ സെക്കൻഡ് ക്വസ്റ്റ്യനെ 2 മാർക്ക് ഉണ്ട് അതിന്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താ അറിയാം മക്കളെ? ഈ 2 സാധനമാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത് കേട്ടോ. ഈ 2 സാധനങ്ങൾ ഏത്? നിങ്ങൾക്ക് കിട്ടിയ ഈ 2 ഇക്വേഷൻസ് ഇല്ലേ, ഈ 2 സംഭവമാണ്. ഇതാണ് ശരിക്കും ഹൊറിസോണ്ടലിലേക്കുള്ള ഫോഴ്സ് ഇക്വേറ്റ് ചെയ്തത്. ഇതാണ് വെർട്ടിക്കലിലേക്കുള്ള ഫോഴ്സ്, സോറി തിരിച്ചു. ഇതാണ് ഹൊറിസോണ്ടലിലേക്കുള്ള ഫോഴ്സ് ഇക്വേറ്റ് ചെയ്ത്, ഇതാണ് വെർട്ടിക്കലിലേക്കുള്ള ഫോഴ്സ് ഇക്വേറ്റ് ചെയ്ത്. സോ ഈ 2 സാധനമാണ് കവി ഉദ്ദേശിച്ചത് കേട്ടോ. എവിടേക്കടാ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് കവി ഉദ്ദേശിച്ചത് ആ 2 സാധനങ്ങളാണ്. മറന്നു പോവണ്ട. ഓൾ ഓഫ് യു ക്ലിയർ? റെഡി? യെസ്. നോട്ട് കിട്ടും അദീബ് കേട്ടോ, നോട്ട് തരും, ഡോണ്ട് വറി. അടുത്ത് സ്റ്റേറ്റ് ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മക്കളെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. എന്താണ് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? മക്കൾ ആദ്യം ഞാൻ ഫ്രിക്ഷന്റെ കേസ് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫ്രിക്ഷൻ എന്ന ടോപ്പിക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്താ ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ it is a property in which an opposing force is generated between 2 surfaces in contact in its relative motion or tends to move relatively. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മക്കളെ 2 ബോഡികൾ, 2 സർഫസുകൾ കോണ്ടാക്റ്റിലായിരിക്കുന്ന സമയത്ത് ഈ 2 ബോഡികളും റിലേറ്റീവ്ലി മൂവ് ചെയ്യാൻ, ഒന്നിനെ അപേക്ഷിച്ച് മറ്റേ ആള് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ റിലേറ്റീവ്ലി മൂവ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു ഫോഴ്സ് ഉണ്ടാകുന്ന, അവർക്കിടയിൽ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മക്കളെ സെറ്റ് അല്ലേ? നൗ ലിസൺ. എന്താ ഫ്രിക്ഷൻ? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഇൻ വിച്ച് an opposing force is generated. ഉണ്ടാവുക, ജനറേറ്റ് ചെയ്യാണ്.
generated between two surfaces in contact in its relative motion, okay, or tends to move relatively. മൂവ് ചെയ്യണം എന്ന് നിർബന്ധമല്ല, മൂവ് ചെയ്യാൻ ശ്രമിച്ചാലും മതി. എങ്ങനെ? റിലേറ്റീവ്ലി. ഒരു സർഫസിൽ ലിസൺ, ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഈ ബ്ലോക്കിനെ തള്ളുമ്പോ ഈ സർഫസിന്റെ മുകളിൽ കൂടെ ഈ ബ്ലോക്ക് മൂവ് ചെയ്യാൻ, ചിലപ്പോൾ ഈ ബ്ലോക്ക് നീങ്ങിയോളണമെന്നില്ല, മൂവ് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോ ഈ ബ്ലോക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. രണ്ടാണെങ്കിലും ഈ രണ്ട് സർഫസിനും ഇടയിൽ എന്ത് ജനറേറ്റ് ചെയ്യും? ഒരു ഒപ്പോസിംഗ് ഫോഴ്സ്. അത് ഇങ്ങനെ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ആ ഒരു പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാ മക്കളെ എന്ത്? ഫ്രിക്ഷൻ. Now listen, friction can be classified into three. മൂന്നാക്കി നമുക്ക് എന്ത് ചെയ്യാം? അവനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. രണ്ടാമത്തെ മക്കളെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. രണ്ടാമത്തെ എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. മൂന്നാമത്തെ എന്താണ്? ഡൈനാമിക് അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ. ഇങ്ങനെ മൂന്ന് ഫ്രിക്ഷൻ ആണുള്ളത്. ഓക്കെ, എന്താ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് എന്നും വിളിക്കാറുണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിന്റെ മുകളിൽ മറ്റൊരു ബോഡി മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ആ മക്കളെ എന്ത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മൂവ് ചെയ്യരുത്, മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ആ മക്കളെ എന്ത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സോ ഇറ്റ് ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് comes into play when one body is tends to move over the other. ഒരു ബോഡിന്റെ മുകളിലൂടെ വേറൊരു ബോഡി മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് മക്കളെ എന്ത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി എന്താ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുക. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പ്രത്യേകത എന്തായാലും മക്കളെയൊക്കെ ഡീറ്റെയിൽ ആയി കുറെ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ നോക്കടാ, ഒരു ബോഡിയിലേക്ക് ഞാൻ 3 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. ഈ ബോഡി മൂവ് ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോ ഇവിടെ ഇങ്ങോട്ടേക്ക് ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ട്. എത്ര ഉണ്ടായിട്ടുണ്ട് അറിയോ? 3 ന്യൂട്ടൺ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ 3 ക്യാൻസൽ ഔട്ട് ആവും. ഞാൻ ഇവിടെ 4 ആക്കിയാലോ? ഇവിടെ 4 ആക്കുമ്പോഴും ഈ ബോഡി മൂവ് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ എത്ര ഫ്രിക്ഷൻ ഉണ്ടാവും? 4 ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഫോഴ്സ് കൂട്ടുന്നതനുസരിച്ച് ആര് കൂടും? സ്റ്റാറ്റിക് ഫ്രിക്ഷനും എന്ത് ചെയ്യും? കൂടും. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ പ്രത്യേകത എന്താണ്? അത് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സാ. നമ്മൾ അപ്ലൈഡ് ഫോഴ്സിനനുസരിച്ച് ആര് കൂടും? ഫ്രിക്ഷണൽ ഫോഴ്സും കൂടും. അങ്ങനെ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന് കൂടാവുന്ന ഒരു മാക്സിമം വാല്യൂ ഉണ്ടാകും. ആ മാക്സിമം വാല്യൂനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സോ വാട്ട് ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ? ഇറ്റ് ഈസ് എ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി മക്കളെ എന്താണ് ഡൈനാമിക് അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡൈനാമിക് അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിന്റെ മുകളിൽ കൂടെ വേറെ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ഇവ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷൻ എന്താ? ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ഡൈനാമിക് അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ. ഇനി ഇതിൽ തന്നെ 2 ഉണ്ട്. റോളിംഗ് ഫ്രിക്ഷനും ഉണ്ട്, അതുപോലെ സ്ലൈഡിംഗ് ഫ്രിക്ഷനും ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറെ ക്ലാസിഫിക്കേഷൻ അങ്ങനെ കുറെ പോകുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. സോ ലിസൺ, മക്കൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ അതൊന്നുമല്ല. ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ ഉത്തരം പറയാൻ പോവാണ്. വാട്ട് ഈസ് ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ലോ ആണ് ചോദിച്ചത്. 1 മാർക്കിന് അവർ ചോദിച്ചത് അല്ലെ? ശരിക്കും ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ 4 പോയിന്റ്സ് പറയാണ്ട്. 1 മാർക്കിന് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 1 പോയിന്റ് പറഞ്ഞാൽ മതി. ഞാൻ 4ഉം പറയാണ്. ലിസൺ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഞാൻ പറയാണ്. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഞാൻ പറയാൻ പോവാണ്. ഒന്നാമത്തെ പോയിന്റ്, ദ വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ദ വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ദ വാല്യൂ ഓഫ് സ്റ്റാറ്റിക് അല്ല സോറി വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ അതിനെ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നും പറയാം. maximum value of static friction എന്നും പറയാം. The value of limiting friction or maximum value of static friction is depends on nature of two surfaces in contact. Okay, അതായത് കോണ്ടാക്റ്റിൽ വരുന്ന 2 ബോഡികളുടെയും സർഫസിന്റെ നേച്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്ത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. രണ്ടാമത്തെ കാര്യം മക്കളെ,
frictional force, the static frictional force acts tangential. എങ്ങനെ ആക്ട് ചെയ്യുക? tangential to the two surfaces in contact. എന്താ മക്കളെ ഇതിൽ പറഞ്ഞത്? അതായത് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക എങ്ങനെ ആക്ട് ചെയ്യല്? ടാൻജൻഷ്യൽ ആയിട്ടാ. ബോഡി ഇങ്ങോട്ടാ പോണെങ്കിൽ ഫ്രിക്ഷൻ ഇങ്ങനെ ഉണ്ടാവുക ടാൻജൻഷ്യൽ ആയിട്ട്. ഒരിക്കലും ഫ്രിക്ഷൻ എങ്ങനെ ആക്ട് ചെയ്യൂല? ഇങ്ങനെ ഒന്നും എന്ത് ചെയ്യൂല? ഫ്രിക്ഷൻ ആക്ട് ചെയ്യൂല. ഫ്രിക്ഷൻ എങ്ങനെ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ? ഫ്രിക്ഷൻ ടാൻജൻഷ്യൽ ആയി, ഒന്നുകിൽ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക്. ടാൻജൻഷ്യൽ ആയി മാത്രമേ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുള്ളൂ? ആക്ട് ചെയ്യുള്ളൂ. അതൊരു ലോ ആണ്. അടുത്ത കാര്യം പറയുകയാണെങ്കിൽ, മൂന്നാമത്തെ കേസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, the value of static frictional force does not depends on area of contact. എന്താ മക്കളെ? ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സെക്കൻഡ്, ഏരിയ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക മക്കളെ? ശ്രദ്ധിക്കുക. അതായത് ഞാൻ ഒരു ഇഷ്ടിക എടുത്തിട്ട് ഒന്ന് ഞാൻ ഇങ്ങനെ വെച്ചു, ഒരു ഇഷ്ടിക ഇങ്ങനെ വെച്ചു, എന്നിട്ട് തള്ളി, അപ്പൊ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ? പിന്നെ അടുത്ത കേസിൽ ഞാൻ ഇഷ്ടികനെ ഇങ്ങനെ നേരെ കുത്തനെ വെച്ചിട്ട് എന്ത് ചെയ്യാടാ? ഞാൻ ഇഷ്ടികനെ ഇങ്ങനെ കുത്തനെ വെച്ചിട്ടും തള്ളി. രണ്ട് കേസ്. ഓക്കെ, ഈ രണ്ട് കേസിൽ ഞാൻ എങ്ങനെ തള്ളി, ഇങ്ങനെയും തള്ളി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇങ്ങനെ വെച്ച കേസിൽ അടിയിൽ ഏരിയ ഓഫ് കോണ്ടാക്ട് കുറവാ, ഇതിലോ ഏരിയ ഓഫ് കോണ്ടാക്ട് കൂടുതലാ. ഏരിയ ഓഫ് കോണ്ടാക്ട് മാറിയോട്ടെ, സാധനം സെയിം സാധനമല്ലേ, സെയിം മാസ് അല്ലേ? അതുകൊണ്ട് ഈ രണ്ടാളും അടിയിൽ ഉണ്ടാക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂൽ എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഏരിയ ഓഫ് കോണ്ടാക്ടിന് എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ്, നാലാമത്തെ പോയിന്റ്, ഇത് ഞങ്ങൾ ഇവിടുത്തെ ആൻസർ ആക്കി എഴുതണ്ടേ കേട്ടോ. ഇതെന്തായാലും എഴുതണം. The value of static frictional force, the value of limiting friction. Okay, the value of limiting friction is directly proportional to the normal reaction. ഇതാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചൊരു കാര്യം. അത് വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓർ ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് directly proportional to normal reaction. So from here we can write it as Fs is equal to mu s into r എന്ന് എഴുതാൻ പറ്റും. സോ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് നാലും പഠിച്ചു വെക്കണം. ഷോർട്ട് കോഡ് ഉണ്ട് പഠിക്കാന്, സ്റ്റാർ എന്ന് പഠിച്ചാൽ മതി. STAR. S means സർഫസിന് നേച്ചർ എന്നുള്ള പോയിന്റ് ഓർത്ത് വെക്കുക. T means ടാൻജൻഷ്യൽ ആയി ആക്ട് ചെയ്യുക എന്നുള്ള ഓർത്ത് വെക്കുക. A means ഏരിയ ഓഫ് കോണ്ടാക്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നത് ഓർത്ത് വെക്കുക. R means നോർമൽ റിയാക്ഷനുമായിട്ട് എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. സോ സംഭവം സെറ്റ്, കാര്യം കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതിന്റെ ആൻസർ മക്കളെ സെറ്റ് അല്ലേ? ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ 1 മാർക്കിനാ ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പോയിന്റ് എഴുതി വെച്ചാലും മതി. 1 മാർക്കൊക്കെ ആവുമ്പോൾ. ഓക്കെ, 2 മാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫുൾ എഴുതി വെക്കുക. ഇനി പറ്റുമെങ്കിൽ നിങ്ങൾ ഫുൾ എഴുതി വെച്ചോ, ഒരു കുഴപ്പമില്ല, മാർക്ക് എന്തായാലും കുറയില്ല കേട്ടോ. നെക്സ്റ്റ് മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ്ലി ഓക്കെ അല്ലേ? ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. യെസ് യെസ് യെസ്, കമോൺ 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 കമോൺ. സെറ്റ് ആണോ മക്കളെ? പെർഫെക്റ്റ് ആണോ? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ലെവല് കൂടുന്നുണ്ടോ? ലെവല് കൂട്ടണോ? ലെവല് കുറക്കണോ? ഒക്കെ ഒന്ന് വേഗം കമന്റ് ചെയ്തേ നിങ്ങൾ. വരട്ടെ. യെസ്, സെറ്റ്, ഓക്കെ ആണ്. പെർഫെക്റ്റ്. ഓക്കെ. യെസ്. Next question നോക്കടാ. State the law of conservation of linear momentum. It's very important question. എന്താ law of conservation of linear momentum? സ്റ്റേറ്റ് ചെയ്യാൻ മാത്രമേ ചോദിച്ചുള്ളൂ, 2 മാർക്കേ ഉള്ളൂ. എന്താ? If there is no net external force on a body. ഒരു ബോഡിയിൽ ഫോഴ്സ് ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ ആ ബോഡിയിലെ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്തായി പോയി മക്കളെ? 0 ആണെങ്കിൽ, ഒരു ബോഡിയിലുള്ള നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ആ ബോഡിയുടെ മൊമെന്റം എന്ത് ചെയ്യപ്പെടും? കൺസർവ് ചെയ്യും, അല്ലെങ്കിൽ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? If there is no net external force on a body, ഒരു ബോഡിയിൽ എന്തില്ല? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല.
എങ്കിൽ ആ ബോഡിയുടെ മൊമെന്റം എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ മൊമെന്റം എന്ത് ചെയ്യും? കൺസർവ് ചെയ്യും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന ടോപ്പിക്കിൽ നമുക്ക് മീൻസ് എഴുതാനുള്ളത്. അപ്പൊ എന്താ മക്കളെ ഇതുണ്ട്? if there is no net external force on a body, ഒരു ബോഡിയിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ the total momentum of that body will be conserved. എന്താണ്? കൺസർവ്ഡ്. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഇത് എഴുതി വെച്ചാൽ 2 മാർക്ക് സെറ്റ് ആണ്. പ്രൂവ് ചെയ്യാനൊന്നും ചോദിച്ചില്ല. റെഡി അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ് മക്കളെ. ശ്രദ്ധിക്കടാ. The static friction comes into play at the moment of force is applied. Okay, static friction comes into play. Static friction varunu eppol at the moment the force is applied. Body like force apply cheyyumbol static friction varunu. Appo oru karyam koodi undu, body move cheyula. Static friction varuna samayathe body ku endilla, movement illa, right? Yes sir. Now ഒന്നാമത്തെ question, write the relation between static friction and normal reaction. ഒരു മാർക്കാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ മക്കൾ എഴുതേണ്ടത് static frictional force is equal to mu s into r. ഈ ഇക്വേഷൻ അവർ ചോദിച്ചത് relation between static friction and normal reaction. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. Determine the maximum acceleration of the train in which a box lying on its floor will remain stationary given that the coefficient of static friction between the box and the train's floor is 0.15. Key dukkachi question, super question. Makkale ശ്രദ്ധിച്ചോ. ഒരു ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം അല്ലേ പറഞ്ഞ്, maximum train in which a box lying, okay. ട്രെയിനിന്റെ ഫ്ലോർ, ഇറ്റ്സ് ഫ്ലോർ മീൻസ് ട്രെയിനിന്റെ ഫ്ലോറിൽ ആരുണ്ട്? ഒരു ബോക്സ് ഉണ്ട്. സോ ഇതാണ് ട്രെയിനിന്റെ ഫ്ലോറിലുള്ള ബോക്സ്. ഞാൻ ഈ കാണിച്ചതാണ് ട്രെയിനിന്റെ ഫ്ലോറിലെ എന്ത്? ബോക്സ്. ഈ മക്കൾ ശ്രദ്ധിക്കടാ, എന്താ ചോദിച്ചത് അറിയോ? ഡിറ്റർമിൻ ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദി ട്രെയിൻ. ഈ യെല്ലോയിൽ കാണിച്ചതാണ് ആര്? നമ്മുടെ ട്രെയിൻ. ഈ ട്രെയിനിന് ഉണ്ടാകാവുന്ന മാക്സിമം ആക്സിലറേഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എന്തിനെ കുറിച്ചാണ്? മാക്സിമം ആക്സിലറേഷൻ ഓഫ് ട്രെയിൻ നിങ്ങൾ കണ്ടെത്തണം. നല്ല ക്വസ്റ്റ്യനാ. ഇതിന് ഷോർട്ട് കട്ട് ഉണ്ട്, ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം എ മാക്സ് ആണ് നിങ്ങൾ കാണേണ്ടത്. എന്താ കണ്ടീഷൻ? എന്താ? given that the coefficient of static friction between box and okay, അതായത് ഈ ബോക്സിനും ഈ ട്രെയിനിന്റെ ഫ്ലോറിനും ഇടയിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ µs വാല്യൂ 0.15 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ അറിയോ? ഡിറ്റർമിൻ ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദി ട്രെയിൻ. ഈ ട്രെയിനിന്റെ മാക്സിമം ആക്സിലറേഷൻ നിങ്ങൾ കാണണം. എന്താണ്? in which a box lying on its floor will remain stationary. എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിന്റെ ഫ്ലോറിൽ വെച്ച ഈ ബോക്സിന് എന്ത് സംഭവിക്കരുത്? ഒരു മൂവ്മെന്റ് സംഭവിക്കരുത്. ഇപ്പൊ ട്രെയിനിന്റെ ഫ്ലോറിൽ നമ്മൾ ഒരു ബോക്സ് വെച്ച് ട്രെയിൻ പോവുന്നുണ്ട്, ആ ബോക്സ് അവിടെ തന്നെ ഉണ്ടാവണം. ട്രെയിനിന് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. ട്രെയിനിന് ആക്സിലറേഷൻ ഉണ്ടാവുന്ന സമയത്ത് there may be a chance. നിങ്ങൾക്കറിയില്ല മക്കളെ, നമ്മളിപ്പോ ഒരു വെഹിക്കിളിൽ ഇരിക്കുക, ആ വെഹിക്കിളിന്റെ സ്പീഡ് കൂടി വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പുറകോട്ടേക്ക് പോകുന്നതായി നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ, അതായത് ആ ഒരു ഇനർഷ്യ കൊണ്ട് യൂണിഫോം സ്പീഡ് പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ആ ബോഡിക്ക് ഡീസിലറേഷൻ ഉണ്ടാവുക ചെയ്യുക, സ്പീഡ് കുറഞ്ഞു വരും. അപ്പൊ ഡീസിലറേഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാകുമ്പോൾ നിർത്തിയിട്ട വണ്ടി പെട്ടെന്ന് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? വെലോസിറ്റി കൂടുകയാണ്. അപ്പൊ ആ ബോഡിക്ക് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. ആ സമയത്ത് മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ, മക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഒരു ബോഡിക്ക് ഒരു വെഹിക്കിളിന് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അതിനുള്ളിലുള്ള ബോഡിയിലൊക്കെ ആ വെഹിക്കിളിന്റെ ഉള്ളിലുള്ള ഈച്ച് ആൻഡ് എവറി ബോഡി, ഏത് ബോഡി എടുത്താലും ആ ബോഡിയിൽ ഒരു സ്യൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യും. എങ്ങോട്ടേക്കാ സ്യൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യുക ചോദിച്ചാൽ, ഈ ബോഡിയുടെ ആക്സിലറേഷൻ, ഈ വെഹിക്കിളിന്റെ ആക്സിലറേഷൻ എങ്ങോട്ടേക്കാണോ അതിന് ഓപ്പോസിറ്റിലേക്ക് ഒരു സ്യൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യും. ഇങ്ങോട്ടേക്കൊരു സ്യൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് വെഹിക്കിളിന്റെ ആക്സിലറേഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക.
അതിനെ നമ്മൾ ഇനർഷ്യ എന്നൊക്കെ പേര് വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫോഴ്സിന്റെ വാല്യൂ ഞാൻ പറയാൻ പോവാണ്. ഈ ബ്ലോക്കിന്റെ മാസ് m ആണെന്ന് വിചാരിക്കാം. ഈ വെഹിക്കിളിന്റെ ആക്സിലറേഷൻ a ആണെങ്കിൽ ബ്ലോക്കിന്റെ മാസ് ഇൻറ്റു വെഹിക്കിളിന്റെ ആക്സിലറേഷൻ അത് എത്രയാണോ അത്രയും സ്യൂഡോ ഫോഴ്സ് ഈ ബോഡിയിൽ ആക്ട് ചെയ്യും. എങ്ങോട്ടേക്ക്? വെഹിക്കിളിന് എങ്ങോട്ടേക്കാണോ ആക്സിലറേഷൻ അതിന് ഓപ്പോസിറ്റിലേക്ക്. എല്ലാവരും പഠിച്ചു വെക്കുക. ഈ ഒരു പോയിന്റ് സെറ്റാണ് ഞാൻ വിചാരിക്കുക. അപ്പൊ ഈ ഒരു ട്രെയിന് എ ആക്സിലറേഷനിൽ അങ്ങോട്ട് പോണ സമയത്ത് അതിന്റെ മാക്സിമം ആക്സിലറേഷൻ എത്രയാണ്? എ മാക്സ് ആണ്. അപ്പൊ എ മാക്സ് ആക്സിലറേഷനിൽ ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ബ്ലോക്കിൽ ഇങ്ങോട്ടേക്കായിട്ട് എന്ത് എക്സേർട്ട് ചെയ്യും? ഒരു സ്യൂഡോ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ സ്യൂഡോ ഫോഴ്സിന്റെ വാല്യൂ ബ്ലോക്കിന്റെ മാസ് m ആണെങ്കിൽ m ഇൻറ്റു എ മാക്സ് അല്ലേ? ആ സ്യൂഡോ ഫോഴ്സിന്റെ വാല്യൂ സത്യമായിട്ടും m ഇൻറ്റു എ മാക്സ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബ്ലോക്കിനെ ലെഫ്റ്റിലേക്ക് തള്ളുന്നുണ്ട് ആര്? ഈ സ്യൂഡോ ഫോഴ്സ്. ലെഫ്റ്റിലേക്ക് തള്ളുമ്പോൾ ഈ ഫ്ലോറിന്മേലൂടെ ഈ ബ്ലോക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കിടയിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. എങ്ങോട്ടേക്ക്? ഇങ്ങോട്ടേക്ക്. ബ്ലോക്ക് ഇങ്ങോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഫ്രിക്ഷൻ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. ക്ലിയർ? റെഡി? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇവരെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷന് ഞാൻ എഫ് എന്ന് വിളിക്കുകയാണ്. ഈ ബ്ലോക്കിൽ എക്സേർട്ട് ചെയ്യുന്ന ഈ സ്യൂഡോ ഫോഴ്സിനെ ഈ ഫ്രിക്ഷന് തകർക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ബ്ലോക്ക് എന്ത് ചെയ്യൂല? മൂവ് ചെയ്യൂല. ഈ ഫോഴ്സിനെ ഈ ഫ്രിക്ഷന് തകർക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ബ്ലോക്ക് അവിടെ തന്നെ ഉണ്ടാകും. എപ്പോഴാണോ ഈ ഫ്രിക്ഷനേക്കാൾ കൂടുതൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ ഈ ബ്ലോക്ക് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പൊ നമുക്ക് പറയാം അതായത് ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഉണ്ടാകാവുന്ന മാക്സിമം വാല്യൂ ആണ് μs into r എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു μs into r. ആർ ഇയാളുടെ നോർമൽ റിയാക്ഷൻ ആണ് ഈ ആറോട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇയാളുടെ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ mg, മാസ് ഇൻറ്റു ജി ആണ് വരിക. സോ μs mg എന്ന് കൊടുക്കാം ഈ ബ്ലോക്കിന്റെ കേസിൽ. അപ്പൊ μs ഇൻറ്റു mg ആണ് ഇവ ഡെവലപ്പ് ചെയ്യാവുന്ന മാക്സിമം ഫ്രിക്ഷൻ. ആ മാക്സിമം ഫ്രിക്ഷൻ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആവുക. അപ്പൊ ലിസൺ, അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോവാണ് m ഇൻറ്റു എ മാക്സ് എന്ന് പറയുന്നത് ഈ ഫ്രിക്ഷൻ എന്താവുക? ഈക്വൽ ആയാൽ മതി, അപ്പൊ പ്രശ്നമൊന്നുമില്ല, അവിടെ നിന്നോളൂ, മൂവ് ചെയ്യൂല. അപ്പൊ എന്ത് എഴുതാം നമുക്ക്? m ഇൻറ്റു എ മാക്സ് ഈസ് μs ഇൻറ്റു mg എന്നെഴുതാം. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ ഈ എമ്മും ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ വാട്ട് വിൽ ബിക്കംസ് എ മാക്സ്? എ മാക്സ് ബിക്കംസ് μs into g വരും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് μs? 0.15 into g is 10 എടുത്തോ. സോ ദ ആൻസർ ഈസ് 1.5 meter per second square. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എൻട്രൻസിന് വരാൻ ചാൻസ് ഉള്ളത് മക്കളെ നോക്ക്. എന്താണ്? ഇത്രയേ ഉള്ളൂ. ഏതൊരു ബോഡി, ഏതൊരു സ്ഥലത്തും, ഏതൊരു വെഹിക്കിൾ ആണെങ്കിലും ആ വെഹിക്കിൾ മേൽ വെച്ച ഒരു ബോഡിക്ക് മൂവ്മെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ വെഹിക്കിളിന്റെ ആക്സിലറേഷൻ μs ടൈംസ് g. ഓക്കെ, അത്ര വരെ ആക്സിലറേഷൻ ആയാൽ കുഴപ്പമില്ല. ആക്സിലറേഷൻ ഈ വാല്യൂവിനേക്കാൾ കൂടിയാൽ പിന്നെ ഈ ബ്ലോക്ക് ഇവിടെ നിൽക്കൂല, ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ആ സമയത്ത് ഈ max എന്ന ഈ ഒരു സ്യൂഡോ ഫോഴ്സ് ഇല്ലേ, ആ സ്യൂഡോ ഫോഴ്സ് ഈ ഫ്രിക്ഷനേക്കാളും എന്ത് ചെയ്യും? കൂടും. ആ സമയത്ത് ഈ ബ്ലോക്ക് ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഓൾ ഓഫ് യു ക്ലിയർ? വേഗം പറഞ്ഞേ, യെസ് ഓർ നോ? യെസ് ഓർ നോ? സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലാവർക്കും ഓക്കെ ആണോ? ദിസ് ഈസ് ക്വസ്റ്റ്യൻ ബി. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ലോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. രണ്ടും ഒന്ന് തന്നെയാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യെസ് ഓർ നോ? വേഗം കമന്റ് ചെയ്തേ. യെസ്, വേഗം കമന്റ് ചെയ്യ്. ഓക്കെ, സെറ്റാണ്, എല്ലാവർക്കും ഓക്കെ ആണ്? Yes. So next one. A large force acting for a short intervals of time is called impulsive force. നമുക്കറിയാം ഒരു ബോഡിയിലേക്ക് ഒരു വലിയ ഫോഴ്സ് ചെറിയ ഇന്റർവൽസ് ഓഫ് ടൈമിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്നാണ് വിളിക്കുക. ഇപ്പൊ ഒരു ഒരു ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ബോളിനെ അടിച്ചു തെറിപ്പിക്കുമ്പോൾ ബാറ്റുമായി ആ ബോൾ കോണ്ടാക്ട് വരുന്ന ടൈം വളരെ ചെറുതാണ്.
എന്നാൽ ആ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ആ ബോളിലേക്ക് കിട്ടുന്ന ഫോഴ്സ് എന്താ വളരെ വലുതാ. അപ്പം ഒരു ബോഡിക്ക് ഷോർട്ട് ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ലാർജ് ഫോഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കാം. ഒരു ആണി നെയിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഹാമർ വെച്ച് അടിക്കുന്ന സമയത്ത് അതിന്റെ മുകളിലേക്ക് കിട്ടുന്ന ഫോഴ്സ് എന്താണ്? ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. ലാർജ് എമൗണ്ട് ഫോഴ്സ് ഷോർട്ട് ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ലഭിക്കുന്നു. ഓക്കെ, എന്തായാലും വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഇമ്പൾസ്? മക്കളെ, ആദ്യം നമ്മൾ ഇമ്പൾസിന്റെ എക്സ്പ്രഷൻ എന്താന്നുള്ളത് പഠിച്ചു വെക്കണം. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ഡ്യൂറേഷൻ. എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ഡ്യൂറേഷൻ. ഇതെന്തിന്റെ ഇക്വേഷനാ? ഇമ്പൾസിന്റെ ഇക്വേഷനാ. ദാറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, m into v minus u എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു mv minus mu എന്ന് പറയാം. അതാണ് ചേഞ്ച് ഇൻ മൊമെന്റം. എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ ഇമ്പൾസ് പറഞ്ഞ എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഫോഴ്സ് ഇൻറ്റു എന്താണ്? ടൈം ഡ്യൂറേഷൻ ആണ്. ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പൾസിന് എന്ത് ചെയ്യാം? യൂട്ടിലൈസ് ചെയ്യാം. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് SI യൂണിറ്റ് ഓഫ് ഇമ്പൾസ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് 2 billiards ball each of mass 0.05 kilogram moving in opposite direction with speed 6 meter per second collide and rebound with the same speed. What is the impulse imparted to each ball due to the other? So B question മക്കൾ ശ്രദ്ധിക്കണം. 2 billiards ball each of mass തന്നിട്ടുണ്ട്. എത്രയാണ്? m is equal to 0.05 kg ആണ്. മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഈ 2 ബില്യാർഡ്സ് ബോളും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ് വിത്ത് സ്പീഡ് 6 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇയാളും 6 മീറ്റർ പെർ സെക്കൻഡിലാണ്, ഇയാളും 6 മീറ്റർ പെർ സെക്കൻഡിലാണ്. ആൻഡ് റീബൗണ്ട്, കൂട്ടിമുട്ടി പിന്നെ തിരിച്ചു പോകുന്നു വിത്ത് ദ സെയിം സ്പീഡ്. കൂട്ടിമുട്ടി ഇവർ തിരിച്ചു പോകുന്ന സ്പീഡും എന്തെന്നെയാണ്? 6 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ അവർ തിരിച്ചു പോകുന്നത് അല്ലേ? യെസ്. അപ്പൊ കൊളീഷന് ശേഷം പോകുന്ന സ്പീഡ് 6 മീറ്റർ പെർ സെക്കൻഡ്. നൗ what is the impulse imparted to each ball due to the other? ഓരോ ബോളും മറ്റേന്റെ മുകളിൽ ഇമ്പാർട്ട് ചെയ്യുന്ന ഇമ്പൾസ് എന്താണ്? അടാ മക്കളെ, ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്താ? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നല്ലോണം ശ്രദ്ധിക്കുക, നമുക്ക് ഇവന്റെ ഇമ്പൾസ് കാണാം. ഓക്കെ, എത്ര നമുക്ക് നോക്കാം. സോ ഇവന്റെ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒന്ന് കണ്ടാൽ മതി, ആരുടെയായാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇവന്റെ സെക്കൻഡ് വണ്ട് കാണാം. ഫസ്റ്റ് വണ്ട് ആക്കണ്ട, സെക്കൻഡ് വണ്ട് ആയിക്കോട്ടെ, അവന്റെ കാണാം. അവന്റെ ഇമ്പൾസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ മാസ് ഇൻറ്റു അവന്റെയും ഇവന്റെയും ഒക്കെ മാസ് സെയിം തന്നെ. എത്ര മാസ്? 0.05 ഇൻറ്റു ഇവന്റെ ഫൈനൽ വെലോസിറ്റി അങ്ങോട്ടേക്കാ, റൈറ്റിലേക്കാ. ഇവൻ വരുന്ന ഇങ്ങോട്ടേക്കാ, തിരിച്ചു പോണ അങ്ങോട്ടേക്കാ. ശരിയല്ലേ? അപ്പൊ അവന്റെ ഫൈനൽ വെലോസിറ്റി എന്താ? 6. എന്ത് 6? +6. കാരണം എന്താ? റൈറ്റിലേക്ക് ആയതുകൊണ്ട്. സോ ഞാൻ അവന് കൊടുക്കുക, വെലോസിറ്റിക്ക് +6 എന്ന് കൊടുത്തു. മൈനസ് മാസ് 0.05 ഇൻറ്റു ഇവന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഇങ്ങോട്ടേക്ക് 6 ആ. അപ്പൊ എന്താ വരിക? -6 എന്നാ വരിക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ എന്താ വരിക? 6 ഇൻറ്റു 0.05 മൈനസ് പ്ലസ് ആയി, വീണ്ടും 6 ഇൻറ്റു 0.05. ഇതെന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. എത്രയാണോ ഉത്തരം കിട്ടുക അത്രയും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ എഴുതി വെക്കുക. ദാറ്റ് ഈസ് എ ഫൈനൽ ആൻസർ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ പറഞ്ഞു. റൈറ്റ്? എവരിബഡി ക്ലിയർ? യെസ് ഓർ നോ? 0.2 times, yes, 0.6 ns ആണ് വരിക. ന്യൂട്ടൺ സെക്കൻഡിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് വരിക. ആൻസർ യെസ്. വൈഷ്ണവി എൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് മക്കളെ. നമ്മൾ ഇവന്റേതാണ് ഇമ്പൾസ് കാണുന്നത് എങ്കിൽ, ഇവന്റെ ഇമ്പൾസ് ആണ് കാണുന്നത് എങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമ്പൾസ് നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. ഇതേ വാല്യൂ ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ ഇയാളുടെ ഇമ്പൾസ് കാണുമ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടും. അപ്പൊ ഇയാളുടെ പോസിറ്റീവ് കിട്ടിയാൽ ഇയാളുടെ ഇമ്പൾസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. യെസ് മക്കളെ, ഓക്കെ ആണോ? ഒന്ന് വേഗം കമന്റ് ചെയ്തേ, യെസ് ഓർ നോ. പെട്ടെന്ന് കമന്റ് ചെയ്യ്. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ഓക്കെ ആണോ? സെറ്റ് ആണോ? എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കാം കേട്ടോ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ ശ്രദ്ധിക്ക. യെസ്. നോക്ക്, എന്താ അടുത്ത ക്വസ്റ്റ്യൻ?
A light bullet is fired from a heavy gun. ഒരു ലൈറ്റ് ബുള്ളറ്റ് ഒരു ഹെവി ഗണ്ണിന്ന് വെടിവെക്കുന്നു. ചൂസ് ദ കറക്റ്റ്. സ്പീഡ് ഓഫ് ദി ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ. മക്കളെ ഒരിക്കലും അല്ല. ഇവിടെ നോക്ക്, ബുള്ളറ്റ് ഫയറിംഗ് പ്രോസസ്. ബുള്ളറ്റ് ഫയറിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ ബേസിസിലേ നടക്കുമോ? നിങ്ങൾക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന്റെ ബേസിലേ നടക്കുള്ളൂ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. മക്കളെ നോക്കടാ, ഈ ഒരു ഗണ്ണിന്റെ ഉള്ളിൽ നിന്നും ആര് പുറത്തേക്ക് പോകുന്നു? ഒരു ബുള്ളറ്റ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ബുള്ളറ്റിന്റെ മാസ് സ്മോൾ എം ആണ്, ബുള്ളറ്റ് പോകുന്ന വെലോസിറ്റി സ്മോൾ വി ആണ്, ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. വി ഗണ്ണ് ബാക്കോട്ടേക്ക് റീകോയിൽ ചെയ്യും. ദാറ്റ് ഈസ് റീകോയിൽ വെലോസിറ്റി ക്യാപിറ്റൽ വി. ഇവിടെ based on conservation of linear momentum we can write എന്തെഴുതാം മക്കളെ? ഇൻഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. recoil velocity of gun is equal to minus ബുള്ളറ്റിന്റെ മാസ് into ബുള്ളറ്റിന്റെ വെലോസിറ്റി divided by ഗണ്ണിന്റെ മാസ്. ഇതാണ് recoil velocity of this gun. ഓക്കെ, ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം അതിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഇക്വേഷൻ ആണ്. ഫയറിംഗ് പ്രോസസ്സ് ഇന്റേണൽ ഫോഴ്സ് കൊണ്ടാണ്, എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ ഫയറിങ്ങിന് മുൻപ് എത്ര മൊമെന്റ് ഉണ്ടോ അത്ര തന്നെ മൊമെന്റ് ഉണ്ടാവണം ഫയറിങ്ങിന് ശേഷവും. അപ്പൊ ഫയറിംഗ് നടന്നു കഴിഞ്ഞാൽ ഈ ബുള്ളറ്റ് റൈറ്റിലേക്ക് പോകുന്നതുകൊണ്ട് ഇതിന് റൈറ്റിലേക്ക് ഒരു മൊമെന്റ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യണമെങ്കിൽ ഈ ഗൺ എന്ത് ചെയ്യണം? പുറകോട്ടേക്ക് പോകണം. അപ്പൊ ഗണ്ണ് പുറകോട്ടേക്ക് ഒരു മൊമെന്റം ഉണ്ടാക്കും. ആ രണ്ട് മൊമെന്റങ്ങളും എന്താ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവണം. അപ്പോഴേ ആ മൊമെന്റത്തിന് നെറ്റ് എന്താവുള്ളൂ? 0 ആവുള്ളൂ. അപ്പോഴേ മൊമെന്റ് എന്ത് ചെയ്യുള്ളൂ? കൺസേർവ് ആവുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിയത്. സോ ദിസ് വി ഈസ് നോൺ ആസ് recoil velocity of gun. ആയിക്കോട്ടെ, ഇനി മക്കൾ നോക്ക്, സ്പീഡ് ഓഫ് ദി ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ ആണോ? ഇതാണ് ഗണ്ണിന്റെ സ്പീഡ്, ഇതാണ് ബുള്ളറ്റിന്റെ സ്പീഡ്. രണ്ടും ഈക്വൽ ആണോ? അല്ല. ഗണ്ണിന്റെയും ബുള്ളറ്റിന്റെയും മാസ് സെയിം ആണെങ്കിൽ രണ്ടിന്റെയും സ്പീഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് തെറ്റാണ്. ചൂസ് ദ കറക്റ്റ് എന്ന് പറഞ്ഞത്. സോ ദിസ് ഇസ് റോങ് സ്റ്റേറ്റ്മെന്റ്. Momenta of the bullet and gun are equal in magnitude and opposite in direction. ഞാൻ പറഞ്ഞു, ഈ ബുള്ളറ്റ് റൈറ്റിലേക്ക് പോകുന്ന മൊമെന്റം എത്രയാണോ അത്ര തന്നെ മൊമെന്റത്തിൽ ഈ ഗൺ എന്ത് ചെയ്യണം? ലെഫ്റ്റിലേക്കും പോകണം. എന്നാലേ രണ്ട് മൊമെന്റും എന്താവുള്ളൂ? ക്യാൻസൽ ഔട്ട് ചെയ്യുള്ളൂ. ഓക്കെ, സോ മക്കളെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൊമെന്റ ഓഫ് ദി ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ഈസ് കറക്റ്റ്. നെക്സ്റ്റ്, മൊമെന്റ ഓഫ് ദി ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ. ഗണ്ണിന്റെയും ബുള്ളറ്റിന്റെയും മൊമെന്റ് എന്താണ്? ഈക്വൽ ആണ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. ശരിയല്ല മക്കളെ, തെറ്റാണ്. വെലോസിറ്റി ഓഫ് ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ, തെറ്റാണ്. ഓക്കെ, വെടിവെക്കുമ്പോ ബുള്ളറ്റ് പോകുന്ന സ്പീഡിൽ ഗണ്ണ് പുറകോട്ടേക്ക് വരുമോ? അങ്ങനെ വരികയാണെങ്കിൽ ആദ്യം വെടിവെച്ചാലേ മരിക്കുക. യെസ്, നെക്സ്റ്റ്. ഇതും തെറ്റാ. സോ ആൻസർ ഈസ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. നെക്സ്റ്റ്, ബൈ യൂസിങ് എ സ്യൂട്ടബിൾ കൺസർവേഷൻ ലോ ഇൻ ഫിസിക്സ് പ്രൂവ് യുവർ ആൻസർ. ഓക്കെ, അപ്പൊ ഏതാ അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യം? ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യം ഏതാ? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. അതെന്താന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നൗ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ നോക്ക്, ആദ്യം നിങ്ങൾ ഒരു ഗണ്ണ് വരയ്ക്കുക. ഉള്ളിൽ ആരെ കാണിക്കുക? ബുള്ളറ്റിനെയും കാണിക്കുക. ഇത് ബിഫോർ ഫയറിംഗ്. ഇതെന്താണ്? ബിഫോർ ഫയറിംഗ് എന്ന് കാണിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ ഇത് കാണിക്കുക, ബുള്ളറ്റ് പിന്നെ ഗണ്ണ് കാണിക്കുക. ഇവിടെ ഉണ്ട പുറത്തേക്ക് പോകുന്നത് കാണിക്കുക. സ്മോൾ വി വെലോസിറ്റിയിൽ, ഇവന്റെ മാസ് എം, ഇതിന്റെ മാസ് ക്യാപിറ്റൽ എം, ഇയാൾ ബാക്കോട്ടേക്ക് വി വെലോസിറ്റിയിൽ പോകുന്നു. ഓക്കെ, നൗ ബിഫോർ ഫയറിംഗ്. ബിഫോർ ഫയറിംഗിൽ മക്കളെ ടോട്ടൽ മൊമെന്റം എന്താ? ടോട്ടൽ മൊമെന്റം 0 ആണ്. അപ്പൊ ആഫ്റ്റർ ഫയറിംഗ് ടോട്ടൽ മൊമെന്റം മക്കളെ എന്താ? പി ടോട്ടൽ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു, ടോട്ടൽ മൊമെന്റം വിൽ ബി ഈക്വൽ ടു ഗണ്ണിന്റെ മാസ് ഇൻറ്റു ഗണ്ണിന്റെ വെലോസിറ്റി പ്ലസ് ബുള്ളറ്റിന്റെ മാസ് ഇൻറ്റു ബുള്ളറ്റിന്റെ വെലോസിറ്റി എന്ന് എഴുതണം. നൗ ലിസൺ. അപ്പൊ നമ്മൾ പറയാണ്, അടിയിൽ നമ്മൾ ഇവിടെ കൊടുക്കാൻ പോവാണ്. അതായത് ഫയറിംഗ് പ്രോസസ് ഈസ് ഡ്യൂ ടു, ഫയറിംഗ് പ്രോസസ് വെടി വെക്കുമ്പോൾ അവിടെ വരുന്നത് ഇന്റേണൽ ഫോഴ്സാ. ഫയറിംഗ് പ്രോസസ് ഈസ് ഡ്യൂ ടു internal force. Okay, so the momentum, so അങ്ങനെ പറയാം, so there is no net external force. So there is no net external force. Okay, so its momentum then
according to law of conservation of momentum, according to law of conservation of momentum, its momentum should be conserved. Momentum should be conserved. അതിന്റെ എന്ത് കൺസർവ് ചെയ്യണം? മൊമെന്റം കൺസർവ് ചെയ്യണം. അതിന്റെ മൊമെന്റം കൺസർവ് ചെയ്യാന്ന് പറഞ്ഞാൽ ബിഫോർ ഫയറിംഗിലും ആഫ്റ്റർ ഫയറിംഗിലും എന്ത് സെയിം ആയിരിക്കണം? മൊമെന്റം സെയിം. അപ്പോൾ ആഫ്റ്റർ ഫയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതാ ടോട്ടൽ മൊമെന്റം. ബിഫോർ ഫയറിംഗ് മൊമെന്റ് എന്താ? 0 ആണ്. ഇത് കൺസർവ് ചെയ്യണം. സോ ഫ്രം ഹിയർ ക്യാപിറ്റൽ M into V is equal to minus small m into small v. From here V is equal to minus mv by capital M. This is the final answer. ഇത് എഴുതിച്ചാൽ മതി, പരിപാടി കഴിഞ്ഞു. ഓക്കെ, സോ ആ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. All of you clear, ready? മക്കളെ ഒന്ന് കമന്റ് ചെയ്തേ. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് വേഗം കമന്റ് ചെയ്തേ. Yes or no? Yes or no? Come fast. വേഗം കമന്റ് ചെയ്യട്ടെ, പെട്ടെന്ന് കമന്റ് ചെയ്യ്, വേഗം കമന്റ് ചെയ്യ്. We can move on to the next chapter. ഈ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങണം. വേഗം കമന്റ് ചെയ്യ്. Okay, yes, ready. Okay, good. Next question. മക്കളെ നോക്കടാ. Static friction opposes impending motion. Static friction എന്താ? മോഷനെ oppose ചെയ്യും. Okay, അത്രേ ഉള്ളൂ. Write the mathematical equation connecting the limiting value of static friction with normal reaction. അപ്പോൾ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും അതുപോലെ നോർമൽ റിയാക്ഷനും തമ്മിലുള്ള ബന്ധമാണ് എഴുതാൻ പറഞ്ഞത്. Fs is equal to mu s into r ആണ് ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ആൻസർ പറഞ്ഞു. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യണം. ഓക്കെ, ബോത്ത് കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട്. സത്യമാണ്. അത് കൈനറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിലും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഏത് ഫ്രിക്ഷൻ ആണെങ്കിലും ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ നോർമൽ റിയാക്ഷനെയും നേച്ചർ ഓഫ് ടു സർഫസിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യാം. റെഡി? ഓക്കെ, സോ ഈ ഫസ്റ്റ് പറഞ്ഞ സാധനം എന്താണ്? അത് കറക്റ്റ് ആണ്. ബോത്ത് കൈനറ്റിക് ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ഓൺ ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട്. കറക്റ്റ് ആണ്. നെക്സ്റ്റ്, കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ഓഫ് കോണ്ടാക്ട്. അല്ല, അത് തെറ്റാണ്. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ. അത് തെറ്റാണ്. Both kinetic and static friction depend of the area. Okay, answer is first one. Next question. A mass rests on a horizontal plane. Makale, a mass rests on a horizontal plane. Or horizontal plane mass vechitunde. Now, the plane is gradually inclined until at an angle theta. അപ്പോൾ ഈ പ്ലെയിൻ നമ്മൾ ഇങ്ങനെ ചെരിച്ചു. എത്ര ആംഗിൾ ആവുന്നവരെ ഈ പ്ലെയിനിനെ ചെരിച്ചോടാ? ഒരു തീറ്റ ആംഗിൾ ആകുന്നവരെ ഈ പ്ലെയിനിനെ ചെരിച്ചു. ഓക്കെ, മുകളിലെ ബ്ലോക്ക് ഉണ്ട് കേട്ടോ, വിത്ത് ദ ഹൊറിസോണ്ടൽ. ഓക്കെ, ദ മാസ് ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ്. അപ്പൊ ഈ മാസ് ജസ്റ്റ് എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് സ്ലൈഡ് ചെയ്യാൻ എന്ത് ചെയ്യാണ്? തുടങ്ങുകയാണ്. ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യാൻ എന്ത് ചെയ്യാണ്? തുടങ്ങുക കേട്ടോ. ഓക്കെ, നൗ show that the coefficient of static friction between the block and surface is equal to tan theta. അതായത് ഇവിടുത്തെ മ്യൂഎസ് വാല്യൂ ടാൻ തീറ്റയാണ് എന്ന് ഷോ ചെയ്യണം, പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ തിയറി ക്ലാസ് കൃത്യമായി പറയുന്ന കാര്യമാണ്. 3 മാർക്കാണ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി സിമ്പിൾ വൺ. മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഒന്നൊരു വരക്കാം. ലിസൺ, ഇതാണ് നമ്മളുടെ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇവിടെ നമ്മുടെ ബ്ലോക്കിനെ വെച്ചിട്ടുണ്ട്. ഈ ബ്ലോക്ക് ഇവന്റെ മാസ് m ആണ്, ഈ ആംഗിൾ തീറ്റയാണ്. സോ വി വാണ്ട് ടു പ്രൂവ് എന്ത്? tan theta is equal to mu s എന്ന് പ്രൂവ് ചെയ്യണം. സോ മക്കളെ ശ്രദ്ധിക്കടാ, ഇവിടെ നമുക്ക് ഇവന്റെ വെയിറ്റ് എങ്ങോട്ടേക്ക് കാണിക്കാം? ഇവന്റെ വെയിറ്റ് നമുക്ക് നേരെ എങ്ങോട്ടേക്ക് കാണിക്കാം? നേരെ താഴേക്ക് ഇവന്റെ എന്ത് വരും? വെയിറ്റ് വരും, mg. റൈറ്റ്? ഓക്കെ, നൗ ലിസൺ, ഇവിടെ നമുക്ക് ഈ ബോഡിയിൽ എന്ത് ആക്ട് ചെയ്യൂടാ? ഒരു നോർമൽ റിയാക്ഷൻ R എന്ത് ചെയ്യും? ആക്ട് ചെയ്യും, സംശയമല്ല. അതുപോലെ ഈ ബ്ലോക്ക് താഴേക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ ആ ബ്ലോക്കിന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നതാണ്. എന്താണ്? ഒരു ഫ്രിക്ഷൻ Fs ആക്ട് ചെയ്യുന്നുണ്ട്.
കാരണം ഈ ബ്ലോക്കിന് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇവന്റെ ഈ എംജിന്റെ ഒരു കമ്പോണന്റ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും, വെയിറ്റിന്റെ ഒരു കമ്പോണന്റ് ഇങ്ങോട്ടേക്കും ഉണ്ടാകും, എംജിന്റെ ഒരു കമ്പോണന്റ് ഇങ്ങോട്ടേക്കും ഉണ്ടാവും. അപ്പോൾ ഈ എംജിന്റെ ഇങ്ങോട്ടേക്കുള്ള കമ്പോണന്റ് ഇവനെ പിടിച്ച് താഴേക്ക് വലിക്കും. താഴേക്ക് വലിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് അതിന് ഓപ്പോസിറ്റിലേക്ക് ഒരു ഫ്രിക്ഷനും എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ഈ ഫ്രിക്ഷനും ഈ ഫോഴ്സും ഇതിൽ ആരാണോ വിജയിക്കുന്നത്, അതായത് ഈ എഫ് എസിന് ഈക്വൽ ആയിരിക്കും എപ്പോഴും ഈ കമ്പോണന്റ് ഉണ്ടാവുക. പക്ഷേ ഈ ആംഗിൾ കുറച്ച് കൂട്ടിക്കൊണ്ടൊരു പ്രത്യേക സമയത്ത് ഈ വാല്യൂ എഫ് എസിനേക്കാൾ, ഈ ഫ്രിക്ഷൻ, ഈ ഒരു താഴേക്കുള്ള ഈ ഫോഴ്സ് വാല്യൂ എഫ് എസിനേക്കാൾ കൂടും. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും, താഴേക്ക് മൂവ് ചെയ്യും. റൈറ്റ്? ഓക്കെ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം മക്കളെ, ഇത് തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടാവുക, 90 മൈനസ് തീറ്റ ഉണ്ടാവും. എത്ര ഉണ്ടാവും? 90 മൈനസ് തീറ്റയാണ്. ഇത് തീറ്റ ആണെങ്കിൽ ഈ ലൈൻ നേരെ ഇങ്ങോട്ട് നീട്ടിയാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയി. ഇത് തീറ്റ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ, 90 മൈനസ് തീറ്റ ഉണ്ടാവും. അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും, തീറ്റ ഉണ്ടാവും. എന്തുണ്ടാവും? തീറ്റ. അപ്പൊ എം ജിന്റെ ഈ കമ്പോണന്റ് എന്തായിരിക്കും, എം ജി തീറ്റക്ക് അടുത്തുള്ള കമ്പോണന്റ് എം ജി കോസ് തീറ്റ, എം ജി കോസ് തീറ്റ. അപ്പൊ ഈ കമ്പോണന്റ് എന്തായിരിക്കും, എം ജി സൈൻ തീറ്റ. അപ്പൊ എം ജി സൈൻ തീറ്റയാണ് ഇവൻ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്. അപ്പൊ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ആരാ, എഫ് എസ് ആണ്. റൈറ്റ് നൗ ഇപ്പം ഇയാൾ ഇങ്ങോട്ട് താഴേക്ക് എന്താ പറയാ, താഴേക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്തില്ല എന്ന അവസ്ഥ ഇങ്ങനെ നിൽക്കുകയാണ്. നൗ അറ്റ് ദിസ് ടൈം ദിസ് ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം. തൊട്ടടുത്ത നിമിഷം ഇയാൾ ഒരു അനക്കം തീറ്റ കൂട്ടി ഇയാൾ താഴേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഇപ്പം റൈറ്റ് നൗ ഇയാൾ എന്തില്ല, ഇക്വിലിബ്രിയത്തില. ഇയാൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താവണം, 0 ആവണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എം ജി നമുക്ക് വേണ്ട. എന്താ കാരണം? എം ജി വേണ്ട എന്ന് പറയാനുള്ള കാരണം എം ജി 2 കമ്പോണൻസ് ആക്കി, ഇതും ആക്കി മാറ്റി. ഇപ്പൊ ഏതൊക്കെ ഫോഴ്സ്, എഫ് എസ്, ആർ, എം ജി സൈൻ തീറ്റയും എം ജി കോസ് തീറ്റയും. സോ ഈ ബോഡി ഈ ഒരു ആക്സിസിൽ ഈ ബോഡി എന്താ, ഇക്വിലിബ്രിയാണ്. ഈ ആക്സിസിലും ബോഡി എന്താ, ഇക്വിലിബ്രിയാണ്. അപ്പൊ ഈ ഫോഴ്സും ക്യാൻസൽ ഔട്ട് ചെയ്യണം, ഈ ഫോഴ്സും ക്യാൻസൽ ഔട്ട് ചെയ്യണം. അപ്പൊ ഈ ബോഡി എന്തിലായി, ഇക്വിലിബ്രിയായി. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എഫ് എസ് ഷുഡ് ബി ഈക്വൽ ടു എം ജി സൈൻ തീറ്റ and R should be equal to mg cos theta. So ഇത് രണ്ട് equations ആണ്. Equation number 1 and equation number 2. ഇത് divide ചെയ്യാൻ പോവാ. So 1/2 becomes fs by R is equal to mg sin theta divided by mg cos theta. ഇവിടെ mgയും ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു. sin theta by cos theta tan theta ആവുന്നു മക്കളെ. അപ്പൊ എന്താ tan theta? tan theta becomes fs by r. fs by r പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ മക്കളെ, fs is equal to mu s into r എന്ന് പഠിച്ചില്ലേ. ഇവിടുന്ന് എന്താ fs by r വരിക, mu s. അപ്പൊ അവിടെ fs by r നമുക്ക് എന്ത് കൊടുക്കാം, mu s എന്ന് കൊടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യം പ്രൂവ് ആയല്ലോ, പ്രൂവ് ആയി. ഒരെന്താ പറഞ്ഞത്, tan theta എന്തിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. tan theta എന്തിന് ഈക്വൽ ആണ്, ഷോ ദാറ്റ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് mu s എന്താണ്, tan theta ക്ക് ഈക്വൽ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓൾ ഓഫ് യു ക്ലിയർ, യെസ് ഓർ നോ? ഒന്ന് വേഗം കമന്റ് ചെയ്ത് എല്ലാവർക്കും ഓക്കെ ആണോ? പെട്ടെന്ന് കമന്റ് ചെയ്ത് ഓക്കെ ആണോ? നോക്കട്ടെ. നെക്സ്റ്റ് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങാണ്. അടുത്ത ചാപ്റ്ററിന്റെ പേരാണ് വർക്ക്, എനർജി ആൻഡ് പവർ. അതിലേക്ക് കടക്കാൻ പോവാണ്. പവർ ഉണ്ടോ നോക്കട്ടെ, എല്ലാവരും നല്ല പവറിൽ നിൽക്കുകയാണോ നോക്കട്ടെ. യെസ്, വർക്ക്, എനർജി, പവറിലേക്ക് പോവാണ്. എത്ര പേർക്ക് നല്ല എനർജി, നല്ല പവർ ഉണ്ട്? നോക്കട്ടെ. യെസ്, പിന്നെ ലോസ് ഓഫ് മോഷനിൽ നമ്മൾ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അത്യാവശ്യം എല്ലാ ടോപ്പിക്സും, ഐ മീൻസ് ഏറ്റവും കൂടുതൽ എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ഏരിയാസും നമ്മൾ വൃത്തി കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. അതുമായി അനുബന്ധമുള്ള എല്ലാ കാര്യവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, സോ ഈ ഒരു ക്ലാസ് വൃത്തിക്ക് കണ്ട ആൾക്കാർക്ക് എന്തായാലും ഇതിൽ നിന്നൊരു മാർക്ക് പോവാൻ ചാൻസ് ഇല്ല. ഏകദേശം ആ ലോസ് ഓഫ് മോഷൻ എന്നുള്ള മാർക്ക് ഒരു 4 മാർക്ക് വരെ, അപ് ടു 4 മാർക്സ് ആണ്. അപ്പോൾ ഒരു 4 മാർക്സ് വരെ നിങ്ങൾക്ക് ലോസ് ഓഫ് മോഷൻ കിട്ടും.
ഇതിന് മുൻപ് നടന്ന ക്ലാസ് ഫിസിക്കൽ വേൾഡ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, സ്ട്രേറ്റ് ലൈൻ, പ്ലെയിൻ, അത്രയും ചാപ്റ്റേഴ്സിന്റെ വീഡിയോ കണ്ടവർക്ക് അതിൽ നിന്നുള്ള മാർക്കും എന്തായാലും കിട്ടും. അപ്പൊ നിങ്ങൾ എക്സാം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ വീഡിയോയിൽ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുള്ളൂ. കൃത്യമായിട്ട് പഠിച്ചാൽ മതി, സംഭവം സെറ്റാണ്, മാർക്ക് എന്തായാലും കിട്ടും, ഡോണ്ട് വറി. ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് വർക്ക്, എനർജി ആൻഡ് പവർ. മക്കൾ നോക്കണം, വർക്ക്, എനർജി ആൻഡ് പവറിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കാം. ലിസൺ, എന്താ ക്വസ്റ്റ്യൻ? An object is dropped from a height h as shown below. അതായത് ഒരു h ഹൈറ്റ് ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്? ഡ്രോപ്പ് ചെയ്യാണ്, താഴേക്ക് ഡ്രോപ്പ് ചെയ്യാണ്, h ഹൈറ്റ്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഷോ ദാറ്റ് ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ് അറ്റ് പോയിന്റ്സ് എ, ബി ആൻഡ് സി. അപ്പോൾ ഇതാണ് എ എന്ന പോയിന്റ്, ഇതാണ് ബി എന്ന പോയിന്റ്, ഇതാണ് സി എന്ന പോയിന്റ്. ഈ 3 പോയിന്റുകളിലും എനർജി എന്ത് എനർജിയാ? ടോട്ടൽ എനർജി കൺസർവ് ചെയ്യും എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യണം. 3 മാർക്കാണ്. വളരെയധികം ചാൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഓക്കെ, നൗ ലിസൺ. അപ്പൊ ഈ ബോൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. സോ ഈ ബോഡി താഴേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. ഇനി മക്കളെ നോക്കടാ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? കൺസർവേഷൻ ഓഫ് എനർജി എന്ന ടോപ്പിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അത് വൃത്തിക്കാട് ചെയ്യുക, അത്ര തന്നെ. വേറെ ഇതിൽ ഫിഗറിൽ വേറെന്തോ ഇത് എച്ച് ആണെന്നും കൊടുത്തിട്ടുണ്ട്, ഞാൻ മാർക്ക് ചെയ്ത് വെക്കാം. സോ ദിസ് ഹൈറ്റ് ഈസ് സ്മോൾ എച്ച് എന്നും കൊടുത്തിട്ടുണ്ട്. നൗ ലിസൺ മക്കളെ, അറ്റ് എ എന്ന പോയിന്റിൽ, മക്കളെ അറ്റ് എ എന്ന പോയിന്റിൽ നമ്മുടെ ബോഡി ഉള്ളത് ക്യാപിറ്റൽ എച്ച് ഹൈറ്റിലാണ്. അതുകൊണ്ട് നമ്മുടെ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി എത്രയുണ്ടാവുക? mgh. ഇതാണ് ഈ ബോഡിയുടെ ഇപ്പോഴത്തെ എന്ത്? പൊട്ടൻഷ്യൽ എനർജി. ഈ ബോഡി താഴേക്ക് ഡ്രോപ്പ് ചെയ്യായതുകൊണ്ട് അവന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും, ശരിയല്ലേ? ഇപ്പൊ u 0 ആണ്, ഇവന്റെ ഇനീഷ്യൽ വെലോസിറ്റി. എ എന്ന പോയിന്റിൽ അവന്റെ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് അവന്റെ കൈനറ്റിക് എനർജിയും എന്തായിരിക്കും? 0. കാരണം എന്താ? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു യു സ്ക്വയർ അല്ലെങ്കിൽ വി സ്ക്വയർ. ഇവിടെ വെലോസിറ്റി എന്താ? 0. സോ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 0 സ്ക്വയർ 0. സോ കൈനറ്റിക് എനർജി 0 ആയതുകൊണ്ട് ടോട്ടൽ എനർജി ഉണ്ടാവുക പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആണ്. അതുകൊണ്ട് ടോട്ടൽ എനർജി ബിക്കംസ് mgh പ്ലസ് 0. സോ ഇറ്റ്സ് ടോട്ടൽ എനർജി ഈസ് mgh എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ടോട്ടൽ എനർജി അറ്റ് എ എന്താണ്? mgh ആണെന്നുള്ളത് മനസ്സിലായി, ആയിക്കോട്ടെ. ഇനി അടുത്തത് അറ്റ് ബി. നമ്മൾ ബിയിലേക്ക് ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ, ബിയിലേക്ക് നോക്കുമ്പോൾ മക്കളെ, ബിയിലേക്ക് നോക്കുമ്പോൾ ഈ ബോഡി ഇപ്പൊ എത്ര ഹൈറ്റിലുള്ളത്? സ്മോൾ എച്ച് ഹൈറ്റിലാണ്. സ്മോൾ എച്ച് ഹൈറ്റിലായതുകൊണ്ട് അയാളുടെ ആ സമയത്തെ പൊട്ടൻഷ്യൽ എനർജി ബിക്കംസ് mg ഇൻറ്റു സ്മോൾ എച്ച് ഉണ്ടാവുക. mg സ്മോൾ എച്ച് ഇയാളുടെ പൊട്ടൻഷ്യൽ എനർജി. കൂടാതെ ഇയാൾക്ക് താഴേക്ക് ഇപ്പോൾ ഒരു വെലോസിറ്റി v ഉണ്ട്. ഓക്കെ, നൗ എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ അയാൾ സഞ്ചരിച്ച ദൂരം ക്യാപിറ്റൽ എച്ച് മൈനസ് എച്ച് ആണ്, ശരിയല്ലേ? ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള മോഷൻ കൺസിഡർ ചെയ്യുക. ആ ഒരു മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന ഇക്വേഷൻ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി, ഇത് ഇനീഷ്യൽ വെലോസിറ്റി, ഇതാ ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പൊ എന്താ മക്കളെ? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ വരിക? യു സ്ക്വയർ പറഞ്ഞ 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഈ ബോഡി താഴേക്ക് വീഴുമ്പോൾ അതിന്റെ ആക്സിലറേഷൻ g ആണ്. സോ എക്ക് g എന്ന് കൊടുക്കാം. ഡിസ്റ്റൻസ് കവേർഡ് എത്രയാ? h മൈനസ് h ആണ്. സോ h മൈനസ് h എന്ന് കൊടുക്കാം. ആർക്ക്? അപ്പൊ വി സ്ക്വയറിന് എന്ത് കിട്ടി മക്കളെ? 2g into h minus h എന്ന് കിട്ടി, right? Now what is kinetic energy at that point? That is equal to half into avante mass into ividthe velocity in square v square. That is equal to half into m into what is v square? That is 2g into h minus h. ഈ 2 ക്യാൻസൽ ഔട്ട് ആകും. അത് രണ്ടും ക്യാൻസൽ ഔട്ട് ആകുമ്പോൾ ബാക്കി ആരാണ്ടാവുക? mg ഉണ്ട്, h മൈനസ് h ഉണ്ട്. That is equal to ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ mgh മൈനസ് mgh എന്ന് കിട്ടും.
ഇതാണ് kinetic energy. Now what is total energy? Total energy is equal to potential energy plus kinetic energy is equal to, what is potential energy? mgh. mgh മക്കളെ mgh plus what is kinetic energy? This term mg capital H minus mg small h. ഇത് രണ്ടും ക്യാൻസൽ ഔട്ട് ആകും. ബാക്കി എന്താ ഉണ്ടാവുക? ബാക്കി ഉണ്ടാവുക mg ക്യാപിറ്റൽ h. അപ്പൊ മക്കളെ ഏത് പോയിന്റിൽ? ബി എന്ന പോയിന്റിൽ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ എനർജി എന്ത് കിട്ടി? mg ക്യാപിറ്റൽ h. എയിലും അതെന്നെ കിട്ടി. ഇനി സിയിലും അതെന്നെ ടോട്ടൽ എനർജി എന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് 3 മാർക്ക് നമ്മുടെ കയ്യിലേക്ക് വീഴും. അപ്പൊ ഞാൻ അടുത്ത പോയിന്റ് കൺസിഡർ ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് അറ്റ് സി. അറ്റ് സി. സി എന്ന പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ സി എന്ന പോയിന്റ് ഇവിടെയാണ്. ഇവിടെ എത്തുമ്പോൾ ഹൈറ്റ് ഇല്ല. അതുകൊണ്ട് അവന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താ മക്കളെ? അത് 0. ഇനി അവന്റെ കൈനറ്റിക് എനർജി എന്താന്നുള്ളത് കാണണം. അതെങ്ങനെ കാണുക? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി ഡാഷ് സ്ക്വയർ എന്നെടുക്കാം. അതായത് പാർട്ടിക്കിൾ ഇവിടെ എത്തുന്ന സമയത്ത് അവന്റെ വെലോസിറ്റി നിങ്ങൾ വി ഡാഷ് എന്നെടുത്തോ. എത്ര എടുത്തോ? വി ഡാഷ്. ഓക്കെ. നൗ ഈ ഒരു പാർട്ടിക്കിളിന്റെ എ മുതൽ സി വരെയുള്ള ഫ്രീ ഫോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. എ മുതൽ സി വരെയുള്ള ഫ്രീ ഫോൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു റീജിയനിൽ ഞാൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ഫൈനൽ വെലോസിറ്റി ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി അപ്പൊ എന്താ? വി ഡാഷ് സ്ക്വയർ ആണ് വരിക. ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി, അവിടുത്തെ വെലോസിറ്റി എന്താ? 0 സ്ക്വയർ പ്ലസ് 2 into acceleration is g ആണ്. s ഇവിടുന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അത് h ആണ്. അപ്പോൾ 2gh എന്ന് വരും. ഫ്രം ഹിയർ വാട്ട് ഈസ് v dash സ്ക്വയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2gh ആണ്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2gh എന്ന് വരികയും ഈ 2 ക്യാൻസൽ ഔട്ട് ആകും. സോ mgh ആണ് എന്ത് വരിക? കൈനറ്റിക് എനർജിന്റെ എക്സ്പ്രഷൻ വരിക. സോ വാട്ട് ഈസ് ടോട്ടൽ എനർജി? ദാറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് kinetic energy is equal to 0 plus mgh. So we will get mgh as total energy. അപ്പോൾ 3 കേസിലും ടോട്ടൽ എനർജി എന്താ മക്കളെ? കൺസേർവ്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യം എന്തായി? ഇവർ പറഞ്ഞ കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. എന്ത്? ടോട്ടൽ എനർജി 3 പോയിന്റിലും കൺസേർവ്ഡ് ആണുള്ള കാര്യം. ഇത് എഴുതി വെച്ചാൽ മതി. മാർക്കായി. എല്ലാവർക്കും ഓക്കെ ആണോടാ? യെസ് ഓർ നോ? ഞാൻ പറഞ്ഞേ യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? Yes, 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 yes. മക്കളെ ഓക്കെ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ ആണ്. മറിയം BTHL MRYM BT നെഗറ്റീവ് ജി നെഗറ്റീവ് ആവില്ലേ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ജി നെഗറ്റീവ് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ജി വേണമെങ്കിൽ നെഗറ്റീവ് എടുക്കാം, നോ ഇഷ്യൂസ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒറ്റ കാര്യമുണ്ട്. ശ്രദ്ധിക്ക്. ഇവിടെ നിങ്ങൾ ഈ ജി നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ, അതായത് എ എന്റെ വില ജി താഴേക്കായതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഈ ജി നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ ഈ എച്ച് മൈനസ് എച്ച് എന്ന ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ഇല്ലേ, അതും നിങ്ങൾ നെഗറ്റീവ് എടുക്കണം. അപ്പൊ ഈ ജിയും നെഗറ്റീവ്, ഈ ടേമും നെഗറ്റീവ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് എന്താകും? പോസിറ്റീവ് ആകും. അതുകൊണ്ട് നിങ്ങൾ ജിക്ക് നെഗറ്റീവ് എടുത്താലും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ജിക്ക് നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇതിനെന്ത് കൊടുത്തോളണം? നെഗറ്റീവ് കൊടുത്തോളണം. ഞാൻ ഈ ഒരു കേസിൽ കൺസിഡർ ചെയ്തത് എന്താ അറിയോ? താഴേക്കുള്ള ഒക്കെ പോസിറ്റീവ് എന്ന്. താഴേക്കുള്ള ഒക്കെ പോസിറ്റീവ് കൺസിഡർ ചെയ്യുമ്പോൾ താഴേക്കുള്ള ഡിസ്പ്ലേസ്മെന്റും പോസിറ്റീവ്, താഴേക്കുള്ള ആക്സലറേഷനും പോസിറ്റീവ്, താഴേക്കുള്ള വെലോസിറ്റിയും പോസിറ്റീവ്. അങ്ങനെ എനിക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇവിടെ മുകളിലേക്ക് ഒന്നും വരുന്നില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം മക്കളെ? കൺസിഡർ ചെയ്യാൻ പറ്റും. നല്ല ക്വസ്റ്റ്യൻ ആണ്. ആര് ചോദിച്ചത്? നേരത്തെ ആരായിരുന്നു? MRYM BTHL ചോദിച്ചു കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ മുകളിലേക്കുള്ള ഒക്കെ പോസിറ്റീവ്, താഴേക്കുള്ള ഒക്കെ നെഗറ്റീവ് എന്ന കോൺസെപ്റ്റിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഈ എക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് കൊടുക്കാം, മൈനസ് ജി എന്ന് കൊടുക്കാം. അപ്പൊ താഴേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ആയ എച്ച് മൈനസ് എച്ചിനും എന്ത് കൊടുത്തോളണം? മൈനസ് കൊടുത്തോളണം. അപ്പൊ നെഗറ്റീവും കൂടി എന്തായിക്കോളും? പോസിറ്റീവ് ആയിക്കോട്ടോ. ഓക്കെ, റെഡി? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two bodies of masses m1 and m2 have the same linear momentum. രണ്ട് ബോഡികൾ ഉണ്ട്. m1 മാസ് ഉള്ള ഒരു ബോഡിയും ഉണ്ട്,
M2 മാസ്സുള്ള ഒരു ബോഡിയുമുണ്ട്, M1 മാസ്സുള്ള ബോഡിയുമുണ്ട്, M2 മാസ്സുള്ള ബോഡിയുമുണ്ട്. രണ്ടാളുടെയും മൊമെന്റം എന്താ? സെയിം. അപ്പൊ രണ്ടാൾക്കും സെയിം എന്താണ്? മൊമെന്റം ആണ്. നൗ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ കൈനറ്റിക് എനർജീസ്? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം. മക്കളെ പഠിക്കുക. P is equal to root of 2mke. ഓക്കെ, ഇത് എന്താ റിലേഷൻ ചോദിച്ചാൽ ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റവും അയാളുടെ കൈനറ്റിക് എനർജിയും മാസും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇനി ഇങ്ങനെ എഴുതാം, കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഇസ് ഈക്വൽ ടു P²/2m. ഇങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ രണ്ട് ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഇയറിലും ആവശ്യമുണ്ട്, സെക്കൻഡ് ഇയറിലും ആവശ്യമുണ്ട്. ഓക്കെ, സോ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ പറയാൻ പോവാണ് ഇവരെ കൈനറ്റിക് എനർജിന്റെ റേഷ്യോ ചോദിച്ച്. അപ്പൊ ഞാൻ പറയാണ് കൈനറ്റിക് എനർജി ഓഫ് ഫസ്റ്റ് ബോഡി ബൈ കൈനറ്റിക് എനർജി ഓഫ് സെക്കൻഡ് ബോഡി ഇസ് ഈക്വൽ ടു. ഫസ്റ്റ് ബോഡിന്റെ കൈനറ്റിക് എനർജി നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഒന്നാമത്തോന്റെ മൊമെന്റം സ്ക്വയർ ബൈ 2 ടൈംസ് അവന്റെ മാസ് എന്ന് എഴുതാം. ശരിയല്ലേ? ബൈ രണ്ടാമത്തോന്റെ കൈനറ്റിക് എനർജി നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? അവന്റെ മൊമെന്റം സ്ക്വയർ ബൈ 2 ടൈംസ് അവന്റെ മാസ് എഴുതാം. എന്തുകൊണ്ടാ? ഇവനും പി എന്ന് കൊടുത്ത് രണ്ടാളി മൊമെന്റം സെയിം ആയതുകൊണ്ട്. സോ ആ രണ്ട് മൊമെന്റും എന്താ ഇവിടെ കട്ടാവും. ഈ 2ഉം 2 എന്താ ഇവിടെ കട്ടാവും. ഈ M2 മുകളിൽ കയറുമ്പോൾ ആൻസർ എന്താകും? M2/M1 എന്ന് വരും. സോ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ കൈനറ്റിക് എനർജീസ്? ദാറ്റ് ഈസ് M2/M1. ആൻസർ കിട്ടി. എല്ലാവർക്കും ഓക്കെ ആണോ? സോ ഇതിന്റെ ആൻസർ ആയി. റെഡി? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തതിലേക്ക് ഞാൻ നീങ്ങാൻ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ സൈൻ ഓഫ് വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് കേസസ്. ഈ ഓരോ കേസിലും വർക്ക് ഡണിന്റെ സൈൻ പോസിറ്റീവ് വർക്കാണോ, നെഗറ്റീവ് വർക്കാണോ, സീറോ വർക്കാണോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾ പറഞ്ഞോളണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വർക്ക് ഡൺ ബൈ എ മാൻ ഇൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് എ വെൽ. അതായത് ഒരു മനുഷ്യന് ഒരു കിണറ്റിൽ നിന്നും ഒരു ബക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് പൊക്കുന്നുണ്ട്. ഒരാൾ ഈ ബക്കറ്റിനെ കിണറിൽ നിന്നും മുകളിലേക്ക് പൊക്കുകയാണ്. ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് എ വെൽ എന്ന് പറഞ്ഞാൽ എന്താ? കിണറിൽ നിന്നും മുകളിലേക്ക് പുറത്തേക്ക് എന്ത് ചെയ്യുക? ഈ ഒരു ബക്കറ്റിനെ വലിച്ചെടുക്കുകയാണ്. സോ അയാൾ ചെയ്യുന്ന വർക്കാ വർക്ക് ഡൺ ബൈ എ മാൻ. അയാൾ ചെയ്യുന്ന വർക്കാ കാണേണ്ടത്. അയാൾ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാ? മുകളിലേക്ക്. ഓക്കെ, സോ മക്കളെ യെസ്. അപ്പൊ അയാള് ഈ ബക്കറ്റിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാ? മുകളിലേക്ക്. ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? മുകളിലേക്ക്. അയാൾ ബക്കറ്റിൽ കൊടുക്കുന്ന ഫോഴ്സ് മുകളിലേക്ക്. ഈ ബക്കറ്റിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റും എങ്ങോട്ടേക്കാ? മുകളിലേക്ക്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ പിന്നെ നോക്കണ്ട, അതെന്താണ്? പോസിറ്റീവ് വർക്കാണ്. പോസിറ്റീവ് വർക്കാണ്. സോ ഒന്നാമത്തെ കേസിൽ എന്ത് വർക്കാ? പോസിറ്റീവ് വർക്കാണ്. രണ്ടാമത്തെ കേസിലേക്ക് നമ്മൾ പോകുമ്പോൾ work done by friction on a body sliding down an inclined plane. Okay, എന്താ പറഞ്ഞത്? ലിസൺ, ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു ബോഡി ഇങ്ങനെ നിരങ്ങി താഴേക്ക് വീഴുന്നുണ്ട്. ഈ കേസിൽ ആര് ചെയ്യുന്ന വർക്കാ ചോദിച്ചത്? ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്കാ. മക്കളെ ഇവിടെ ഫ്രിക്ഷൻ എങ്ങനെ ആക്ട് ചെയ്യുക? ഫ്രിക്ഷൻ ഇങ്ങനെയല്ലേ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക? ആണ്. ബോഡി മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റിലേക്കാ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് അങ്ങോട്ടേക്ക്. ബോഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടേക്കാ? ഇങ്ങോട്ടേക്കാ ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റൂടാ, എന്ത് പറയാൻ പറ്റൂടാ? എന്ത് പറയാം? ഇതെന്ത് വർക്കാണ്? നെഗറ്റീവ് വർക്കാ. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് വർക്കാണ്. ക്ലിയർ? അപ്പോൾ എ പറഞ്ഞു, ബി പറഞ്ഞു. ഇനി അടുത്ത കേസ് മക്കൾ പറയണ ഏതാ? അടുത്ത കേസ് എന്താ? വർക്ക് ഡൺ ബൈ an applied force on a body moving on a rough horizontal plane. So C കേസ് എന്താ പറഞ്ഞത്? വർക്ക് ഡൺ ബൈ an applied force. സോ ഇതൊരു ബോഡിയാണ്. വർക്ക് ഡൺ ബൈ an applied force. ഈ ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്കാ കാണേണ്ടത്. അത് എങ്ങനെയാ പോണത്? ഓൺ എ ബോഡി മൂവിങ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. ഈ റഫ് പ്ലെയിനിലൂടെ ഈ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. സോ ഫോഴ്സ് അങ്ങോട്ട് കൊടുത്താൽ ബോഡി മൂവ് ചെയ്യുക അങ്ങോട്ടേക്ക് തന്നെ. സോ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ഇതും എന്ത് വർക്കാ മക്കളെ? പോസിറ്റീവ് വർക്കാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ്
work done by the resistive force of air on a vibrating pendulum. ഒരു പെൻഡുലം വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് ആര് ചെയ്യുന്ന വർക്കാ ചോദിച്ചത്? വർക്ക് ഡൺ ബൈ ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ. എയറിന്റെ റെസിസ്റ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്കാ ചോദിച്ചത്. മക്കളെ, ഈ പെൻഡുലം റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ എയറിന്റെ റെസിസ്റ്റീവ് ഫോഴ്സ് എങ്ങോട്ടേക്കാ ഉണ്ടാവുക? ലെഫ്റ്റിലേക്കാ ഉണ്ടാവുക. അപ്പൊ ഈ പെൻഡുലത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടേക്കാകുമ്പോൾ ഓക്കെ, എയറിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ലെഫ്റ്റിലേക്കായിരിക്കും. അപ്പൊ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എപ്പോഴും എന്തായിരിക്കും? ഒപ്പോസിംഗ് ആണ്, മീൻസ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും എന്ത് വർക്കാ മക്കളെ വരിക? നെഗറ്റീവ് വർക്കാണ് വരിക. അപ്പൊ എ എന്ന കാര്യം, എ പോസിറ്റീവ് വർക്കാണ്, സിയും പോസിറ്റീവ് വർക്കാണ്, ബി നെഗറ്റീവ് വർക്കാണ്, ഡി എന്താടാ? നെഗറ്റീവ് വർക്കാണ്. ദാറ്റ്സ് ഓൾ. എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി? Yes. Okay. Now, next question is graphs of the potential energy, kinetic energy and total energy of an oscillating spring is shown in figure. ഇതാണ് നമ്മളുടെ ഗ്രാഫ്. ഈ ഗ്രാഫിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, ടോട്ടൽ എനർജി ഉണ്ട്, മൂന്നും ഉണ്ട്. ഈ ഒരു ഗ്രാഫ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഓസിലേഷൻസ് എന്നുള്ള ചാപ്റ്ററിലാണ് കൃത്യമായിട്ട് ഈ ഒരു ഗ്രാഫ് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് വരച്ചു തന്നത്. ഓക്കെ, സോ അതിൽ ഞാൻ കൃത്യമായിട്ട് ഇതിൽ ഓരോന്നും എന്താന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഓസിലേഷൻ എന്നുള്ള ചാപ്റ്റർ ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞ ചാപ്റ്ററാണ്. ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഞാൻ കൃത്യമായി കാണിക്കുന്നുണ്ട് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ ഏതാണ് മക്കളെ? ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ സംഭവം ഇതാണ്. ഒരു സ്പ്രിങ് ഈ ഒരു സ്പ്രിങ്ങുമായിട്ട് ഒരു മാസ് അറ്റാച്ച് ചെയ്തു, എം മാസ്. ഇതിപ്പോ അതിന്റെ മെയിൻ പൊസിഷനിലാണ്. ഈ ഒരു ബോഡി നമ്മൾ റൈറ്റിലേക്ക് വലിച്ചു നീട്ടിയിട്ട് അതൊരു സർഫസിൽ നിൽക്കുകയാണ്. റൈറ്റിലേക്ക് വലിച്ച് നീട്ടിയിട്ട് വിട്ടാൽ എന്താ സംഭവിക്കുക? ഈ മാസ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും അബൌട്ട് ദിസ് മെയിൻ പൊസിഷൻ. ഈ മെയിൻ പൊസിഷന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എന്ത് ചെയ്യും? ഈ മാസ് എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. അങ്ങനെ ഓസിലേറ്റ് ചെയ്ത് അവസാനം ലിസൺ, ഈ മാസ് ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ബോഡിയിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യും. അങ്ങനെ ആ എൻഡിക്ക് എത്തുമ്പോൾ മാക്സിമം എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. അതിങ്ങനെ തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ എത്തുമ്പോൾ എന്താ? അതിന് മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാകും. അത് പിന്നെ ലെഫ്റ്റിലേക്ക് വീണ്ടും മൂവ് ചെയ്യുമ്പോൾ വീണ്ടും ആ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആക്കി മാറ്റും. പിന്നെ പൊട്ടൻഷ്യൽ ഇങ്ങോട്ടേക്ക് മാക്സിമം ആവും, പിന്നെ അങ്ങോട്ട് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ഒരു മെയിൻ പൊസിഷനിലേക്ക് എത്തുന്ന സമയത്ത് ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി എന്താവൂടാ? സീറോ ആകും. ആ എൻഡിക്ക് എത്തുമ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി എന്തുമായിരിക്കും? മാക്സിമം ആയിരിക്കും. മാക്സിമം കൈനറ്റിക് എനർജി ആയിരിക്കും. ആ എൻഡിലേക്ക് ഇതാ മാസ് ഈ എൻഡിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ മാക്സിമം എന്തുണ്ടാവൂടാ? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. അവിടെ കൈനറ്റിക് എനർജി എന്തായിരിക്കൂടാ? 0 ആയിരിക്കും. കാരണം ഇത് അങ്ങോട്ട് പോയി ആളെ നിന്നിട്ട് അങ്ങോട്ടേക്ക് വരിക. നിൽക്കുക പറഞ്ഞാൽ പിന്നെ കൈനറ്റിക് എനർജി എന്തായി? 0 ആയി. നൗ ഇത് ലെഫ്റ്റിലേക്കും നീങ്ങുന്നുണ്ട്, ഇത് മെയിൻ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ ഈ എൻഡിലേക്ക് എത്തുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്താ? പറഞ്ഞ മാതിരി എന്താ? മാക്സിമം തന്നെ. ഓക്കെ, ആ സമയത്ത് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് പോയി നിന്നിട്ടാ പിന്നെ അങ്ങോട്ടേക്ക് വരിക. അപ്പൊ അവിടെ കൈനറ്റിക് എനർജി വീണ്ടും എന്താടാ? 0 തന്നെ വരും. ക്ലിയർ അല്ലേ? പക്ഷെ ഇവരെ ടോട്ടൽ എനർജി നോക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും അതെന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും, അത് സെയിം ആയിരിക്കും. ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ് ഓസിലേഷനിൽ. നൗ ലിസൺ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഗ്രാഫ് ഏതാന്നുള്ളത് പറയാൻ പറ്റും. സോ മക്കളെ, ഏതാ നമ്മുടെ ഗ്രാഫ് നോക്കടാ? ഇതാണ് മെയിൻ പൊസിഷൻ, ഇതാണ് O കൊടുത്ത മെയിൻ പൊസിഷൻ, ഇതാണ് ഈ ലൈൻ, ഈ പോയിന്റ് ആണ് ശരിക്കും ഇത്. ഓക്കെ, അപ്പൊ അവിടെ ആ മെയിൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി എന്താ? മാക്സിമം ആയിരിക്കണം. സോ ലിസൺ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് y ആക്സിസിൽ എനർജിയാ കൊടുത്തത് അല്ലെ? അപ്പൊ ഈ ഒരു ലൈൻ കണ്ടോ നിങ്ങള്? ഈ ഒരു ലൈൻ കണ്ടോ? ഈ ലൈനിന്റെ പ്രത്യേകത എന്താ? ആ എനർജി മാറുന്നില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു എവിടെയും മാറാത്ത ഒരേ ഒരു എനർജി ഉള്ളൂ, ഏതാ? ടോട്ടൽ എനർജിയാണ്. അപ്പൊ ഈ എ എന്ന ഗ്രാഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താ? ടോട്ടൽ എനർജിയാണ്. അപ്പൊ എ തീരുമാനമായി. ഇനി അടുത്ത മക്കളെ, മെയിൻ പൊസിഷനിൽ ആരാ മാക്സിമം? കൈനറ്റിക് എനർജി. സോ മെയിൻ പൊസിഷനിൽ ആരാ മാക്സിമം വരുന്നത്? കൈനറ്റിക് എനർജി. അപ്പൊ ഈ ഗ്രാഫ്
ഈ ഗ്രാഫ് നോക്കി അങ്ങ് മനസ്സിലാക്കാൻ പറ്റും. ഈ ഗ്രാഫ് നോക്കി അങ്ങ് മനസ്സിലാക്കാൻ പറ്റും. ആ ഗ്രാഫ് മാക്സിമം ആകുന്ന എവിടെ? മെയിൻ പൊസിഷനിലാണ്. ഓക്കെ, ഈ രണ്ട് എൻഡിലും എന്താ? 0 ആണ്. സോ രണ്ട് എൻഡിലും കൈനറ്റിക് എനർജി 0 ആണ്. സോ ഈ ഒരു സാധനം, ഈ ഒരു ഗ്രാഫ്, അതായത് സി എന്ന സാധനം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഏതാ മക്കളെ? കൈനറ്റിക് എനർജിയാണ്. ഇവിടെ നോക്കടാ, ഈ മെയിൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0. മെയിൻ പൊസിഷനിൽ 0 വരുന്ന ഗ്രാഫാണ് ഏത്? ഈ ഗ്രാഫ്. അപ്പൊ ഈ ഗ്രാഫ് ആയിരുന്നാണ്? ആ ഗ്രാഫ് പൊട്ടൻഷ്യൽ എനർജിന്റെ ഗ്രാഫാണ്. PE പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ എ ടോട്ടൽ എനർജി ഇൻഡിക്കേറ്റ് ചെയ്യും, ബി പൊട്ടൻഷ്യൽ എനർജി ഇൻഡിക്കേറ്റ് ചെയ്യും, സി എന്താ? കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? ഇൻഡിക്കേറ്റ് ചെയ്യും. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് ഫൈൻഡ് ഔട്ട് ദ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി ഫ്രം ദ ഗ്രാഫ്. അത് ഫൈൻഡ് ചെയ്തു. ഓക്കെ, അതിന് ആൻസർ ആയി. നെക്സ്റ്റ്, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ടു ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. ഒരു സ്പ്രിംഗിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു. അത് ഞാൻ ഡിറൈവ് ചെയ്യാൻ പോവാണ് മക്കളെ. ശ്രദ്ധിച്ചോ. ദാ വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ഇൻഡെപ്ത് കോൺസെപ്റ്റിലേക്കൊന്നും ഞാൻ പോകില്ല, സമയമില്ലാത്തതുകൊണ്ട് കുറേ പറയാണ്ടതൊക്കെ. സോ അതിലേക്കൊന്നും ഞാൻ പോകില്ല മക്കളെ. ഒരു സ്പ്രിംഗ് ഞാൻ കാണിക്കുന്നു. സ്പ്രിംഗ് വലിച്ചു നീട്ടാൻ പോവാണ്. ഓക്കെ, സോ സ്പ്രിംഗ് ഞാൻ വലിച്ചു നീട്ടാൻ പോവാണ്. ആ സ്പ്രിംഗ് താഴെ ഞാൻ കാണിക്കും. ഓക്കെ, അങ്ങനെ സ്പ്രിംഗ് വലിച്ചു നീട്ടിയത് അവിടെ എത്തി. ഓക്കെ, ഇവിടെ എത്തി. ഓക്കെ, ഈ സ്പ്രിംഗ് ഇതാ ഇവിടെ എത്തി. അപ്പൊ ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മുടെ സ്പ്രിംഗ് ഇവിടേക്ക് വലിച്ചു നീട്ടി എത്തിച്ചു. ഓക്കെ, സോ ലിസൺ, ഇപ്പൊ സ്പ്രിംഗ് ഉള്ളത് ഇത്രയും ഡിസ്റ്റൻസ് നീണ്ടു. എത്ര? എക്സ് ഡിസ്റ്റൻസ് ഇപ്പം നീണ്ടു നിൽക്കുകയാണ്. ഓക്കെ, അതിന് ഞാൻ ഈ സ്പ്രിംഗിലേക്ക് എന്ത് ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്? ഒരു എഫ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. എത്ര? എഫ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. നൗ ലിസൺ, ശ്രദ്ധിക്കണം. ഞാൻ ഈ ഒരു സ്പ്രിങ്ങിനെ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോഴ്സ്, എഫ് എക്സ്റ്റേണൽ ഫോഴ്സിൽ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് എത്ര? dx. അപ്പൊ ഒരു കുഞ്ഞ് ഡിസ്പ്ലേസ്മെന്റും കൂടി ഞാൻ ഇവൻ എന്ത് ചെയ്യാൻ പോവാ? ഇലോങ്ങേറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റും കൂടി ഇയാൾ ഇലോങ്ങേറ്റ് ചെയ്തതാ, ഇത്ര ഒരു കുഞ്ഞ്. അപ്പൊ ഇവിടുന്ന് ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഇയാൾ എന്ത് ചെയ്തു? ഇലോങ്ങേറ്റ് ചെയ്തു. എത്ര? dx. എത്ര ഫോഴ്സിൽ? എഫ് എക്സ്റ്റേണൽ ഫോഴ്സിൽ. റൈറ്റ്? ഓക്കെ, സോ ഞാൻ ചോദിക്കട്ടെ ലിസൺ, ഈ ഒരു കേസിൽ what will be the work done to produce a small displacement dx by using this force F external? work in the equation നമുക്കറിയാം, force into displacement. ഇവിടെ വരുന്ന ഫോഴ്സ് ഏതാ? F external into displacement. എത്ര ഡിസ്പ്ലേസ്മെന്റ് നീക്കി? dx. എത്ര നീക്കി? dx. അപ്പൊ dx എന്ന ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കി. now that is equal to മക്കളെ എഫ് എക്സ്റ്റേണൽ എന്ന ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. K into x ആണ് എന്തിന്റെ വാല്യൂ? എഫ് എക്സ്റ്റേണലിന്റെ വാല്യൂ. ഓക്കെ, ഇല്ലെങ്കിൽ മക്കൾ തൽക്കാലം ബൈ ഹാർട്ട് ചെയ്യുക. കാരണം എഫ് എക്സ്റ്റേണൽ എന്താണ്? അത് നമ്മൾ പുറത്ത് കൊടുത്ത ഈ ഫോഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും, റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ ഇറങ്ങുന്നില്ല, ബിക്കോസ് ഒരു 1/4 മണിക്കൂർ എടുക്കും അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയാണ്ട്. ഓക്കെ, അല്ല കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം? ഓക്കെ, ഈ ഒരു ഫിഗർ വരച്ചു വെക്കുക. നൗ DW, അതായത് ഒരു dx ഡിസ്പ്ലേസ്മെന്റ് മൂവ് ചെയ്യിക്കാൻ എത്ര വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ കാണാൻ പോവാണ്. സോ DW is equal to കൊടുത്ത ഫോഴ്സ് ഇൻറ്റു ഉണ്ടാക്കിയ ഡിസ്പ്ലേസ്മെന്റ്. സോ നമുക്ക് എന്ത് കിട്ടി? kx into dx എന്ന് കിട്ടി. നൗ we have to find the total work done. DW എന്താ? സ്മോൾ വർക്ക് ഡൺ. സ്മോൾ വർക്ക് ഡൺ കണ്ടിട്ട് ടോട്ടൽ വർക്ക് ഡൺ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ആരെ? DW നെ. അപ്പൊ DW ഇത്ര നീട്ടാനുള്ള വർക്കാ, നമുക്ക് എന്ത് ചെയ്യണം? കുറെ നീട്ടണം. ഓക്കെ, എവിടുന്ന് എവിടം വരെ നീട്ടണം ചോദിച്ചാല് ഈ എക്സ് വാല്യൂ 0 ആകുന്നത് മുതൽ ഒരു x0 വാല്യൂ വരെ നീട്ടണം. ഓക്കെ, അതായത് ഈ എക്സ് വാല്യൂ, എക്സ് ആണ് വേരിയബിൾ, എക്സ് വാല്യൂ 0 ആകുന്നത് മുതൽ എക്സ് വാല്യൂ ഒരു x0 വാല്യൂ വരെ ആകുന്നവരെ നീട്ടണം. അപ്പൊ we have to integrate this from 0 to x0. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. എവിടുന്ന് എവിടം വരെ? 0 മുതൽ x0 വരെ എന്ത് ചെയ്യാൻ പോവാ? ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ആരെ? kx dx നെ. That is equal to k ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ
integral 0 to x x dx എന്ന് എഴുതാം. That is equal to k into integral x എന്ന് പറഞ്ഞാൽ x square by 2 ആണ്. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം 0 മുതൽ x അല്ല x0 വരെ. So that is equal to k into ആദ്യം x ന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതെന്താ x0 square by 2 എന്ന് വരും. പിന്നെ മൈനസ് ഇടുക. പിന്നെ x ന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതെന്താ 0 square by 2. So the answer is k into x0 square by 2. So we got the expression for എന്താ work done is equal to half k x0 square. ഈ വർക്ക് ഇത്രയും നമ്മൾ ഈ വർക്ക് ശരിക്കും എന്തിനുള്ള വർക്കാ? ഈ ഒരു സ്പ്രിങ്ങിനെ ലിസൺ, ഈ ഒരു പൊസിഷനിൽ നിന്ന് x0 ലെങ്തിലേക്ക് നീട്ടാൻ, എത്ര ആയിക്കോട്ടെ, x0 ലെങ്തിലേക്ക് നീട്ടാൻ ചെയ്യേണ്ട വർക്ക് ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. ടോട്ടൽ വർക്ക് ഡൺ. ഓക്കെ അല്ലേ? ടു എക്സ്റ്റെൻഡ് ദി സ്പ്രിംഗ് ആസ് x0. അപ്പൊ x0 ലെങ്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ ചെയ്ത വർക്കാണ് എത്ര? ഹാഫ് k into x0. അത് എന്തായിട്ട് മാറും? ഈ സ്പ്രിംഗില് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. സോ വി ക്യാൻ റൈറ്റ് ആസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ x0 സ്ക്വയർ. ഈ ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്ത കാര്യം പഠിച്ചു വെക്കണം. ഏറ്റവും സിമ്പിൾ ആയ രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയ രീതിയിലേക്കാണ് ഞാൻ പറഞ്ഞത്. ഇത്ര മാത്രം പഠിച്ചാൽ മതി. ജസ്റ്റ് ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ചോദിക്കാൻ ചാൻസ് ഉള്ളതാ മക്കളെ, പഠിച്ചു വെക്കുക. റെഡി? ഓക്കെ, യെസ്. നെക്സ്റ്റ് അടുത്തതിലേക്ക് നീങ്ങാം. അടുത്തതിലേക്ക് പോട്ടറാ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നോക്ക്. Several games such as billiard, marbles or കുസ്റോമോ involve collision. ഓക്കെ, എന്തൊക്കെ ഗെയിമാണ് എനിക്കറിയില്ല കേട്ടോ. എന്താ CZUROM എന്താ അറിയില്ല. എന്തായാലും കുറെ ഗെയിംസ്, ബില്യാർഡ്സ് നമുക്കറിയാം, ബോളുകൾ തമ്മിൽ പോയിട്ട് കൂട്ടിമുട്ടുന്ന ഒരു ഗെയിമാണ്. ഓക്കെ, മാർബിൾസും അങ്ങനെ തന്നെയാണ്. ഓക്കെ, കൊളീഷൻ ടൈപ്പ് ഗെയിമാണ്. എനിവേ, ഓക്കെ, വാട്ട് ഈസ് മെന്റ് ബൈ കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ? എന്താ മക്കളെ കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ? കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് വിളിക്കാറുണ്ട്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് വിളിക്കാറുണ്ട്. മക്കളെ അങ്ങനെ പറഞ്ഞാൽ എന്താ? ലിസൺ, രണ്ട് ബോഡികൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അങ്ങനെ അവർ കൊളൈഡ് ചെയ്യുന്നു. കൊളീഷന് ശേഷം, ദിസ് ഈസ് ബിഫോർ കൊളീഷൻ, ദിസ് ഈസ് ഡ്യൂറിംഗ് കൊളീഷൻ ആൻഡ് ദിസ് ഈസ് ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, കൊളീഷന് ശേഷം ഈ ഒരു കൊളീഷനിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ പ്രത്യേകത, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ ആര് കൺസർവ് ചെയ്യപ്പെടും? മൊമെന്റം കൺസർവ് ചെയ്യപ്പെടും. ആര് കൺസർവ് ചെയ്യൂല? കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യില്ല. ഓക്കെ, സോ മൊമെന്റം കൺസർവ് ചെയ്യും, കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യില്ല. ഈ ഒരു കേസിൽ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇവിടെ ആഫ്റ്റർ കൊളീഷൻ ദ ടു ബോഡീസ് വിൽ സ്റ്റിക്ക് ടുഗദർ ആൻഡ് മൂവ് ആസ് എ സിംഗിൾ സിസ്റ്റം. അതായത് കൂട്ടിമുട്ടുന്ന രണ്ടാൾക്കാരും ഒട്ടിപ്പിടിക്കും, എന്നിട്ട് ഒരുമിച്ച് പോകണം. അങ്ങനെയാണെങ്കിൽ ഇവർ എന്താവുള്ളൂ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആവുള്ളൂ. അപ്പൊ എന്താ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ? It is a collision in which only momentum will be conserved and after collision the two bodies will stick together and move as a single system. Okay, it is a collision in which only momentum will be conserved and after collision the two bodies will stick together and move as a single system. Such type of collision is known as perfectly or completely inelastic collision. Set ഒരു മാർക്ക്. രണ്ടാമത്തെ കാര്യം so that in a perfectly elastic collision in one dimensionലുള്ള ഒരു perfectly elastic collisionൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം, തെളിയിക്കണം എന്ത്? The relative velocity after collision is numerically equal to relative velocity before collision. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് 3 മാർക്കിന് കേട്ടോ മക്കളെ. ശ്രദ്ധിക്കുക, ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനിൽ നിങ്ങൾ എന്ത് പ്രൂവ് ചെയ്യണം? റിലേറ്റീവ് വെലോസിറ്റി എന്താണ് ബിഫോർ കൊളീഷനും റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷനും സെയിം ആണ് എന്നുള്ള കാര്യം മക്കൾ പ്രൂവ് ചെയ്യണം എന്ന്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാടാ. ഇവിടെ നോക്ക്, നമുക്ക് പ്രൂവ് ചെയ്യാടാ. ഇവിടെ നോക്കടാ, എൻ്റെ കയ്യിൽ ഒരു ബോഡി ഉണ്ട്, അവന്റെ മാസ് m1 ആണ്, അവന് പോകുന്ന വെലോസിറ്റി u1 ആണ്.
ഇനി എൻ്റെ കയ്യിൽ വേറൊരു ബോഡി ഉണ്ട്, അവൻ്റെ മാസ് m2 ആണ്, അവന് പോകുന്ന വെലോസിറ്റി u2 ആണ്. ഇത് കൊളീഷന് മുൻപുള്ള കാര്യമാണ്. ഈ രണ്ടുപേരും ഇവിടെ വെച്ച് എന്ത് ചെയ്യുവടാ? കൂട്ടിമുട്ടും. ഇവർ കൂട്ടിമുട്ടി പിന്നെന്ത് ചെയ്യും? അവർ രണ്ടുപേരും എന്ത് ചെയ്യും? മൂവ് ചെയ്യും ലൈക്ക് ദിസ്. ഇവിടെ നോക്ക്, ദിസ് ഈസ് m1 ആൻഡ് ദിസ് ഈസ് m2, ദിസ് ഈസ് ഓൾസോ m1 ആൻഡ് ദിസ് ഈസ് m2. ഇയാൾ ഇനി പോകുന്ന വെലോസിറ്റി v1, ഇയാൾ പോകുന്ന വെലോസിറ്റി v2. സമ്മതമല്ലേ മക്കളെ? യെസ്. അപ്പൊ ഈ കൊളീഷൻ എന്ത് കൊളീഷൻ എന്ന ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലാസ്റ്റിക് കൊളീഷന്റെ പ്രത്യേകത മൊമെന്റവും കൈനറ്റിക് എനർജിയും എന്ത് ചെയ്യപ്പെടും? കൺസർവ് ചെയ്യപ്പെടും. കൺസർവ് ചെയ്യപ്പെടും. ഇലാസ്റ്റിക് കൊളീഷനിൽ മൊമെന്റവും കൈനറ്റിക് എനർജിയും എന്ത് ചെയ്യപ്പെടും? കൺസർവ് ചെയ്യപ്പെടും. മക്കളെ, ഈ ഒരു കൊളീഷൻ ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടും. എപ്പം? u1ന്റെ വാല്യൂ കൂടുതലും u2ന്റെ വാല്യൂ കുറവുമാണെങ്കിൽ ഇവർ കൂട്ടിമുട്ടും. നൗ അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് മൊമെന്റം, കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രകാരം ഇവിടെ മൊമെന്റം കൺസർവ് ചെയ്യും. മൊമെന്റം ഈ കൺസർവേഷൻ പ്രകാരം മൊമെന്റം ബിഫോർ കൊളീഷൻ ഷുഡ് ബി ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അതായത് m1u1 പ്ലസ് m2u2 ഇതാണ് മൊമെന്റം ബിഫോർ കൊളീഷൻ. അത് എന്തിന് ഈക്വൽ ആണ്? മൊമെന്റം ആഫ്റ്റർ കൊളീഷന് ഈക്വൽ ആണ്. m1v1 പ്ലസ് m2v2 ഇതിന് ഈക്വൽ. ഇത് ഓക്കെ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി മക്കളെ, ഈ m1v1 ലെഫ്റ്റിക്ക് എടുക്കുക, m2u2 റൈറ്റിക്ക് എടുക്കുക. അപ്പൊ എന്താ വരിക? m1u1 മൈനസ് m1v1 ഇസ് ഈക്വൽ ടു m2u2 m2v2 ഇപ്പുറത്തുണ്ട് മൈനസ് m2u2. ഓക്കെ. Now ഇവിടുന്ന് ഞാൻ m1 പുറത്തേക്ക് എടുത്താൽ m1 into u1 minus v1 is equal to ഇവിടുന്ന് m2 പുറത്തേക്ക് എടുത്താൽ m2 into v2 minus u2 എന്ന് വരും. Put this equation number 1. ഇനി അടുത്ത ഞാൻ പറയാൻ പോണ കാര്യം മക്കൾ ശ്രദ്ധിക്കടാ. എന്താ അടുത്ത കേസ് എന്താണ്? ബൈ കൺസർവേഷൻ ഓഫ് എന്ത്? കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി. കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജിയിൽ നിന്നും നമുക്ക് എന്ത് പറയാം? ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. അപ്പൊ നമുക്ക് എന്ത് എഴുതാടാ? പറ. ഹാഫ് ഇൻറ്റു m1u1 സ്ക്വയർ പ്ലസ് ഇവന്റെ കൈനറ്റിക് എനർജി പ്ലസ് ഹാഫ് ഇൻറ്റു m2u2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ രണ്ടാളെയും കൈനറ്റിക് എനർജി ഷുഡ് ബി ഈക്വൽ ടു ഈ രണ്ടാളതും ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? ഹാഫ് ഇൻറ്റു m1v1 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു m2v2 സ്ക്വയർ എന്ന് വരും. അപ്പൊ മക്കളെ, ഈ ഹാഫും കോമൺ ആക്കിയെടുത്ത് ഇവിടുന്നും ഹാഫും കോമൺ ആക്കിയെടുത്ത് ആ രണ്ട് ഹാഫും കട്ടാവും. അപ്പൊ ഈ ഹാഫുകളൊക്കെ എന്താ ചുരുക്കി പറഞ്ഞാൽ കട്ടായി പോകും. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് അങ്ങോട്ട് കട്ടായി പോയി. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നോക്കടാ, m1u1 സ്ക്വയർ പ്ലസ് m2u2 സ്ക്വയർ ഇസ് ഈക്വൽ ടു m1v1 സ്ക്വയർ പ്ലസ് m2v2 സ്ക്വയർ. സോ ഫ്രം ഹിയർ m1u1 സ്ക്വയർ ഇവനെ ലെഫ്റ്റ് എടുക്കുമ്പോൾ മൈനസ് m1v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു അപ്പുറത്താരുണ്ട് m2v2 സ്ക്വയർ മൈനസ് m2u2 സ്ക്വയർ എന്ന് വരികയും ഇവിടുന്നും അവിടുന്നും നമ്മൾ m1 m2 കോമൺ ആക്കി എടുക്കുമ്പോൾ m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ എന്ന് വരും. റെഡി? ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിൽ ആയതുകൊണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോമിലേക്ക് ഞാൻ മാറ്റാൻ പോവാണ്. സോ m1 ഇൻറ്റു ഇതെന്താ മക്കളെ പറ? ഇത് v1 സ്ക്വയർ u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. അപ്പൊ എന്താ ഇങ്ങനെ എഴുതാം? u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 ഇസ് ഈക്വൽ ടു അപ്പുറത്ത് എന്താ വരിക? m2 ഇൻറ്റു ഇതെന്താ മക്കളെ? v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2 എന്ന് വരും. ഇനി മക്കള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എടാ ഒന്നാമത്തെ ഇക്വേഷൻ കണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ m1 ഇൻറ്റു u1 മൈനസ് v1 അതല്ലേ ഇത്? ഇതാ ഇവിടെ നോക്കിയേ, m1 ഇൻറ്റു u1 മൈനസ് v1 ഇതല്ലേ? ആണ്. അപ്പൊ ഈ സാധനം എന്തിന് ഈക്വലാ?
m2 into v2 minus u2 ഈക്വൽ m2 into v2 minus u2 ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈ സാധനവും എന്താ സെയിം ആ. അതുകൊണ്ട് എനിക്ക് ഈ സാധനത്തിനെയും അവിടെ കട്ട് ചെയ്യാം, അവർ സെയിം ആയതുകൊണ്ട്. ഇനി ബാക്കി എന്താ ഉണ്ടാവുക പറ. നെക്സ്റ്റ് അടുത്ത എന്താ, u1 plus v1 is equal to u2 plus v2 u2 plus v2 അല്ല v2 plus u2 എന്നെഴുതാം. ഈ u2 ഇങ്ങോട്ടേക്ക് എടുത്താൽ u1 minus u2 is equal to v2 minus v1 എന്നെഴുതാം. എന്താ u1 minus u2? എന്താ ഒന്നാമത്തെ ബോളിന്റെ ഇവന്റെ വെലോസിറ്റി മൈനസ് ഇവന്റെ വെലോസിറ്റി എന്താ, ഇവർ തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റിയാണ്. ഇനി എന്താ v2 minus v1? അവർ തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റിയാണ്. അപ്പൊ ഒരു കാര്യം നമുക്ക് ഇവിടെ പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റൂടാ? അതായത് ലിസൺ this is relative velocity before collision is equal to relative velocity after collision, right? അപ്പൊ അവർ പറഞ്ഞ കാര്യം നമ്മൾ പ്രൂവ് ചെയ്തു, വൃത്തിക്ക് പ്രൂവ് ചെയ്തു. എല്ലാവർക്കും ഓക്കെ ആണോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? വേഗം കമന്റ് ചെയ്യടാ. സെറ്റാണോ? വേഗം കമന്റ് ചെയ്യൂ കുട്ടികളെ. അപ്പൊ ഇത്രയും എഴുതണം, വെറുതെ അല്ല. 3 മാർക്ക് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് വൃത്തിയായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എഴുതിക്കൊള്ളണം. ഓക്കെ, ഇത് ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. ശ്രദ്ധിക്കാം. സ്ലൈഡ്സ് തരുടാ. സ്ലൈഡ് നിങ്ങൾക്ക് ടാർഗറ്റ് ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. ഏതാൾക്കും ടാർഗറ്റ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ കയറി കഴിഞ്ഞാൽ ആർക്കും സ്ലൈഡ്സ് കിട്ടും. ഡോണ്ട് വറി കേട്ടോ. അതിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ മതി. നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ലിസൺ. ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. A light body and a heavy body have equal kinetic energies. Which one has greater momentum? എടാ മക്കളെ, ഒരു ലൈറ്റ് ബോഡി ഉണ്ട്. നമുക്ക് സ്മോൾ എം മാസ് കൊടുക്കാം. പിന്നെന്താ, ഒരു ഹെവി ബോഡി ഉണ്ട്, ക്യാപിറ്റൽ എം മാസ് കൊടുക്കാം. ഈ രണ്ട് ബോഡികൾക്കും എന്ത് സെയിം ആണ്? കൈനറ്റിക് എനർജി സെയിം ആണ്. സോ ഇവന്റെ കൈനറ്റിക് എനർജിയും സെയിം ആണ്. ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ ആർക്കാണ് നല്ല മൊമെന്റം ഉണ്ടാവുക? ഓക്കെ, ഇവന്റെ മൊമെന്റം നമുക്ക് P1 എന്ന് കൊടുക്കാം, ഇവന്റെ മൊമെന്റം P2 കൊടുക്കാം. P1 ആണോ P2 ആണോ കൂടുതൽ? അതാണ് ക്വസ്റ്റ്യൻ. നൗ ലിസൺ. ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോവാണ്. എടാ, നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. P is equal to root of 2m into kinetic energy എന്നൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു. റിലേഷൻ ബിറ്റ്വീൻ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി. ആ ഇക്വേഷൻ പ്രകാരം what is P1 by P2? That is equal to root of 2 into small m. ഇവന്റെ അല്ലേ പറയാൻ പോകുന്നത്? 2 into small m into kinetic energy എന്ന് എഴുതാം. By what is P2? P2 എന്ന് പറഞ്ഞാൽ root of 2 times capital M into kinetic energy എന്ന് വരികയും ഈ രണ്ട് kinetic energy കട്ടാവും, ഈ 2 കട്ടാവും. ഇനി ബാക്കി എന്താ ഉണ്ടാവുക? root of small m by capital M ഉണ്ടാകും. അപ്പൊ ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, P1 by P2 ഇതിൽ ആർക്കാ കൂടുതൽ മൊമെന്റ് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ. P1 by P2ന്റെ ആൻസർ നോക്കിയേ, റൂട്ട് ഓഫ് സ്മോൾ എം ബൈ ക്യാപിറ്റൽ എം. അപ്പൊ ഈ സ്മോൾ എം ബൈ ക്യാപിറ്റൽ എം ചെറിയ മാസ് ബൈ വലിയ മാസ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ ഒന്നിനേക്കാൾ ചെറുതായിരിക്കും. ഇതിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ് എന്ന് പറഞ്ഞാൽ P1 by P2ന്റെ വാല്യൂ എന്തായാലും എന്തിനേക്കാൾ കുറവാ? ഒന്നിനേക്കാൾ കുറവാ. ബിക്കോസ് ചെറിയ വാല്യൂ ബൈ വലിയ വാല്യൂ ചെയ്യുമ്പോൾ തന്നെ ഒന്നിനേക്കാൾ ചെറുതാ. റൂട്ട് എടുത്താലും ആ വാല്യൂ പോയിന്റ് നമ്പർ തന്നെ ഉണ്ടാവുള്ളൂ, ഒന്നിനേക്കാൾ ചെറുതായിരിക്കും. സോ P1 by P2 ലെസ് ദാൻ 1 എന്നുള്ള കാര്യം മനസ്സിലായി. ഫ്രം ഹിയർ വി ക്യാൻ റൈറ്റ് P1 ലെസ് ദാൻ P2 എന്നെഴുതാം. അപ്പൊ ആരെ മൊമെന്റം കുറവാണ്? ഇയാളുടെ മൊമെന്റം എന്താ? കുറവാണ്. ഇയാളുടെ മൊമെന്റം എന്താ? കൂടുതലാണ്. ഇത് ഒരു രീതി. പല രീതിയിൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോകാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം മക്കളെ. ഇവിടെ നോക്കട്ടെ, ഞാൻ മറ്റൊരു രീതി പറഞ്ഞു തരികയാണ്. ലിസൺ, ഇങ്ങനെയും നിങ്ങൾക്ക് പറയാം. ഇതൊക്കെ ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർ ഇങ്ങനെ പറഞ്ഞാൽ മതി മക്കളെ. എങ്ങനെ പറഞ്ഞാൽ മതി? മൊമെന്റം ഓഫ് എ ബോഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 times
2 times mass into kinetic energy. ഇതാണ് നമ്മുടെ റിലേഷൻ. ഇവിടെ മക്കളെ രണ്ട് കേസ്, ഈ രണ്ട് കേസ് എടുക്കാം. ആ രണ്ട് കേസ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി എന്താ? കോൺസ്റ്റന്റ്. അതുകൊണ്ട് ഈ കെയും ഈ 2ഉം എന്താ? കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ we can write it as P is proportional to root of mass എന്നെഴുതാം. എന്ന് പറഞ്ഞാൽ ഇവിടെ മൊമെന്റവും ഈ കേസിൽ കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് മൊമെന്റവും അതുപോലെ മാസും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതുകൊണ്ട് മാസ് കൂടിയാക്ക് മൊമെന്റം കൂടുതൽ, മാസ് കുറഞ്ഞാക്ക് മൊമെന്റം കുറവ്. ആർക്കാ മാസ് കുറവ്? ഇയാൾക്ക്. അപ്പൊ അയാൾക്ക് എന്താ മൊമെന്റം കുറവ്? ആർക്കാ മാസ് കൂടുതൽ? ഇയാൾക്ക്. അപ്പൊ അയാൾക്ക് എന്താ മൊമെന്റം കൂടുതൽ? ഓക്കെ, അപ്പൊ മാസ് കൂടിയാക്ക് മൊമെന്റം കൂടുതലും മാസ് കുറഞ്ഞാക്ക് മൊമെന്റം കുറവുമാണ്. ഇത്ര എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. ഒരു മാർക്കല്ലേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാലും മതി, ഞാൻ അത് ഡീറ്റെയിൽ ആയി പറഞ്ഞു ഉള്ളൂ കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. ഓക്കെ, സംഭവം ശരിയാണ്. പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ് എന്ത്? പവർ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മക്കളെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. എക്സ്പ്രസ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. മക്കളെ, പവറിന്റെ ഇക്വേഷൻ എന്താ? നിങ്ങൾക്ക് പവറിന് കുറേ ഇക്വേഷൻസ് ഉണ്ട്. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ഉണ്ട്, അതുപോലെ എഫ് ഡോട്ട് വി ഉണ്ട്. ഓക്കെ, ഇസ് ഈക്വൽ ടു അതുപോലെ mgh ബൈ ടൈം ഉണ്ട്, ഹാഫ് mv സ്ക്വയർ ബൈ ടൈം ഉണ്ട്. ഓക്കെ, dw ബൈ dt എന്തിന്? ഇൻസ്റ്റന്റേനിയസ് പവറിന് കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ ചോദിച്ചത് എന്താ? എക്സ്പ്രസ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. അതായത് ഇതിന് പവർ എന്താ ഇതുണ്ട്? P is equal to F dot V. ഇതാണ് സോറി, പവർ വെക്ടർ അല്ല, സ്കെലറാ. പവർ is equal to F dot V എന്ന് എഴുതാം. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. An elevator carrying the maximum load of 1800 kilogram. ഒരു എലിവേറ്റർ ഉണ്ട് ആയിക്കോട്ടെ, carrying the maximum load of 1800 kilogram. അപ്പൊ ഇതിന്റെ ഈ എലിവേറ്റർ മാക്സിമം എത്ര ഉണ്ട്? 1800 കിലോഗ്രാം വെയിറ്റ് ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മാസ് സ്മോൾ എം ആണെന്ന് വിചാരിക്കും. അപ്പൊ സ്മോൾ എം ഇസ് ഈക്വൽ ടു എത്ര? 1800 എന്തുണ്ട്? കിലോഗ്രാം എലിവേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരി ചെയ്യുന്നുണ്ട്. മാക്സിമം ഇത്രയും ലോഡ് ക്യാരി ചെയ്യുന്നുണ്ട്. നൗ മൂവിങ് അപ്പ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 2 meter per second. സോ ഇയാൾ മുകളിലേക്ക് പോവാണ്. എത്ര സ്പീഡിൽ? 2 meter per second സ്പീഡിൽ മുകളിലേക്ക് പോവാണ്. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസിംഗ് ദ മോഷൻ ഈസ് 400 ന്യൂട്ടൺ. ഈ ഒരു മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട്, ഒപ്പോസ് ചെയ്യാറത് മുകളിലേക്കല്ലേ പോണേ, അപ്പൊ താഴേക്കായിട്ടൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. എത്ര ഫോഴ്സ് ഉണ്ട്? 400 ന്യൂട്ടൺ. 4000 ന്യൂട്ടൺ എന്തുണ്ട്? ഒരു ഒപ്പോസിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആയിക്കോട്ടെ. Determine the minimum power delivered by the motor to the elevator. അപ്പോൾ ഇതിന്റെ മോട്ടർ ഈ എലിവേറ്ററിന് എത്ര പവർ പ്രൊവൈഡ് ചെയ്യണം? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ മക്കൾ മനസ്സിലാക്കേണ്ടത്, പവറിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, മുകളിൽ പറഞ്ഞു. പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് എഫ് ഡോട്ട് വി ആണ് ഇക്വേഷൻ. ഇവിടെ ഈ മോട്ടർ ഈ ഒരു എലിവേറ്ററിനെ മുകളിലേക്കല്ലേ പിടിച്ചു വലിച്ചു കൊണ്ടുപോണ്ടേ. അപ്പൊ ഫോഴ്സ് എങ്ങോട്ടേക്കാ കൊടുക്കണ്ടേ? മുകളിലേക്ക്. വെലോസിറ്റി എങ്ങോട്ടേക്കാ? മുകളിലേക്ക്. അപ്പൊ എഫും വിയും എന്താ? ഒരേ ഡയറക്ഷനിലേക്ക്. അപ്പൊ എഫും വിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ? 0. അപ്പൊ എഫ് ഇൻറ്റു വി ഇൻറ്റു കോസ് 0 വരും, എഫ് ഇൻറ്റു വി ഇൻറ്റു 1 വരും, എഫ് ഇൻറ്റു വി എന്ന് വരും. എന്ത്? പവറിന്റെ ഇക്വേഷൻ. സോ ഹിയർ പവർ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി, ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഈ മോട്ടർ ഈ ലിഫ്റ്റിനെ പൊക്കി കൊണ്ടുപോകണമെങ്കിൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം? മക്കളെ, ആദ്യം ഇവന്റെ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് മുകളിലേക്ക് കൊടുക്കണം ഓൻ പൊങ്ങണമെങ്കിൽ. ശരിയല്ലേ? ഓക്കെ, അപ്പൊ എത്ര വേണം? എം 1800 ആണ്. അപ്പൊ അതിനെ ഫോഴ്സ് ആക്കി വെയിറ്റ് ആക്കി മാറ്റുമ്പോൾ എത്ര ഉണ്ടാവൂടാ? വെയിറ്റ് ആക്കി മാറ്റുമ്പോൾ വെയിറ്റ് ഓഫ് ദി ലിഫ്റ്റ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി ആ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1800 ഇൻറ്റു 10 എടുത്തോ. അപ്പൊ ആൻസർ ഉണ്ടാവുക 18,000 എന്തുണ്ടാകും? ന്യൂട്ടൺ ഉണ്ടാകും. അപ്പൊ ഇത്രയും ഫോഴ്സ് വേണം ഇവനെ മുകളിലേക്ക് പൊക്കാൻ. പക്ഷെ അത് പോരാ. കാരണം എന്താ അറിയോ? ഒരു ഒപ്പോസിംഗ് ഫോഴ്സ്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി ഉണ്ട്. അപ്പൊ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെയും കൂടി എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. അപ്പൊ ടോട്ടൽ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ്, നമ്മളല്ല മോട്ടർ കൊടുക്കേണ്ട ഫോഴ്സ് ഇവന്റെ വെയിറ്റിനെയും കൊണ്ടുപോകണം, അതുപോലെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെയും ഒപ്പോസ് ചെയ്യണം. സോ ടോട്ടൽ ആ മോട്ടർ ഇവന് കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വെയിറ്റും ഈ ഒപ്പോസിംഗ് ഫോഴ്സും കൂടി കൂട്ടിയതാ എന്ന് പറഞ്ഞാൽ 22,000 ഉണ്ടാവും. 18,000 4 22,000. അപ്പൊ എഫ് എത്ര? 22,000 into its velocity in upward direction 2 ആണ്. 22,000 into 2.
ഓക്കെ, ചെയ്താൽ മതി. അപ്പൊ എത്ര ഉണ്ടാവും? 44 3 ഉണ്ടാകും. ദാറ്റ് ഈസ് 44 കിലോ വാട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 44,000 വാട്ട് എന്നും പറയാം. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ബി ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. 44,000 എന്താണ്? വാട്ട്സ് ആണ് ആൻസർ. ഓൾ ഓഫ് യു ക്ലിയർ? യെസ് ഓർ നോ? റെഡി? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? കമൻ ഫാസ്റ്റ്. ഓക്കെ ആണോടാ? വേഗം കമന്റ് ചെയ്യടാ, വേഗം കമന്റ് ചെയ്യടാ. യെസ് യെസ്, അന്നക്കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ട്, അന്നക്കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് യുവർ ആൻസർ. അല്ലേ? യെസ്, ഗൗതമജെ ആൻസർ ചെയ്തിട്ടുണ്ട്. അക്ഷയ്, വിജു. ഓക്കെ, എല്ലാവർക്കും ഓക്കെ എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ ലിസൺ. സി ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് യുവർ എബവ് ആൻസർ ഇൻ ഹോഴ്സ് പവർ. അപ്പൊ നമുക്കിവിടെ കിട്ടിയ പവർ 44,000 അല്ലേ? 44,000 വാട്ട്സ് ആണ് പവർ. ഓക്കെ, ഈ 44,000 വാട്ട്സിനെ ഹോഴ്സ് പവറിലേക്ക് മാറ്റണമെങ്കിൽ, പവർ വാട്ട്സിനെ ഹോഴ്സ് പവറിലേക്ക് മാറ്റാൻ നമ്മൾ ചെയ്യേണ്ടത് മക്കളെ എന്താ പറയുക നിങ്ങൾക്ക്? അതിനെ 746 കൊണ്ട് എന്ത് ചെയ്യണോടാ? ഡിവൈഡ് ചെയ്യണം. 746 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് HP മാറും. HP എന്ന് പറഞ്ഞാൽ ഹോഴ്സ് പവർ ആണ്. ഓക്കെ, സോ ഹോഴ്സ് പവറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് എത്രയെന്നുള്ളത് നിങ്ങൾ എഴുതിയാൽ മതി. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക, ആൻസർ ആയി. അത്രയും HP. റൈറ്റ്? ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. മക്കളെ, കൺസർവേറ്റീവ് ഫോഴ്സിന് ഒരു എക്സാമ്പിൾ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. റെഡി അല്ലേ? കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ് മക്കളെ ഏത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് പറയാം. 2 പ്രോപ്പർട്ടീസ് രണ്ടല്ലോ വെച്ച് കണ്ടണം. അപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കേസിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ദ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഓൺലി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഒരു ബോഡിന്റെ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും എവിടെ എന്നുള്ള കാര്യം മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഏത് ഫോഴ്സ് കൊണ്ട് ചെയ്യുന്ന വർക്ക്? കൺസർവേറ്റീവ് ഫോഴ്സ് കൊണ്ട് ചെയ്യുന്ന വർക്ക്. ഓക്കെ, സോ ദ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ഓഫ് ദാറ്റ് ബോഡി. റൈറ്റ്? അതാണ് ഒന്നാമത്തെ പോയിന്റ്. നിങ്ങൾക്ക് പറയാവുന്ന ഒരു പോയിന്റ്. പിന്നെ പറയാവുന്ന ഒരു പോയിന്റ്, if a body reaches finally into the initial position. അതായത് ഒരു ബോഡി ഇവിടുന്ന് പോയതാ, ഈ ഒരു ബോഡി ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, എന്നിട്ട് വേറെ ടോപ്പ് പോയി, എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണ്. ഓക്കെ, സോ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് അല്ലെങ്കിൽ ഫൈനൽ പൊസിഷൻ ഓഫ് എ ബോഡി ഈസ് ദ സെയിം. then the work done by conservative force will be 0. അത് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ work done by conservative force എന്താകൂടാ? 0 ആകും. എപ്പം? ഒരു ബോഡിയുടെ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും എന്താണെങ്കിൽ സെയിം ആണെങ്കിൽ. അപ്പൊ ഈ 2 പോയിന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺസർവേറ്റീവ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ആണ് ഒരു പോയിന്റ്, അത് പറയാൻ പറ്റും. പിന്നെ if the starting or initial and final point of a body is the same, then the work done by conservative force will be 0. അത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൺസർവേറ്റീവ് ഫോഴ്സ്, ഈ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ മക്കളെ അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആട്ടോ. ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിളാണ്. പിന്നെ അടുത്തൊരു എക്സാമ്പിൾ ഉണ്ട് നിങ്ങൾക്ക്, അടുത്ത കൊല്ലാണ് വരുന്നത് ആ ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സ് ഒക്കെ എന്തിന് എക്സാമ്പിൾസ് ആ മക്കളെ? കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സുകൾ ഉണ്ട്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് പോലത്തെ ഫോഴ്സ് ഒക്കെ എന്തിന് എക്സാമ്പിൾസ്? ഡ്രാഗ് ഫോഴ്സ് പോലത്തെ ഫോഴ്സ് ഒക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾസ് ആണ്. റൈറ്റ്? ഐ തിങ്ക് ഹോപ്പ് യു ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ.
ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. സെലക്ട് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. താഴെ കൊടുത്തതിൽ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് നിങ്ങൾ സെലക്ട് ചെയ്യാം. When a conservative force does positive work on a body, the potential energy of the body. നല്ല ക്വസ്റ്റ്യനാ. ഇവിടെ നോക്കടാ, ഇവിടെ ശ്രദ്ധിക്കടാ. ഇതൊരു ബോഡിയാണ്. ഈ ബോഡിയിൽ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഏതാ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഈ ബോഡിയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കല്ല ആക്ട് ചെയ്യാം ആണ്. ഇവിടെ പറഞ്ഞത് എന്താ അറിയോ? ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന കൺസർവേറ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ഫോഴ്സ് ഒരു പോസിറ്റീവ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ബോഡിക്ക് ഉണ്ടാവേണ്ട ഡിസ്പ്ലേസ്മെന്റും എങ്ങോട്ടേക്കാണ്? താഴേക്കാണ്. അപ്പൊ ഈ ബോഡി മൂവ് ചെയ്യേണ്ടത് എങ്ങോട്ടേക്കാണ്? താഴേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യുന്നുള്ളൂ? വർക്ക് ചെയ്യുന്നുള്ളൂ. എന്ത് വർക്ക്? പോസിറ്റീവ് വർക്ക് ചെയ്യുന്നുള്ളൂ. സോ ഈ ബോഡി ഇവിടുന്ന് ഇവിടേക്ക് എത്തിയെന്ന് വിചാരിക്കാം. അപ്പൊ ഈ കൺസർവേറ്റീവ് ഫോഴ്സ് ഇപ്പൊ എന്ത് വർക്കാ ചെയ്ത്? പോസിറ്റീവ് വർക്കാ ചെയ്ത്. ഓക്കെ, സോ വെൻ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഡസ് എ പോസിറ്റീവ് വർക്ക് ഓൺ എ ബോഡി, ദെൻ ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി എന്താ? അപ്പൊ താഴേക്ക് വീണാലേ അതെന്താ ഉള്ളൂ? പോസിറ്റീവ് വർക്ക് ആവുള്ളൂ. അപ്പൊ ഇവന്റെ പൊട്ടൻഷ്യൽ എനർജി കുറയല്ലേ ചെയ്യാ? യെസ്, അവന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യൂടാ? കുറയും. സോ ഡിക്രീസസ്. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതില്ല, നിങ്ങൾ സ്വയം ചെയ്യാനൊന്നും കഴിയൂല. ഓക്കെ, അപ്പോൾ ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ഇംപ്രൂവ്മെന്റിനാണ് ചോദിച്ചത്. അപ്പൊ ഇംപ്രൂവ്മെന്റിനാണ് ഈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരല്. കുറച്ച് ടൈറ്റ് ആയിരിക്കും ഇംപ്രൂവ്മെന്റ് എക്സാം. എന്നാൽ സാധാരണ നോർമൽ നടക്കുന്ന എക്സാം വളരെ സിമ്പിളും ആയിരിക്കും. അപ്പൊ ഇംപ്രൂവ്മെന്റിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, മാക്സിമം മാർക്ക് നമുക്ക് ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം? കിട്ടണം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Work was done by a body against friction always results in a loss of its kinetic energy, second potential energy. നല്ല ക്വസ്റ്റ്യനാ. അതായത് മക്കളെ ശ്രദ്ധിക്ക്, work was done by a body against friction. അതായത് ഒരു ബോഡി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റൈറ്റിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടേക്ക് എന്തുണ്ടാകും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ബോഡി ഇങ്ങനെ പോയോണ്ടിരിക്കുക, ഉരുണ്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങോട്ടേക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും ഒപ്പോസിംഗ് ആയിട്ട്. നൗ ലിസൺ, വർക്ക് ഹാസ് ഡൺ ബൈ എ ബോഡി അഗൈൻസ്റ്റ് ഫ്രിക്ഷൻ. അപ്പൊ ഇങ്ങോട്ടേക്ക് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ഫ്രിക്ഷനെ മറികടന്ന് വേണം അങ്ങോട്ട് പോവാൻ. അപ്പൊ എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുക? ഈ ഫ്രിക്ഷനെ മറികടക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഒരു വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ലിസൺ, ആ വർക്ക് work done by a body against frictional force always results in a loss of its dash. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കല്? ഒരു ബോഡി ഉരുട്ടിയിട്ടാൽ ആ ബോഡി കുറച്ച് കഴിയുമ്പോൾ പോയി നിൽക്കൂലേ? നിൽക്കാനുള്ള കാരണം എന്താ? അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷന് എഗെയിൻസ്റ്റിലേക്ക് ആ ബോഡിക്ക് വർക്ക് ചെയ്യേണ്ടി വരും. ആ ഫ്രിക്ഷന് എഗെയിൻസ്റ്റിലേക്ക് ആ ബോഡി വർക്ക് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കുറയും. കാരണം ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള കൈനറ്റിക് എനർജി ഉപയോഗിച്ചിട്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? ഈ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാനുള്ള വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യാനുള്ള വർക്ക് ഇവിടെ ചെയ്തത് ഏത് എനർജി എടുത്തിട്ടാ? കൈനറ്റിക് എനർജി എടുത്തിട്ടാ. അപ്പൊ എന്താ സംഭവിക്കുക? ഇയാൾ മുന്നോട്ടേക്ക് പോകും തോറും അവന്റെ എന്ത് കുറയും? എന്തിൽ ലോസ് ഉണ്ടാകും? അവന്റെ കൈനറ്റിക് എനർജിയിൽ എന്തുണ്ടാകും? ലോസ് ഉണ്ടാകും. കൈനറ്റിക് എനർജി കുറഞ്ഞു വരും. അപ്പോഴേ കുറച്ച് ഉരുണ്ടാവും, പോയി അവിടെ നിൽക്കും. Got it? Yes, നല്ല സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത്, the quantity which is conserved in an elastic collision. അല്ലല്ലോ. The quantity in which is conserved in an elastic collision of two bodies. Elastic collision രണ്ടും കൺസേർവ് ചെയ്യും. അപ്പൊ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അതായിരിക്കില്ല, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എടാ, കൺസേർവ്ഡ് ഇൻ ആൻ inelastic collision എന്നായിരിക്കും, ഇലാസ്റ്റിക് കൊളീഷൻ അല്ല. ഓക്കെ, the quantity which is conserved in an inelastic collision of two bodies is a question. അപ്പൊ inelastic collisionൽ ബോഡികളുടെ എന്താണ് കൺസേർവ് ചെയ്യുക? മൊമെന്റം ആണോ കൈനറ്റിക് എനർജി ആണോ? ഒരു സംശയവും ഇല്ല, ടോട്ടൽ ലീനിയർ മൊമെന്റം ആണ് മക്കളെ എന്ത് ചെയ്യുക? കൺസേർവ് ചെയ്യുക. റൈറ്റ്, കൈനറ്റിക് എനർജി എന്ത് ചെയ്യില്ല? കൺസേർവ് ചെയ്യില്ല. കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യും ഏതില്? ഇലാസ്റ്റിക് കൊളീഷനിൽ. ഇലാസ്റ്റിക് കൊളീഷനിൽ മൊമെന്റും കൺസേർവ് ചെയ്യും, കൈനറ്റിക് എനർജിയും കൺസേർവ് ചെയ്യും. എന്നാൽ ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിലോ മൊമെന്റം മാത്രം കൺസേർവ് ചെയ്യും, കൈനറ്റിക് എനർജി എന്ത് ചെയ്യൂല? കൺസേർവ് ചെയ്യൂല. സോ സി ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു 3 മാർക്ക്. അടുത്തത്, a car and a truck have the same kinetic energies at a certain instant while they are moving along two parallel roads. മക്കളെ ശ്രദ്ധിക്കാം, a car and a truck. ഇത് കാറാണ്, ഇത് എന്താണ്?
ട്രക്കാണ്, ഇവരെന്തെയാണ് സെയിം കൈനറ്റിക് എനർജി. സോ ഇവന്റെ കൈനറ്റിക് എനർജിയും ഇവന്റെ കൈനറ്റിക് എനർജിയും സെയിം ആണ്. അറ്റ് എ certain instant while they are moving along two parallel roads. ഇങ്ങനെ പോവാണ്. ഓക്കെ, which one will have greater momentum? ഇതിൽ ആർക്കാണ് നല്ല മൊമെന്റം ഉള്ളത് എന്ന്? ഇതിൽ ആർക്കാ? അപ്പൊ ഇവന്റെ മൊമെന്റം P1 ആയിക്കോട്ടെ, ഇവന്റെ മൊമെന്റം P2, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാം, ഇത് PC മൊമെന്റം ഓഫ് കാർ, PT മൊമെന്റം ഓഫ് ട്രക്ക്. സോ relation between momentum and kinetic energy is P is equal to root of 2m ke. Okay, so here രണ്ടാളുടെയും എന്ത് സെയിം? കൈനറ്റിക് എനർജി സെയിം. രണ്ടാളുടെയും കൈനറ്റിക് എനർജി സെയിം ആയതുകൊണ്ട് ഇവിടെ കൈനറ്റിക് എനർജിയും 2ഉം കോൺസ്റ്റൻസാ. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? P പ്രപ്പോർഷണൽ ടു റൂട്ട് m എന്ന് എഴുതാം. P പ്രപ്പോർഷണൽ ടു റൂട്ട് m എന്ന് പറഞ്ഞാൽ ആർക്കാണോ മാസ് കൂടുതൽ അയാൾക്ക് മൊമെന്റം എന്താ കൂടുതലാ. ഇതിലാർക്കാ മാസ് കൂടുതൽ? ട്രക്കിനാ മാസ് കൂടുതൽ. അതുകൊണ്ട് നമുക്ക് പറയാം, എന്ത് പറയാം? മൊമെന്റം ഓഫ് ട്രക്ക് വിൽ ബി ഗ്രേറ്റർ ദാൻ മൊമെന്റം ഓഫ് കാർ. ഓക്കെ അല്ലേ? മൊമെന്റം ഓഫ് ട്രക്ക് വിൽ ബി ഗ്രേറ്റർ ദാൻ മൊമെന്റം ഓഫ് കാർ. കാരണം എന്താണ്? മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് മാസ് ആണ്. മാസ് കൂടിയ ആൾക്ക് മൊമെന്റം കൂടുതൽ. ഈ കേസിൽ അപ്പം കൈനറ്റിക് എനർജി സെയിം ആകുന്ന കേസ് ആണെങ്കിൽ, രണ്ട് ബോഡികളുടെ കൈനറ്റിക് എനർജി സെയിം ആവുന്ന കേസ് ആണെങ്കിൽ അവരെ മൊമെന്റം മാസിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മൊമെന്റവും മാസും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. മാസ് കൂടിയ ആൾക്ക് മൊമെന്റം കൂടുതൽ, മാസ് കുറഞ്ഞ ആൾക്ക് മൊമെന്റം കുറവ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ വിച്ച് വൺ വിൽ ഹാവ് ഗ്രേറ്റർ മൊമെന്റം? ഒരു മാർക്കേ ഉള്ളൂ, നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ആർക്കാ ആൻസർ എഴുതണം? ട്രക്ക് ഹാസ് ദ ഗ്രേറ്റർ മൊമെന്റം. ഓക്കെ, വെറുതെ അങ്ങ് വെച്ച് കാച്ചാൻ നിൽക്കരുത്, ചിലപ്പോൾ ആൻസർ തെറ്റും. ഓക്കെ, ഇനി മക്കളെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഓക്കെ ആണ്. നെക്സ്റ്റ്, if the mass of truck is 100 times greater than that of the car. Okay, അപ്പോൾ പറയാണ്, listen, big question. mass of truck എന്ന് പറയുന്നത് 100 times mass of എന്താണ്? കാർ ആണ്. അങ്ങനെയാണെങ്കിൽ okay, find the ratio of velocity of the truck to that of the car. അങ്ങനെയാണെങ്കിൽ കാറിന്റെയും ട്രക്കിന്റെയും വെലോസിറ്റികൾ തമ്മിലുള്ള റേഷ്യോ കാണണം. സോ വെലോസിറ്റി ഓഫ് ആരൊക്കെ? ആദ്യം ട്രക്ക്. ഓക്കെ, അപ്പൊ VT/VC നിങ്ങൾ കാണണം. ഓക്കെ, സോ മക്കളെ ശ്രദ്ധിക്ക്. അത് കാണാൻ വേണ്ടി ആദ്യം ഞാൻ രണ്ടാളുടെയും കൈനറ്റിക് എനർജികളുടെ റേഷ്യോ ഒന്ന് എഴുതാൻ പോവാണ്. KE1/KE, അല്ലെങ്കിൽ വേണ്ട, ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ എഴുതാം. മൊമെന്റം P ട്രക്ക് ബൈ P കാർ is equal to ട്രക്കിന്റെ മൊമെന്റം ബൈ കാറിന്റെ മൊമെന്റം is equal to റൂട്ട് ഓഫ് ട്രക്കിന്റെ മൊമെന്റം എങ്ങനെ കാണാം? 2 times mass of truck into kinetic energy എന്ന് വരും. കൈനറ്റിക് രണ്ടൊക്കെ സെയിം ആണല്ലോ. സോ അടുത്ത എന്താ വരിക? റൂട്ട് ഓഫ് 2 times mass of car into kinetic energy എന്ന് വരും. ഇവിടെ രണ്ടാളുടെയും കൈനറ്റിക് എനർജി കട്ടാവും, കാരണം സെയിം ആയതുകൊണ്ട് 2ഉം കട്ടാവും. ഓക്കെ, നൗ അവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. PT എന്താ? മൊമെന്റം ഓഫ് ട്രക്ക് ആണ്. ട്രക്കിന്റെ മൊമെന്റം എങ്ങനെ കാണാം? മാസ് ഓഫ് ട്രക്ക് ഇൻറ്റു വെലോസിറ്റി ഓഫ് ട്രക്ക്. ഇതല്ലേ മൊമെന്റം ഓഫ് ട്രക്ക്? യെസ്. വാട്ട് ഈസ് മൊമെന്റം ഓഫ് കാർ? മാസ് ഓഫ് കാർ ഇൻറ്റു മൊമെന്റം വെലോസിറ്റി ഓഫ് കാർ ആ വരിക ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മാസ് ഓഫ് ട്രക്ക്. ലിസൺ, മാസ് ഓഫ് ട്രക്ക് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് കാർ എന്ന് വരും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്താൽ മതി. Now what is velocity of truck divided by velocity of car is equal to root of mass of truck divided by mass of car. ഈ MC അങ്ങോട്ട് പോകുമ്പോൾ into MC mass of car എന്നാവും. ഇത് അങ്ങോട്ട് പോകുമ്പോൾ into ആവും, ഇത് ആകുമ്പോൾ by ആവും. അപ്പോൾ എന്താ? by mass of truck. Okay, that is equal to. ഇവിടെ അങ്ങോട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മാസ് ഓഫ് ട്രക്ക് 100 times മാസ് ഓഫ് കാറാ. അപ്പൊ MTക്ക് എന്ത് കൊടുത്തോ? 100 MC എന്ന് കൊടുത്തോ. അപ്പൊ എന്താ വരിക? റൂട്ട് ഓഫ് MTക്ക് 100 MC എന്ന് കൊടുക്കാം, ബൈ MC ഉണ്ട്. സോ MCയും ക്യാൻസൽ ഔട്ട് ഇൻറ്റു MC ഡിവൈഡഡ് ബൈ MTക്ക് 100 MC എന്ന് കൊടുക്കുമ്പോൾ MCയും ക്യാൻസൽ ഔട്ട്. ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് 100 പറഞ്ഞാൽ 10 ആണ്, ഇൻറ്റു 1/100 എന്ന് വരും. ഒരു സീറോയും ക്യാൻസൽ. സോ ആൻസർ ഈസ് 1/10. ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? VT/VC. ചോദിച്ച ക്വസ്റ്റ്യൻ റേഷ്യോ ബിറ്റ്വീൻ വെലോസിറ്റി ഓഫ് ട്രക്ക് ആൻഡ് വെലോസിറ്റി ഓഫ് കാർ. അപ്പോൾ VT/VCന്റെ വാല്യൂ 1/10 കിട്ടിയത് കൊണ്ട് അവർ റേഷ്യോ ഉണ്ടാവുക
റേഷ്യോ ഉണ്ടാവുക VT is to VC is equal to 1:10 എന്നുണ്ടാകും. ഇറ്റ്സ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനും ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. യെസ് 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 യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ക്വസ്റ്റ്യൻ മീൻസ് അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ നീങ്ങാണ്. ഈ ചാപ്റ്റർ ഈസ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഏഴാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, ഏഴാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, വർക്ക് എനർജി പവറിൽ നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് രണ്ട് ചാപ്റ്റർ നമ്മൾ വൃത്തിക്ക് കവർ ചെയ്ത് കഴിഞ്ഞു. ദേ ആർ ലോസ് ഓഫ് മോഷൻ ആൻഡ് വർക്ക് എനർജി ആൻഡ് പവർ. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൈപ്പിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ മക്കളത് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. കൃത്യമായിട്ട് ആ ഏരിയാസ് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിക്കുക. അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഡെറിവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ സ്പ്രിങ്ങിൻ്റെ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിങ്ങിൻ്റെ ആ ഒരു സെക്ഷൻ, ആ ഡെറിവേഷൻ ½ എന്നുള്ള ഡെറിവേഷൻ പഠിച്ചു വെക്കണം. പിന്നെ മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ബന്ധം, അത് മൊമെന്റം ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജിയും കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് മൊമെന്റും പഠിച്ചു വെക്കണം. പിന്നെ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കൊളീഷൻ എന്ന ഏരിയയിൽ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, അത്രയും ഏരിയാസ് മെയിൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു വെക്കണം. ചെറിയ ചാപ്റ്റർ, സിമ്പിൾ ചാപ്റ്റർ ആണ്. കഴിയുന്ന അത്രയും ടോപ്പിക്സ് നിങ്ങൾ വൃത്തിക്ക് എന്ത് ചെയ്യുക, കവർ ചെയ്യുക. റൈറ്റ്, നെക്സ്റ്റ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത, ഇതൊരു വലിയ ചാപ്റ്ററാണ്, നല്ല ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒരുപാട് സ്റ്റുഡൻസ് ഭയങ്കര ടഫ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ഏത്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ പക്ഷേ എക്സാമിനേഷന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഏരിയ എന്ന് മാത്രമാണ് അധികം നമ്മൾ ബോർഡ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നോക്കാം, ചെയ്തു നോക്കാം. ലിസൺ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നമ്മൾ ഈ ഒരു കോളം ഫിൽ ചെയ്യണം. ഈ ഒരു കോളം ഫിൽ ചെയ്യുമ്പോൾ നോക്ക്, ഒന്നാമത് ആദ്യം തന്നെ പറഞ്ഞ കാര്യം നോക്കടാ, ശ്രദ്ധിക്കട്ടോ. ഈ ചാപ്റ്ററിൽ കുറച്ചൊരു ഐഡിയ വേണം ഉണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. ബിക്കോസ് ഈ ഒരു ചാപ്റ്റർ വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 10 hours മിനിമം വേണം. ഈ ഒരു ചാപ്റ്റർ അല്ല വൃത്തിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് തിയറി മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 10 hours വേണം. അത്രയും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കിഡ്ലൻ കോൺസെപ്റ്റ്സ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. സോ അതിൽ ആ ചാപ്റ്ററിലേക്ക് ഞാൻ പോകുന്നില്ല, ക്വസ്റ്റ്യനിലേക്കാണ് ഞാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് നോക്കാം. സോ ലിസൺ, സർക്കുലർ ഡിസ്ക് റേഡിയസ് R. സോ മക്കളെ, ഒരു സർക്കുലർ ഡിസ്ക് ഉണ്ട്, അതിന്റെ റേഡിയസ് R ആണ്. ഓക്കെ, ഇതാണ് ഡിസ്ക്. ഓക്കെ, അതിന്റെ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഡിസ്ക് അറ്റ് സെന്റർ എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരക്കാം. ഇതാണ് ഡിസ്ക്, ഇതാണ് നമ്മളുടെ ഡിസ്ക്. ഈ ഡിസ്കിന്റെ കൂടെ മക്കളെ ആക്സിസ് കടന്നു പോണത് പെർപെൻഡിക്കുലർ ടു ഡിസ്ക്. ഈ ഡിസ്കിന് പെർപെൻഡിക്കുലർ, പിന്നെ കൂടെ അറ്റ് സെന്റർ. സോ ഇതാണ് സെന്റർ. ആ സെന്ററിലൂടെ പെർപെൻഡിക്കുലർ ആയി പോകുന്ന ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്സിസ്. ഓക്കെ, ഇവന്റെ മാസ് നമുക്ക് M ആക്കി എടുക്കാം. റേഡിയസ് ക്യാപിറ്റൽ R എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ റേഡിയസ് R. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താ വരിക? നമ്മൾ പഠിച്ച മക്കളെ ഇത് ബൈഹാർട്ട് ചെയ്യണം, ഇക്വേഷൻ പഠിച്ചു വെക്കണം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഡിസ്ക് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ആണെങ്കിൽ ഇറ്റ്സ് വാല്യൂ വിൽ ബി mr²/2. എന്താ വരിക? mr²/2 ആണ് അതിന്റെ എന്ത് വരിക, മൊമെന്റ് ഓഫ് ഇനർഷ്യ വരിക. സോ ഹിയർ ഇറ്റ് ഈസ് mr²/2. ഓക്കെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ, സോ ഈ ഒരു ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഈ ഒരു കോളം കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. തിൻ സർക്കുലർ റിംഗ് ആണ് അടുത്ത പറഞ്ഞ മക്കളെ. ഏതാണ്? തിൻ സർക്കുലർ റിംഗ്. അടുത്ത കേസ് റിംഗിന്റെ കേസാ. റിംഗിന്റെ കേസ് ആണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കടാ, റിംഗിന്റെ കേസ് ആണെങ്കിൽ സാധനം ഏതാ? റിംഗ്. ഇതാണ് നമ്മളുടെ റിംഗ്. ഓക്കെ, റിംഗ് ആണ്. ഉള്ളിൽ മാസ് ഉണ്ടാവില്ല. ഓക്കെ, റിംഗില് ആക്സിസ് കൊടുത്തില്ല, പക്ഷെ mr²/2 എന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, റിംഗിന്റെ കേസിൽ ആക്സിസ് ഇതാണ് എങ്കിൽ റിംഗിന്റെ കേസിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr² ആണ് വരല്. ഓക്കെ, ഇനി ആക്സിസ് റിംഗിന്റെ കേസിൽ അബൌട്ട് എനി ഡയമീറ്റർ ആണെങ്കിൽ ഈ കേസിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരിക mr²/2 ആണ് വരിക. ഓക്കെ,
അപ്പം ഇവിടെ നമുക്ക് റിങ്ങിന്റെ കേസിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്ര കിട്ടണ്ടേ? mr²/2 ആണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ mr²/2 റിങ്ങിന് കിട്ടണമെങ്കിൽ ആക്സിസ് എങ്ങനെയായിരിക്കണം? about any diameter ആയിരിക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഈ ആക്സിസ് ഏതാണെന്ന് പറയാൻ പറ്റും. about any diameter, about any diameter. ഇതാണ് നമ്മളുടെ എന്ത് വരിക മക്കളെ? മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ആക്സിസ് വരിക. അത് കിട്ടാനുള്ള ആക്സിസ് ഇതാണ് വരിക. നെക്സ്റ്റ് കേസ് തിൻ റോഡ് ഓഫ് ലെങ്ത് L. ഓക്കെ, നെക്സ്റ്റ് കേസ് തിൻ റോഡ് ഓഫ് ലെങ്ത് L. റോഡിന്റെ കേസ് ആണെങ്കിൽ മക്കളെ ശ്രദ്ധിക്ക്, റോഡിന്റെ കേസ് ഇതാ തിൻ റോഡ്. റോഡിന്റെ കേസിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ പഠിച്ചു വെക്കണം. ആക്സിസ് ഇതാണെങ്കിൽ m മാസ് ഉള്ള L ലെങ്ത് ഉള്ള ഒരു റോഡിന്റെ കേസിൽ ഈ യെല്ലോയിൽ കാണിച്ചതാണ് മൊമെന്റ്, അതാണ് ആക്സിസ് എങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരിക ml²/12 ആണ്. ml²/12 ആണ് വരിക. സോ ലിസൺ, പെർപെൻഡിക്കുലർ ടു റോഡ് അറ്റ് മിഡ് പോയിന്റ്. യെസ്, ഇതാണ് മിഡ് പോയിന്റ്. ആ മിഡ് പോയിന്റ് കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ആക്സിസ് ആണ് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ മക്കളെ എന്താ വരിക? ml²/12 ആണ് വരിക. എന്താ വരിക? ml²/12 ആണ് വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. നെക്സ്റ്റ് മക്കളെ നോക്കടാ. നെക്സ്റ്റ് വൺ, പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ അറ്റ് സെന്റർ. mr² കിട്ടും വേണം. യെസ്, അപ്പൊ mr² മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടണം. mr² മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടണം. ആക്സിസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ അറ്റ് സെന്റർ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു ഒരു റിങ്, ഈ റിങ്ങിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസ്, ഈ റിങ്ങിന്റെ സെന്ററിലൂടെയും അതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയി കടന്നു പോകുന്ന ആക്സിസ് ആണ് എങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, ഈ റിങ്ങിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ, പിന്നെ അറ്റ് ദ സെന്ററിലും ആണ്. അപ്പൊ ഇതാണ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റിങ്ങിന്റെ ഈ ആക്സിസ് കൂടെ പിന്നെ ആക്സിസ് പാസ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താ കിട്ടല്? I = mr² ആണ്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr² എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാധനം എന്താ? റിംഗ് ആണ്. എന്താ സാധനം? സാധനം എന്താണ്? സാധനം റിംഗ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ. സോ ഈ സാധനം എന്താ മക്കളെ? റിംഗ്. ഓക്കെ, റിംഗ്. റേഡിയസ് എത്ര? റേഡിയസ് 6. ഓക്കെ, 6 റേഡിയസ് ഉള്ള ഒരു റിംഗ് ആണ്. വൃത്തിക്ക് നമ്മൾ ഇത് ഈ ഒരു ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. റൈറ്റ്, റെഡി? ഓക്കെ, നെക്സ്റ്റ് അടുത്ത മക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കടാ. ഒരു മാർക്കാണ് എക്സാം മീൻസ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അത് ഇംപ്രൂവ്മെന്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ 2020 കേട്ടോ. നോക്ക്, ഇൻ പ്യുവർ റൊട്ടേഷണൽ മോഷൻ മക്കളെ, ഇൻ പ്യുവർ റൊട്ടേഷണൽ മോഷൻ എന്താണ്? പ്യുവർ, അതായത് പ്യുവർ റൊട്ടേഷണൽ മോഷൻ. ലിസൺ, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. ഈ ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പ്യുവർ റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ നിന്നോടത്ത് ഇങ്ങനെ കറങ്ങും. ഓക്കെ, എവറി പാർട്ടിക്കിൾ ഓഫ് ദി ബോഡി, ഇതിൽ കുറേ പാർട്ടിക്കിൾസ് ഇല്ലേ, അതിൽ ഓരോ പാർട്ടിക്കിളും ഹാസ് ദ സെയിം ആംഗുലാർ വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അപ്പൊ ഇതിലെ ഏത് പാർട്ടിക്കിളും, ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ ഏത് പാർട്ടിക്കിളിന്റെയും ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, സെയിം ആണ്. സ്റ്റേറ്റ് വെദർ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫോൾ. എക്സാക്ട്ലി കറക്റ്റ്. ഒരു ബോഡി പ്യുവർ റൊട്ടേഷണൽ മോഷനിലാണ്, അത് ഒരേ ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്നൊരു ആംഗുലാർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മക്കൾ പഠിച്ചടാ, ഈ പാർട്ടിക്കിൾ, ഈ ബോഡിയിലെ ഏത് പാർട്ടിക്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഏതൊരു പാർട്ടിക്കിളിന്റെയും ആംഗുലാർ വെലോസിറ്റി, അത് കറങ്ങുന്ന ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഒരു സംശയവും വേണ്ട. ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ ഇവിടുന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടുന്ന് ഞാൻ അങ്ങനെ ലൈൻ വരക്കുന്നു, റേഡിയസ് വരക്കുന്നു. ഓക്കെ, ഇവിടുന്ന് ഞാൻ ഇങ്ങനെ റേഡിയസ് വരക്കുന്നു. ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഇവിടുത്തെ പാർട്ടിക്കിള് ഇവിടെ എത്തും, ശരിയല്ലേ? ഓക്കെ, ഇവിടുത്തെ പാർട്ടിക്കിൾ ഇവിടെ എത്തുമല്ലോ കറങ്ങുന്ന സമയത്ത്. അതേസമയം ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? കറങ്ങിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഈ പാർട്ടിക്കിൾ കറങ്ങിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടാകും. ക്ലിയർ അല്ലേ? നിങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ പാർട്ടിക്കിള് അല്ലെ, അപ്പൊ ഈ ലൈനിലെ ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിൾ ഒരുമിച്ചാണ് എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. അപ്പൊ ഈ പാർട്ടിക്കിള് ഇവിടുന്ന് ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ഈ പാർട്ടിക്കിൾ ഇവിടുന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവും.
അപ്പോൾ തന്നെ ഈ പാർട്ടിക്കിൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ മക്കളെ ശ്രദ്ധിക്ക്, ഈ പാർട്ടിക്കിൾ ഇവിടേക്ക് എത്താൻ ടി ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിൾ ഇവിടുന്ന് ഇവിടേക്ക് എത്താനും ടി ടൈം എടുത്തിട്ടുണ്ടാകും, ഈ പാർട്ടിക്കിൾ ഇവിടുന്ന് ഇവിടേക്ക് എത്താനും ടി ടൈം എടുത്തിട്ടുണ്ടാകും. അപ്പം മൂന്നാളും ഈ ഒരു ആംഗിൾ, മൂന്നാളും കവർ ചെയ്യുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അത് തീറ്റയാണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റയാണ്. സോ ഈ മൂന്ന് പാർട്ടിക്കിളിന്റെയും ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റയാണ്. അത്രയും ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയവും സെയിം ആണ്. സോ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഒമേഗ? ഒമേഗ ഈസ് ആംഗുലാർ വെലോസിറ്റി ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ് വരിക. അപ്പൊ ഈ പാർട്ടിക്കിൾ ഉണ്ടാക്കിയ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ് ഈ പാർട്ടിക്കിൾ ഉണ്ടാക്കിയത്, ഈ പാർട്ടിക്കിൾ ഉണ്ടാക്കിയത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ മൂന്ന് പാർട്ടിക്കിളിന്റെയും ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണ്, ടൈം ടേക്കണും സെയിം ആണ്. അതുകൊണ്ട് ഈ പാർട്ടിക്കിൾ, ഈ ലൈനിലെ ഏത് പാർട്ടിക്കിൾ എടുത്താലും അവന്റെ ഒക്കെ ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ ഏതെടുത്താലും എന്താ? ഒമേഗ എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്നാൽ ഈ പാർട്ടിക്കിൾ നോക്കണ ടി സെക്കൻഡ് സമയം കൊണ്ട് കുറച്ച് ദൂരം പോയാൽ മതി. എന്നാൽ ഈ പാർട്ടിക്കിളിന് ടി സെക്കൻഡ് കൊണ്ട് കുറേ ദൂരം പോകണം, ഇവന് നല്ലോ പോകണം. എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾ റേഡിയയിൽ ഏറ്റവും ഔട്ട്വാർഡ്സ് ഉള്ള ഈ ഒരു പാർട്ടിക്കിള്, ആ പാർട്ടിക്കിളിന് ടി സെക്കൻഡ് സമയം കൊണ്ട് കുറേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അപ്പൊ ഇവന്റെ സ്പീഡും ഇവന്റെ സ്പീഡും എന്താ? വ്യത്യാസം ഉണ്ടാകും. ഏറ്റവും നല്ല സ്പീഡിൽ പോവല് ഈ പാർട്ടിക്കിൾ ആയിരിക്കും, പിന്നെ സ്പീഡ് ഇയാൾക്കായിരിക്കും, പിന്നെ സ്പീഡ് ഇയാൾക്കായിരിക്കും. പക്ഷെ ആംഗുലാർ വെലോസിറ്റി എല്ലാവർക്കും എന്താ? സെയിം. ബിക്കോസ് ആംഗുലാർ വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് എന്താണ്? ടൈം ടേക്കർ ആണ്. അത് ഈ എല്ലാ പാർട്ടിക്കിളിനും സെയിം ആയതുകൊണ്ട് ഒമേഗ എല്ലാവർക്കും സെയിം ആണ്. ജസ്റ്റ് ഇതൊന്നും പറയണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. റെഡി? നിങ്ങൾക്ക് മനസ്സിലാവട്ടെ, അതിനു വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഞാൻ ജസ്റ്റ് ഇതിന് ആൻസർ എന്താ മക്കളെ? ഇറ്റ്സ് ആൻസർ ഈസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ചാപ്റ്റർ ആണ്. ഇതെല്ലാവരും ടഫ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണെങ്കിലും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ശരിക്കും ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ. Now listen, show that tau is equal to dl by dt for rotational motion. Yes, മക്കളെ ഞാൻ ഷോ ചെയ്യാൻ പോവാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണേ. ലിസൺ നോക്കാം. So a question, show that tau is equal to dl by dt എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം മക്കൾ ശ്രദ്ധിക്കട, ഞാൻ പറയാൻ പോവാണ്. അതായത് L is equal to R cross P എന്ന ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാണ്ട്. ഓക്കെ, എക്സ്പ്രഷൻ ഫോർ ആംഗുലാർ മൊമെന്റം. L is equal to R cross P ആണ്. Now listen, ഞാൻ രണ്ട് ഭാഗവും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങൾ ആദ്യം എഴുതി വെക്കണ്ട, ആദ്യം നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. A is equal, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ L is equal to ഇക്വേഷൻ എഴുതുന്നു, രണ്ട് ഭാഗവും ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഓൺ ഡിഫറൻഷിയേഷൻ ഓൺ ബോത്ത്. ഓക്കെ, ഓൺ ഡിഫറൻഷിയേഷൻ വി ക്യാൻ റൈറ്റ് it as dl by dt is equal to d by dt of എന്താ മക്കളെ? R cross P. രണ്ട് ഭാഗവും ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. രണ്ട് ഭാഗവും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മക്കളെ ഡിഫറൻഷിയേഷൻ റൂൾ ഉണ്ട്, പ്രോഡക്റ്റ് റൂൾ എന്ന് പറയും. എക്സ് ഇൻറ്റു വൈ. പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാരെ മൾട്ടിപ്ലൈ ആണ്, എക്സും വൈയും മൾട്ടിപ്ലൈ ആണ്. എക്സ് ആൻഡ് വൈ ആർ വേരിയബിൾസ്. ഓക്കെ, സോ ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്താ അറിയോ? ഒന്നാമത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് രണ്ടാമത്തെ ഫംഗ്ഷൻ പ്ലസ് ഒന്നാമത്തെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഇൻറ്റു എന്ത്? രണ്ടാമത്തെ ഫംഗ്ഷൻ. ഇങ്ങനെ ഇതുണ്ട്. ഓക്കെ, ഇയാള് ഇൻറ്റു ഇയാൾ ഡെറിവേറ്റീവ് പ്ലസ് ഇയാൾ ഡെറിവേറ്റീവ് ഇൻറ്റു ഇയാൾ. അപ്പോൾ രണ്ടാൾക്കും പരാതിയില്ല, രണ്ടാൾക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, അത് മാത്തമാറ്റിക്സിൽ ഡിഫറൻഷിയേഷൻ റൂൾ ആണ്. ഓക്കെ, നൗ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മക്കളെ എന്താ വരിക? അതേപോലെ എക്സിന് സ്ഥാനത്ത് ആർ ആണ്, ഇത് ക്രോസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞല്ലോ, അതിന് പകരം ആർ ക്രോസ് ഉപയോഗിക്കുന്നുണ്ട്. നോക്കടാ, ഇപ്പം എന്താ വരിക? ആർ ക്രോസ് ഡി പി ബൈ ഡി ടി വരും. ആർ ക്രോസ് ഡി പി ബൈ ഡി ടി, ആർ ക്രോസ് ഡി പി ബൈ ഡി ടി പ്ലസ് ഇനി അടുത്താരാ? ഡി ആർ ബൈ ഡി ടി ക്രോസ്, ഡി ആർ ബൈ ഡി ടി ക്രോസ് എന്ത് വരും? പി എന്ന് വരും. ഓക്കെ, നൗ മക്കളെ ശ്രദ്ധിക്ക്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ക്രോസ്. വാട്ട് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം? ഡി പി ബൈ ഡി ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, അപ്പൊ എനിക്ക് എഫ് എന്ന് കൊടുക്കാം.
plus what is dr by dt? Rate of change of position എന്താ മക്കളെ? Rate of change of position എന്ന് പറഞ്ഞാൽ velocity ആണ്. So v cross എന്തെഴുതാം? p എന്നെഴുതാം. വെലോസിറ്റി ഏത് ഭാഗത്തേക്കാണോ അങ്ങോട്ടേക്ക് തന്നെയാണ് മൊമെന്റം ഉണ്ടാവുക. അപ്പോൾ വെലോസിറ്റി വെക്ടറും മൊമെന്റം വെക്ടറും സെയിം ഡയറക്ഷനിലാണ്. രണ്ടും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് വിയും പിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 0 വിയും പിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആയതുകൊണ്ട് തന്നെ അവരെ ക്രോസ് എടുത്തു കഴിഞ്ഞാൽ വി ക്രോസ് പി എടുത്തു കഴിഞ്ഞാൽ വി ഇൻറ്റു പി ഇൻറ്റു സൈൻ 0 എന്ന് വരും. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 0 എന്നാണ് ആൻസർ കിട്ടുക. സോ ഈ ടേം എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് വരും. എന്ത്? ഡി എൽ ബൈ ഡി ടി. വാട്ട് ഈസ് ആർ ക്രോസ് എഫ്? ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ടോർക്കാണ്. സോ ടോ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഡി എൽ ബൈ ഡി ടി എന്ന് കിട്ടി. സോ നമ്മൾ ഈ പറഞ്ഞ ആ റിലേഷൻ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഈ റിലേഷൻ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് സെറ്റ് ആണ്. ഓക്കെ, നൗ ഇത് ശരിക്കും കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനും കൂടിയാണ് ഇത്. ടോ ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ. അവിടെ പറഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴേക്കാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. മക്കളെ ശ്രദ്ധിക്കും, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം നമ്മൾ പഠിച്ചതാ. എന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം നമ്മൾ പറഞ്ഞിരുന്നു. എന്ത്? ഇഫ് ദർ ഈസ് നോ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ എ ബോഡി ദെൻ ടോട്ടൽ മൊമെന്റം ഓഫ് ദാറ്റ് ബോഡി വിൽ ബി കൺസർവ്ഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നേരെ എന്തിലേക്ക് മാറ്റുക? ആംഗുലാർ മൊമെന്റത്തിലേക്ക് മാറ്റുക. ഒന്നുമില്ല, ഇഫ് ദർ ഈസ് നോ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ എ ബോഡി, ഒരു ബോഡിയിലുള്ള നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ അവിടെ എന്ത് കൺസർവ് ചെയ്യപ്പെടും? ലീനിയർ മൊമെന്റം എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, അത് കൺസർവ് ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിൽ. ഇനി പഠിക്കാനുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ. അതിലേക്ക് വരുന്ന സമയത്ത് മക്കളെ ഇതാണ് സംഭവം. നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക്, ഫോഴ്സിന് പകരം ആര്? ടോർക്ക്. അപ്പൊ പീക്ക് പകരം ആര്? ആംഗുലാർ മൊമെന്റം. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറയാം? If there is no net external torque on a body, ഒരു ബോഡിയിൽ നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ ബോഡിയുടെ ആംഗുലാർ മൊമെന്റം എന്ത് ചെയ്യപ്പെടും? കൺസർവ് ചെയ്യപ്പെടും. സോ ഇഫ് ദർ ഈസ് നോ നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് ഓൺ എ ബോഡി ദെൻ ദ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഓഫ് ദാറ്റ് ബോഡി വിൽ ബി കൺസർവ്ഡ്. ഓക്കെ, അപ്പോൾ ഒരു ബോഡിയിൽ നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ ബോഡിയുടെ ആംഗുലാർ മൊമെന്റം കൺസർവ് ചെയ്യപ്പെടും എന്നതാണ്. അപ്പോൾ ശരിക്കും ലീനിയർ മോഷനിൽ പറഞ്ഞ അതേ കോൺസെപ്റ്റാ. ഒരു ബോഡിയിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ അതിന്റെ ലീനിയർ മൊമെന്റം എന്ത് ചെയ്യും? കൺസർവ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഒരു ബോഡിയിൽ നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലെങ്കിലോ ആ ബോഡിന്റെ ആംഗുലാർ മൊമെന്റം എന്ത് ചെയ്യും? കൺസർവ് ചെയ്യും. ലീനിയർ മോഷനിൽ പറയുന്ന എല്ലാ കോൺസെപ്റ്റിനും റൊട്ടേഷൻ മോഷനിലും നമുക്ക് ലോ ചേർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ശരിക്കും ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അത് ലീനിയർ മോഷനിലും ബാധകമാണ്, റൊട്ടേഷണൽ മോഷനിലും എന്താ ശരിക്കും ബാധക. കേട്ടോ, റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേടാ? യെസ് യെസ് യെസ്. 80D ബാസ് ബീറ്റ്സ് പറയുന്നു 0 ആയിട്ട് പോകുന്നത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. 0 ആയി പോയതിന്റെ കാരണം മക്കളെ ഇവിടെ നോക്ക്. ഇത് 0 ആയ കേസ് ആയിരിക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞ്. അതായത് വെലോസിറ്റി, എടാ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റിയാ. വെലോസിറ്റി വെക്ടർ എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്ക് തന്നെയാണ് ആരും ഉണ്ടാവുക? മൊമെന്റം വെക്ടർ ഉണ്ടാവുക. അപ്പൊ വെലോസിറ്റിയും ഈ വിയും ഈ പിയും എന്താ? ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ ആ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാവുമ്പോൾ ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ? 0. അപ്പൊ വി ക്രോസ് ടി നമ്മൾ എങ്ങനെ എഴുതുക? വി ഇൻറ്റു പി ഇൻറ്റു സൈൻ 0 എന്ന് എഴുതും. സൈൻ 0 എന്താ? 0. സോ ഈ ടേം ഒന്നായിട്ട് എന്തായി പോയി? 0 ആയി പോയി. ദാറ്റ്സ് ഓൾ. ഓക്കെ, അങ്ങനെയാണ് 0 ആയി പോയത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റൈറ്റ്? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ദ മോഷൻ ഇൻ വിച്ച് ആംഗുലാർ മൊമെന്റം ഈസ് കൺസർവ്ഡ്. ആംഗുലാർ മൊമെന്റം കൺസർവ് ചെയ്യുന്ന ഒരു മോഷൻ നമ്മളോട് പറയാൻ പറഞ്ഞു. മക്കളെ ഒന്നാ പറയണ്ടേ? ഐറ്റ് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ആംഗുലാർ മൊമെന്റം കൺസർവ് ചെയ്യുന്ന ഒരു മോഷൻ പറയാൻ പറഞ്ഞാൽ കുറെ പറയാം. അപ്പൊ ഒരു സർക്കസ് പ്ലെയർ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വെൻ ഹി വിഡ്രോ ഹിസ് ഹാൻഡ്സ്, ഓക്കെ, ഈ ഹാൻഡ്സ് അയാൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് റൊട്ടേറ്റിംഗ് സ്പീഡ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ഹാൻഡ് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് റൊട്ടേറ്റിംഗ് സ്പീഡ് എന്ത് ചെയ്യും? കുറയും.
അത് ശരിക്കും ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പറയാം, ഏതറിയാം മക്കളെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിൽ വരുന്ന മറ്റൊരു ഇതാണ് നമ്മുടെ ഈ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നില്ലേ. സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്ന സമയത്ത് പ്ലാനറ്റ്സിന്റെ റെവല്യൂഷനിൽ അവിടെ പ്ലാനറ്റ്സ് എന്ത് കൺസേർവ് ചെയ്യുന്നുണ്ട്, അവിടെ ആംഗുലാർ മൊമെന്റം എന്ത് ചെയ്യുന്നുണ്ട്, കൺസേർവ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. എവിടെ അറിയോ, ഗ്രാവിറ്റേഷനിൽ കെപ്ലേഴ്സ് സെക്കൻഡ് ലോയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് dA/dt is equal to L/2m. എല്ലും 2m കോൺസ്റ്റന്റ് ആയതുകൊണ്ട് dA/dt is a constant എന്നൊക്കെ പഠിക്കുന്നുണ്ട്, പ്രൂഫായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കൺസർവേഷൻ. അവിടെ ഒരു സണ്ണിന് ചുറ്റും ഒരു പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ ആംഗുലാർ മൊമെന്റം എന്ത് ചെയ്യുന്നുണ്ട്, കൺസർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, എന്താണ് റെവല്യൂഷൻ, ഇതിൽ എക്സാമ്പിൾ ഇങ്ങനെ പറയാം, revolution of a planet around the sun. In that case, its angular momentum will be conserved. Okay ആണല്ലോ, ഇത്രയും സംഭവം സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ സീന്റെ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, the rotational analog of force is. rotational analog of force എന്ന് പറഞ്ഞാൽ ഫോഴ്സിന് പകരക്കാരനായിട്ട് റൊട്ടേഷൻ മോഷനിൽ ഉപയോഗിക്കാവുന്ന ആള്. ലീനിയർ മോഷനിലാണ് ഫോഴ്സ്, റൊട്ടേഷൻ മോഷനിൽ ഫോഴ്സിന്റെ പകരക്കാരൻ മക്കളെ ആരാണ്? ടോർക്കാണ്. ടോർക്ക്. സോ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് ഏതാണ്? ടോർക്കാണ്. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A cord of negligible mass is wound round the rim of a flywheel mounted on a horizontal axis as shown in figure. ഒന്നുമില്ലടാ, ഇവിടെ ഒരു റിമ്മില് ഒരു കയറ് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കയറ് ചുറ്റി വെച്ചിട്ടുണ്ട്. ആ കയറ് അങ്ങനെ ഇങ്ങോട്ടേക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. ഈ കയറിലേക്ക് നമ്മളൊരു ഫോഴ്സ് 25 ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കോഡ് ഓഫ് നെഗ്ലിജിബിൾ മാസ്, ഈ കയറിന്റെ മാസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. റിം ഓഫ് എ ഫ്ലൈവീൽ, ഇതൊരു ഫ്ലൈവീൽ ആണ്. ഫ്ലൈവീൽ എന്ന് പറഞ്ഞ സാധനം ഡിസ്ക് ആയിരിക്കും കേട്ടോ. ഇതെന്താ സാധനം? ഫ്ലൈവീൽ ആകുമ്പോൾ അത് ഡിസ്ക് ആണ് വരിക. ഓക്കെ, ഡിസ്ക് ആണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ സാധനം പിടിച്ച് വലിച്ചാൽ ഈ സാധനം എന്ത് ചെയ്യും? കറങ്ങും അല്ലെ? ഇത് താഴേക്ക് പിടിച്ച് വലിച്ചാൽ എന്ത് ചെയ്യും? കറങ്ങും. ആയിക്കോട്ടെ, കറങ്ങട്ടെ. നൗ കാൽക്കുലേറ്റ് ദ ആംഗുലാർ ആക്സിലറേഷൻ. നിങ്ങൾ എന്ത് കാണണം? ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. ആൽഫ നിങ്ങൾ കാണണം. ഓഫ് ദി വീൽ, ഈ വീലിന്റെ ആംഗുലാർ ആക്സിലറേഷൻ നിങ്ങൾ കാണണം. ഇഫ് സ്റ്റഡി പുൾ ഓഫ് 25 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ ദ കോർഡ്. ഇവിടെ കൊടുത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവന്റെ ആംഗുലാർ ആക്സിലറേഷൻ നിങ്ങൾ ഫൈൻഡ് ചെയ്യണം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഫ്ലൈ വീൽ അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. ഇത് ഇവർ തരേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, നൗ ലിസൺ. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ മൂവ് ചെയ്യും മക്കളെ? ശ്രദ്ധിക്കട, ഇവിടെ ശ്രദ്ധിക്കുക. ടോർക്കിന്റെ എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് ടോ ഈസ് ഈക്വൽ ടു ടോർക്ക്. എഫിന്റെ പകരക്കാരനല്ലേ റൊട്ടേഷണൽ ടോർക്ക്? എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. അപ്പൊ ടോർക്ക് എന്താ? എം എന്റെ പകരക്കാരന്, എമ്മിന് പകരം ഐ ആണ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. എക്ക് പകരം ആൽഫയും ആണ് വരിക. സോ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന ഇക്വേഷൻ എടുക്കണം. കൂടാതെ ഇവിടെ നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാൻ ഒരു ജനറൽ എക്സ്പ്രഷൻ ഉണ്ട് മക്കളെ. എന്താണ് ടോർക്ക്? എങ്ങനെ കാണും? ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇവിടെ ഈ ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ആണ്. അപ്പൊ ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും ആ ആക്സും തമ്മിൽ ഉണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതല്ലേ? ആണ്. അപ്പൊ ഇവിടെ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് എന്താ മക്കളെ? ഫോഴ്സ് ഇൻടു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അടിച്ചാ പോരേന്ന്. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞ റേഡിയസ് അല്ലേന്ന്. അപ്പൊ ടോർക്ക് എന്തും ആണ്. ഫോഴ്സ് ഇൻടു ആർ ചെയ്താലും നിങ്ങൾക്ക് എന്താ കിട്ടുക? ടോർക്ക് കിട്ടും. ഐ ആൽഫ അടിച്ചാലും എന്ത് കിട്ടും? ടോർക്ക് കിട്ടും. സോ നമുക്ക് പറയാം ഐ ആൽഫ ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ഇൻടു ആർ ആണ്. ഇവിടെ ആർ എന്താ മക്കളെ? 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആറിന്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ആൽഫ ഇസ് ഈക്വൽ ടു എഫ് ആർ ബൈ ഐ. ഇത് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട സാധനമായി. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എഫിന് 25 കൊടുക്കുക, പ്രോബ്ലം ഒന്നുമില്ല. ആറിന് 20 സെന്റിമീറ്റർ ആണ്. അത് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 20 × 10⁻² മീറ്റർ ആയി. ഡിവൈഡ് ബൈ ഐ.
I എന്ന് പറഞ്ഞാൽ ഇവന്റെ എന്താ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കാണണമെന്ന് വരെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് അങ്ങനെ I is mr²/2 ആണ്. അതല്ലെങ്കിൽ നമുക്കറിയാം ഡിസ്ക് ആണിത്. ഇത് ഡിസ്ക് ആണെങ്കിൽ ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്കിൽ mr²/2 ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, സോ തരേണ്ട ആവശ്യം ഒരു ഔദാര്യം നമുക്ക് വേണ്ട, നമുക്ക് എല്ലാം അറിയാം. ഓക്കെ, സോ എന്താ മക്കളെ I എന്താ വരിക? I is equal to m into m 20 ആണ്, m into r². 20 into 10⁻², അതായത് റേഡിയസിനെ എന്തിലേക്ക് മാറ്റി? മീറ്ററിലേക്ക് മാറ്റി. m into r² by എന്താ 2. അപ്പൊ ഈ 2ഉം 20ഉം കട്ടാവുമ്പോൾ 10 ആകും. സോ ആൻസർ ഈസ് 10 into 20² is 400 into 10⁻² എന്ന് 10⁻4 എന്ന് വരും. സോ ഇതെന്ത് വരും മക്കളെ? 4000 into 10⁻4 that is equal to ഇത് 10⁻4 ഇത് കട്ടാകുമ്പോൾ 0.4 എന്ന് വരും. എന്താ? 0.4. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് flywheel is 0.4 ആണ്. അപ്പൊ ഐക്ക് നമുക്ക് എന്ത് വാല്യൂ കൊടുക്കാം? 0.4 എന്ന് കൊടുക്കാം. 0.4 വേണമെങ്കിൽ നമുക്ക് 4 into 10⁻1 എന്ന് കൊടുക്കാം. ഓക്കെ, 20/4 നമുക്ക് എന്ത് എഴുതാം? 5 എന്ന് എഴുതാം. 20/4 നമുക്ക് എന്ത് എഴുതാം? 5 എന്ന് എഴുതാം. സോ 5 into 25 is എത്ര? 125 into 10⁻1 മുകളിൽ കയറുമ്പോൾ എന്താവും? 10⁻+1 ആകും. ആ +1ഉം -2ഉം കൂടി 10⁻1 ആകും. സോ 10⁻1 വരും. ആൻസർ ഈസ് 12.5 radian per second square is the final answer. നല്ല ക്വസ്റ്റ്യൻ, 2 മാർക്ക് കിട്ടും. ഈസി മക്കളെ. ഓക്കെ ആണോ? റെഡി ആണോ? സെറ്റ് ആണോ? റെഡി? ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ്. മക്കളെ ശ്രദ്ധിക്കണം. സ്റ്റേറ്റ് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് ഓൺ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. Derive an expression to find the moment of inertia of a circular disk about one of its diameters with the help of a neat diagram. അത് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 4 മാർക്കാണ്. രണ്ടും വെച്ച് 4 മാർക്കാണ്. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസറിൽ ആദ്യം പറഞ്ഞത് എന്താ മക്കളെ? തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് ഓർ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്നും പറയും കേട്ടോ. ഓക്കെ, തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ്. മക്കളെ എന്താ തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ്? ആദ്യം എന്താന്നുള്ളത് പറഞ്ഞുതരാം. ഒരു ബോഡി, ഓക്കെ, ആ ബോഡിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ആക്സിസ് ഉണ്ട്. ഈ ആക്സിസിൽ നമുക്ക് z എന്ന് കൊടുക്കാം. ഓക്കെ, ഈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെയും സമ്മിന് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ IZZ' എന്ന് പറയുന്നത് ഈ ബോഡിയുടെ ഈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് IXX' IYY' സമ്മിന് എന്താണ്? ഈക്വൽ ആണ്. ഈ ആക്സിസിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെയും സമ്മിന് ഈക്വൽ ആണ് ഈ ആക്സിസിലെ എന്ത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതാണ് മക്കൾ മനസ്സിലാക്കേണ്ടത്. അതാണ് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ്. അതെങ്ങനെ ഡിഫൈൻ ചെയ്യാം മക്കളെ? പഠിക്കുക. The moment of inertia of a planar body about an axis passing perpendicular to its plane. അപ്പൊ ZZ' ഈ പ്ലെയിനിന് എന്താ? ശരിക്കും പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? അപ്പൊ ആദ്യം നമ്മൾ ഇവനെ കുറിച്ചാണ് പറയുന്നത്. ഇവൻ എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലാനാർ ബോഡി അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. ഈ പ്ലെയിനിന് ശരിക്കും ഈ ZZ' ഇങ്ങനെ ഉണ്ടാവുക. ZZ' ഇങ്ങനെ ഉണ്ടാവുക. ഈ മാർക്കർ ഇത് വെച്ച മാതിരി ഉണ്ടാവും. ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലാനാർ ബോഡി അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് perpendicular to its plane is equal to the sum of moment of inertias of two perpendicular axes which lie in the same plane. അതായത് ഈ ബോഡിന്റെ പ്ലെയിനിലാണ് ഈ 2 ആക്സിസും, which lies in the same plane and concurrent with, അവരെന്തു ആവണം? കൺകറന്റ് ആവണം. അവർ രണ്ടുപേരും ഏത് കൂടെ കടന്നു പോകണം? കൺകറന്റ് വിത്ത് ദ ഗിവൺ പെർപെൻഡിക്കുലർ ആക്സിസ്. ഈ തന്നിരിക്കുന്ന ഈ പെർപെൻഡിക്കുലർ ആക്സിസിന് കൺകറന്റ് ആവണം. കൂടാതെ ഈ 2 ആൾക്കാരും ഈ പ്ലെയിനിലായിരിക്കണം. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? കൂടാതെ ഈ 2 ആളും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പൊ എന്താ പറഞ്ഞത്? ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലാനാർ ബോഡി അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് perpendicular to its plane
is equal to the sum of moment of inertias of two perpendicular axes which lie in the same plane and concurrent with the given perpendicular axis. ഇത്രയും പറഞ്ഞാൽ തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് ആയി. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുക മക്കളെ? ഡിറൈവ് an expression to find the moment of inertia of a circular disk. അപ്പൊ സാധനം എന്താ മക്കളെ? ഒരു സർക്കുലർ ഡിസ്ക് ആണ്. സർക്കുലർ ഡിസ്ക് ആണ്. ഓക്കെ, about one of its diameter. ഡയമീറ്ററിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണം with the help of a NEET diagram. മക്കളെ നമ്മൾ ഈ ഡയമീറ്റർ ഇത് d dash എന്ന് കൊടുത്തോ. d ഡാഷിലെ എന്ത് കാണണം? മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണം. എടാ മക്കളെ, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ അതും ഡയമീറ്റർ തന്നെയല്ലേ? അപ്പൊ അതിനും കൊടുത്തോ, d ഡാഷ് എന്ന് കൊടുത്തോ. ഓക്കെ, അപ്പോ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഞാനിതാ ഇങ്ങനെ ഒരു ആക്സിസ് വരക്കുകയാണ്. ഇങ്ങനെ ഒരു ആക്സിസ് ഞാൻ വരക്കുകയാണ് ലൈക്ക് ദിസ്. ഓക്കെ, കളർ ചേഞ്ച് ചെയ്യാം. സോ ഇങ്ങനെ ഞാൻ ഒരു ആക്സിസ് ഇങ്ങനെ ഞാൻ ഒരു ആക്സിസ് കാണിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ആക്സിസ് ഞാൻ കാണിക്കുകയാണെങ്കിൽ ആ ആക്സിസ് ശരിക്കും ഏതാ? ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയി ഇങ്ങനെയുള്ള ആക്സിസ് ആണ്. അത് എനിക്ക് ഇങ്ങനെ വരക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരു z ഡാഷെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പേര് കൊടുക്കാം, z ഡാഷ് എന്ന് കൊടുക്കാം. അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പ്രകാരം എനിക്ക് എങ്ങനെ എഴുതാം? I z dash is equal to I d dash plus I d dash എന്ന് എഴുതാം. 2 I d dash is equal to I z dash ആണ്. I z dash എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ക് അല്ലേ? അപ്പൊ ഈ ആക്സിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/2 ആണ്. അപ്പൊ എന്താ മക്കളെ വരിക? I d dash 2I dash is equal to mr²/2 എന്ന് എഴുതാം. From here, what is I d dash? I d dash becomes mr²/4 എന്ന് വരും. ഇതാണ് നമ്മളുടെ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ ഗിവൺ ആക്സിസ്. ഇത് ഡയമീറ്റർ. അപ്പോൾ mr²/4 ആണ് അതിന്റെ എന്ത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, സോ ഇത് നമുക്ക് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ 2 സംഭവം ഇതിങ്ങനെ വൃത്തിക്ക് ഇത് വരച്ചിട്ട് അതിന്റെ എന്താ ഡെഫിനിഷൻ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. ഈ സംഭവം എഴുതിയാൽ മക്കളെ വെറുതെ 4 മാർക്ക് പോക്കറ്റിൽ ഇരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലിസൺ. ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ്. മക്കളെ, റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ടോർക്ക് ആണ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം ആംഗുലാർ മൊമെന്റം ആണ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ആണ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ ആണ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഇങ്ങനെ എല്ലാ സംഭവവും ഓർത്ത് വെക്കുക. അപ്പോൾ ലീനിയർ മോഷനിൽ ഫോഴ്സ്, റൊട്ടേഷൻ മോഷനിൽ ടോർക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും മക്കൾ മനസ്സിലാക്കി വെക്കുക. സോ അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എന്താണ്? moment of inertia. This is rotational analog of mass. I think you got it. Yes. Next question. The moment of inertia of a thin rod. മക്കളെ, ഒരു thin rod ഉണ്ട് എൻ്റെ കയ്യിൽ. Okay, ഒരു thin rod ഉണ്ട് എൻ്റെ കയ്യിൽ. Moment of inertia of a thin rod of mass capital M and length small l about an axis perpendicular to the road at its midpoint is the ഈ ഒരു ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? I is equal to ml²/2. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, find the moment of inertia of the rod about an axis perpendicular to it and passing through one end of the road. ഓക്കെ, അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ഈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് എവിടത്തെ ഈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് എ ബി എന്ന് പേര് കൊടുക്കാം. എ ബി ആണ്. ഇത് നമുക്കൊരു ജി ഡാഷ് എന്ന് പേര് കൊടുക്കാം. സോ പാരലൽ ആക്സിസ് തിയറം പ്രകാരം മക്കളെ എന്താണ് ഐ എ ബി എന്ന് പറഞ്ഞാൽ എന്താ? അക്കോർഡിംഗ് ടു പാരലൽ ആക്സിസ് തിയറം ഈ ഒരു ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിന് പാരലൽ ആയിട്ട് സെന്റർ ഓഫ് മാസ് കൂടെ കടന്നു പോകുന്ന ആക്സിസ് കൺസിഡർ ചെയ്യാം. അപ്പൊ ആ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആദ്യം കാണുക. അതിനോട് കൂടി ഈ ബോഡിയുടെ ടോട്ടൽ മാസും ഈ 2 ആക്സും തമ്മിലുള്ള അകലം, ഈ അകലം എന്ന് പറഞ്ഞാൽ പകുതി l/2 ഉണ്ടാവുക.
ഈ അകലത്തിന്റെ സ്ക്വയർ ഓക്കെ ആ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക അതുമായിട്ട് കൂട്ടാം ഓക്കെ സോ ഈ ഒരു ആക്സിലർ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ഈ ആക്സിലർ മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് ഇതിന്റെ ടോട്ടൽ മാസ് ഇൻടു ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ചെയ്താൽ മതി ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് IgG ഡാഷ് ഈ ആക്സിലർ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താ ml²/12 ആണ് പ്ലസ് m ഇൻറ്റു L²/4 എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു 4ml² പ്ലസ് 12ml² എന്താ 4ml² പ്ലസ് 12ml² ഡിവൈഡഡ് ബൈ 12 into 4 എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു 16ml² 16ml² ബൈ 12 into 4 എന്ന് വരും ഇത് രണ്ടും കട്ട് ആവും ഇത് 4 ആവും ഇത് രണ്ടും കട്ട് ആവും 3 ആവും സോ ആൻസർ ഈസ് ദ ഫൈനൽ ആൻസർ ഈസ് I required moment of inertia IAB is equal to ml²/3 എന്ന് കിട്ടും ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ ഓക്കെ ഓക്കെ അതിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു യെസ് 2 മാർക്കാണ് ഇംപ്രൂവ്മെന്റ് ചോദിച്ചതാണ് ഇത്ര എഴുതി വെച്ചാൽ ഫുൾ മാർക്കാ ഓക്കെ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ ശ്രദ്ധിക്കാം എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 20 കിലോഗ്രാം ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ട് എൻ്റെ കയ്യിൽ ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ട് എൻ്റെ കയ്യിൽ ഇവന്റെ മാസ് എത്രയാടാ 20 കിലോഗ്രാം ആണ് it rotates about its axis okay അപ്പോൾ its axis എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു സിലിണ്ടറിന്റെ ആക്സിസ് ഞാൻ ഈ കാണിച്ചതാണ് സിലിണ്ടറിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ its axis എന്ന് പറഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യാണ് ലൈക്ക് ദിസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ഓക്കെ ഞാൻ കറങ്ങുകയാണ് ഓക്കെ now solid cylinder ആണ് മാസ് 20 ആണ് rotates about its axis the angular speed omega angular speed 100 radian per second അത് റൊട്ടേറ്റ് ചെയ്യാണ് the radius of the cylinder is 0.25 meter ആണ് what is the kinetic energy associated with the rotation of the cylinder so we want to find the kinetic energy of rotation of the cylinder and the equation half into I omega square ആണ് in the kinetic energy of rotation of this cylinder that is equal to makale half into what is moment of inertia of this cylinder when it rotates like this moment of inertia of a solid cylinder okay about its own axis പഠിച്ചതാണ് I is equal to mr²/2 ആണ് that is equal to mass of this cylinder is 20 into r is 0.25 എടാ 0.25 പറഞ്ഞാൽ 1/4 അല്ലേ ഞാൻ 1/4 ചുമ്മാ കൊടുത്തു അതിന്റെ സ്ക്വയർ ബൈ 2 ഇത് കട്ട് ആകുമ്പോൾ 10 ആകും സോ ആൻസർ ഈസ് ദിസ് ഇസ് 10 ആൻസർ ഈസ് 10 into 1/16 that is 10/16 that is 5/8 എന്ന് എഴുതാം moment of inertia so അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5/8 അല്ലേ വരിക യെസ് 8 into omega is 100 square ഉണ്ടാകും that is equal to 5/16 into 10000 ഇത് സോൾവ് ചെയ്യാം അപ്പോൾ എത്ര ഉണ്ടാവൂടാ 5 4 0 divided by 16 ഇത് സോൾവ് ചെയ്യാം അത്രയും ജൂൾസ് റൈറ്റ് ഇതാണ് നമ്മളുടെ ആൻസർ സോൾവ് ചെയ്തൊക്കെ ഓക്കെ അല്ലേ നോക്കാം കേട്ടോ 20 into 1/4 whole square by 2 cuts okay 16 10/16 5/8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും വീക്ക് ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ആൻസർ ചെയ്തു ഓക്കെ സോ വാട്ട് ഈസ് കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് ദ റൊട്ടേഷൻ ഓഫ് സിലിണ്ടർ കഴിഞ്ഞില്ല വേറെ എന്തോ ചോദിക്കണ്ടല്ലോ എന്താ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെന്റം ഓഫ് ദി സിലിണ്ടർ അബൌട്ട് ദിസ് ഓക്കെ അപ്പൊ എല്ലാം കൂടി നിങ്ങൾ കാണണം എൽ പറഞ്ഞാൽ എന്താ ഐഒമേഗ ആംഗുലാർ മൊമെന്റം ഐഒമേഗയാണ് ഐ എന്താ മക്കളെ ഐ എന്ന് പറഞ്ഞാൽ കിട്ടിയല്ലോ 5/8 ആണ് സോ 5/8 into omega is 100 so the answer is 500/8 എത്രയെന്നുള്ളത് നോക്കുക അത്രയും ആംഗുലാർ മൊമെന്റം അല്ല അപ്പൊ എന്താ കിലോഗ്രാം meter square per second okay yes kilogram meter square per second കാരണം L ആയതുകൊണ്ട് Lന്റെ ആൻസർ മീൻസ് L പറഞ്ഞാൽ ശരിക്കും RP ആണ് RP P എന്താ മൊമെന്റം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ആറിന്റെ യൂണിറ്റ് മീറ്റർ ആണ് സോ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് സോ ഇത്രയും ഇത് സോൾവ് ചെയ്യുക ആൻസർ ചെയ്ത് വെക്കുക ദാറ്റ്സ് ഓൾ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മെയിൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രീവിയസ് ഇയറിൽ മെയിൻ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ് പക്ഷേ ഞാൻ പറയുന്നു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയ ലെവലിൽ നിർത്താൻ പറ്റിയ ചാപ്റ്റർ ഒന്നുമല്ല ഒരുപാട് കോണ്ടന്റ് പഠിക്കാനുണ്ട് അതിൽ തന്നെ റിങ് ഡിസ്ക് സോളിഡ് സിലിണ്ടർ പിന്നെ റോഡ്
ഓക്കെ, ഹോളോ സിലിണ്ടർ, അതിന്റെ വ്യത്യസ്ത ആക്സിസുകളിൽ വരുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുണ്ട്. അങ്ങനെ കുറെ, പിന്നെ ഹോളോ സ്ഫിയർ, സോളിഡ് സ്ഫിയർ, ഓക്കെ, അങ്ങനെ കുറെ കേസുകളുണ്ട്. പിന്നെ റോളിംഗ് മോഷൻ വരുന്നുണ്ട്, റോളിംഗ് മോഷന്റെ കൈനറ്റിക് എനർജി പഠിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾ തന്നെ പഠിക്കാനുണ്ട്. പിന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണ്, തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ്, പാരലൽ ആക്സിസ് ഒക്കെ പഠിക്കാനുണ്ട്. അതിൽ പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും അതിന്റെ പ്രൂഫും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പാരലൽ ആക്സിസ് തിയറമോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറമോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി പഠിച്ചു വെച്ചോളണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കാം. ഓക്കെ, അതുപോലെ പിന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോൾ ചെയ്ത് നോക്കുക, എന്ത് ചെയ്യുക, നല്ലോണം നോക്കുക. ഈ ടൈപ്പിനൊക്കെ വളരെയധികം ചാൻസ് കൂടുതലാണ് ചോദിക്കാൻ, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്തത്. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നല്ലോണം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഞാൻ അത് ക്ലിയർ ആക്കി തരാം, കാണുകയാണെങ്കിൽ ക്ലിയർ ആക്കി തരാം, ഒഴിവിനനുസരിച്ച് ക്ലിയർ ആക്കി തരാം. നമുക്കിനി ഇപ്പം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് പറഞ്ഞ ചാപ്റ്റേഴ്സിൽ ഇനിയും കുറച്ചും കൂടെ കവർ ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ കവർ ചെയ്യാണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൊണ്ടല്ലോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് മക്കളെ, സോറി കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ കവർ ചെയ്യാം. ലിസൺ, ഒരു ക്വസ്റ്റ്യനും അതിൽ ആഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഞാൻ വേഗത്തോടെ കവർ ചെയ്യാം. ലിസൺ, നൗ ലിസൺ, ഇത് ഈ ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് ചെയ്യാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടില്ല, നോക്ക്. Starting from rest, a solid sphere rolls down an inclined plane of vertical height h without slipping. Okay, so ഒരു inclined plane. ഈ inclined planeൽ ലിസൺ, ഒരു സോളിഡ് സ്ഫിയർ എന്ത് ചെയ്യാണ്, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു സോളിഡ് സ്ഫിയർ എന്ത് ചെയ്യാണ്, റോൾ ചെയ്യാണ്. താഴേക്ക് റോൾ ചെയ്തിങ്ങനെ ഉരുണ്ട് വരിക, അങ്ങനെ ഉരുണ്ട് വരിക. ഓക്കെ, വെർട്ടിക്കൽ ഹൈറ്റ്, ഈ വെർട്ടിക്കൽ ഹൈറ്റ് എത്ര ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര ഹൈറ്റാ വെർട്ടിക്കൽ ഹൈറ്റ്? h വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് ഈ ഒരു സോളിഡ് സ്ഫിയർ ഉരുണ്ട് ഇങ്ങോട്ടേക്ക് വീഴാന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഓക്കെ, if m is the mass and r is the radius of sphere, ഇതിന്റെ മാസ് m ഉം റേഡിയസ് r ആണ്. Write an equation for the moment of inertia of the above sphere about a diameter. So ഇതിന്റെ a question, ഇവന്റെ moment of inertia കാണാൻ പറഞ്ഞു. അത് സോളിഡ് സ്ഫിയർ അല്ലേ മക്കളെ? സോളിഡ് സ്ഫിയർ ആണെങ്കിൽ എന്താ വരിക? 2/5 mr² ആണ് സോളിഡ് സ്ഫിയറിന്റെ എന്ത് വരിക? മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എനി ഡയമീറ്റർ വരിക 2/5 mr² ആണ്. സോ ഞാൻ എഴുതി വെച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാർക്ക്, അത് കിട്ടി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാർക്ക്, അത് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ സ്ഫിയർ റീച്ചസ് ദ ബോട്ടം ഓഫ് ദി പ്ലെയിൻ ഈസ് 1.2 ടൈംസ് √gh. ഈ സ്ഫിയർ ഇവിടെ എത്തുമ്പോൾ ഇവനുണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത്, ഇവന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 1.2 √gh ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഓക്കെ, സോ മക്കളെ ശ്രദ്ധിക്ക്, ബി ക്വസ്റ്റ്യൻ അതാണ്, പ്രൂവ് ചെയ്യണം. എത്ര മാർക്കടാ? 2 മാർക്ക് ഉണ്ടാവും. ഓക്കെ, സോ പ്രൂവ് ചെയ്യാം, ഞാൻ പ്രൂവ് ചെയ്യാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് കൺസർവേഷൻ ഓഫ് എന്താണ്, എനർജി എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഈ ബോഡി ഇവിടെ ഇയാൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. അയാളുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എം, മാസ് ക്യാപിറ്റൽ എം അല്ല എടുക്കേണ്ടി, യെസ്. അപ്പൊ ക്യാപിറ്റൽ എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആണ് ഇയാളുടെ എന്ത്, പൊട്ടൻഷ്യൽ എനർജി. അയാൾ ഇവിടെ എത്തുമ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി ഫുൾ എന്തായിട്ട് മാറി? അയാൾ കറങ്ങിയോണ്ട് ഉരുണ്ടുരുണ്ടാ വരുന്നത്, റോളിംഗ് മോഷനാ. അപ്പൊ ഇവിടെ എത്തുമ്പോൾ അയാൾക്ക് എന്തായി? ആ പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ് എന്തായി മാറി? കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡി ആയിട്ട് മാറി. കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് ബോഡി പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സി എം സ്ക്വയർ ഇൻറ്റു 1 + k² ആണ് കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡി. അപ്പൊ ഇത് ഇവിടെ എത്തുമ്പോൾ അവന്റെ വെലോസിറ്റി വി സി എം ആണ്. ഓക്കെ, അപ്പൊ അവന്റെ വെലോസിറ്റി വി സി എം ആണ്. അപ്പൊ വെലോസിറ്റി ഓഫ് ദിസ് റോളിംഗ് ബോഡി വി സി എം ആണെങ്കിൽ ഇവന്റെ കൈനറ്റിക് എനർജി വരിക ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സി എം സ്ക്വയർ ഇൻറ്റു 1 + k² ആണ് വരിക. ഇത് വെച്ചാൽ നമ്മൾ ഇതിനെ മൂവ് ചെയ്യേണ്ടത്. സോ ഈ എമ്മും ക്യാൻസൽ ഔട്ട് ചെയ്യും. 2 ഇങ്ങടിക്കുമ്പോൾ എന്താ വരിക? 2gh is equal to vcm square into 1 + 1 + what is k²? മക്കളെ k², റേഡിയസ് ഓഫ് ഗൈറേഷന്റെ സ്ക്വയർ കാണണമെങ്കിൽ k² കാണാനുള്ള ട്രിക്ക് ഞാൻ അങ്ങ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ അറിയോ? k² കാണാൻ മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ഇക്വേഷൻ എടുക്കാം. ഇവന്റെ k² എടുത്തുമ്പോൾ k² കാണണമെങ്കിൽ ഇവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ഇക്വേഷൻ എടുക്കാം. അതിന് എം തട്ടുക. എം തട്ടിയാൽ ബാക്കിയുള്ള ആള് എന്തായിരിക്കും? k² ആയിരിക്കും.
അപ്പൊ ഞാൻ അവിടുന്ന് എം തട്ടിയ ബാക്കി 2/5 r² അല്ലേ കൊടുക്കുക. അപ്പൊ k² എന്താ വരിക? 2/5 r² ആണ് k² വരിക. ബൈ എന്തുണ്ട്? r² ഉണ്ട്. ഇത് രണ്ടും എന്താവും? കട്ടാവും. സോ ബാക്കി എന്താ ഉണ്ടാവുക? VCM² is equal to 1 plus 2/5. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? 5 plus 2 7. സോ into 7/5 എന്നുണ്ടാകും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ 5 ലെഫ്റ്റ് എടുക്കും. അപ്പൊ എന്താ വരിക? 2 into 5 10. അപ്പൊ 10GH/7 is equal to VCM² എന്നുണ്ടാകും. ഇവിടുന്ന് വാട്ട് ഈസ് VCM? VCM is equal to root of 10/7GH എന്നുണ്ടാകും. That is equal to root of 10/7 വാല്യൂ നിങ്ങൾ ചെയ്തു നോക്കി. അപ്പൊ ഇങ്ങനെ എന്താ കിട്ടുക അറിയോ? നിങ്ങൾക്ക് കിട്ടുക 1.2 എന്ന് കിട്ടും. 1.2 എന്ന് കിട്ടും. ഇതിന്റെ വാല്യൂ 1.2 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? That is equal to 1.2 times root GH എന്ന് എഴുതാം. അപ്പൊ അവര് പറഞ്ഞ സാധനം നമ്മൾ പ്രൂവ് ചെയ്തു. ക്ലിയർ അല്ലേ? Yes or no? Yes, yes, yes. Okay. So നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബി ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ബി കംപ്ലീറ്റ് ആയി. If instead of sphere another object of the same mass and radius with a different shape is used in the above experiment, will it reach the bottom with the same or different velocity? എന്ന് പറഞ്ഞാൽ ഇതേ മാസും ഇതേ റേഡിയസും ഉള്ള സ്ഫിയറിന് പകരം വേറെ എന്തെങ്കിലും സാധനം ഉരുട്ടിടുക. അതിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക് ഉരുട്ടിടാം, റിംഗ് ഉരുട്ടാം, സോളിഡ് സിലിണ്ടർ ഉരുട്ടാം, ഹോളോസ്ഫിയർ ഉരുട്ടാം. ഹോളോസ്ഫിയർ കഴിയൂല. ഓക്കെ, അങ്ങനെ എന്തും ഉരുട്ടാം. അപ്പൊ ഏത് ഉരുട്ടിട്ടാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി സെയിം ആയിരിക്കുമോന്ന്? അല്ല. എന്തുകൊണ്ടല്ല? എന്തുകൊണ്ടല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഫിയറിന് പകരം ഞാൻ റിംഗ് ആണ് ഉരുട്ടിട്ടതെങ്കിൽ അവിടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ അല്ലേ k², അതിന് പകരം വരിക ഈ 2/5 r² അല്ല വരിക. അവിടെ വരിക k² പകരം r² വരിക. ഇനി ഡിസ്ക് ആണ് ഉരുട്ടിയെങ്കിലോ ഈ k² സ്ഥാനത്ത് r²/2 ആണ് വരിക. അപ്പൊ ഒക്കെ ഈ വാല്യൂ ചേഞ്ച് ചെയ്യും. ഈ വാല്യൂ മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വാല്യൂ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പൊ VCM എല്ലാവർക്കും എന്തല്ല? സെയിം അല്ല. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താ നിങ്ങൾ ആൻസർ പറയേണ്ടത്? Will it reach the bottom with the same or different velocity? Different velocity. Because reason എന്താ ഇതുണ്ട്? Because the radius of gyration of different bodies will be different എന്ന് എഴുതുക. അല്ലെങ്കിൽ the moment of inertia of different bodies will be different എന്ന് എഴുതിയാലും മതി. രണ്ടും സെയിം കോൺസെപ്റ്റിലേക്കാണ് പോവുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ല. യെസ്. അപ്പൊ നമ്മൾ ഇത്രയും കോൺസെപ്റ്റ്സ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ ആണ്. ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബിക്കോസ് സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഓരോ ചാപ്റ്ററും വളരെ വൃത്തിക്കാണ്, വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. സാധാരണ ഞാൻ ഇതിന്റെ ഡബിൾ സ്പീഡിലാണ് പോവല്. പക്ഷേ നിങ്ങളെ അവസ്ഥ എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ വളരെ പതുക്കെയാണ് മൂവ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതി. ഇനി നമുക്ക് 2 ഡേയ്സും കൂടി ഉണ്ട്. അതിൽ ഒരു ഡേ സാധാ ഇതുപോലത്തെ ഒരു ഡേയും കൂടി ഉണ്ട്. അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാരത്തോൺ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ചാപ്റ്റേഴ്സും വൃത്തിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യാം? കവർ ചെയ്യാം. ഈ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സോളിഡ്സ് ഉണ്ട്, ഫ്ലൂയിഡ്സ് ഒക്കെ വേഗം കഴിയും. സിമ്പിൾ 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 ചാപ്റ്റേഴ്സ് ആണ്. പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോരെ. ഇപ്പൊ ഇന്ന് ഇത്രയും പോരെ. നമുക്ക് എന്താ അവസ്ഥ? ഞാനും ടയേർഡ് ആയിട്ടുണ്ട്. മോർണിംഗ് മുതൽ ഓഫ്ലൈൻ ക്ലാസ് തന്നെയായിരുന്നു. 7 o'clock മുതൽ ഇതുവരെ ക്ലാസ് തന്നെയായിരുന്നു. മോർണിംഗ്, ഏർലി മോർണിംഗ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ എന്താ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്താ നമുക്ക് ഇനി അടുത്ത ക്ലാസ് ചെയ്താൽ പോരെ? ബാക്കി റിമൈനിങ് സെക്ഷൻസ് നെക്സ്റ്റ് ക്ലാസ് പോരെ? ഈ ഒരു സംഭവം നമുക്ക് യെസ്. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് യു വിൽ ബി ഇൻഫോംഡ്. ഓക്കെ, നാളെയും ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്. നാളത്തെ ക്ലാസ് നിങ്ങൾ ഇൻഫോം ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാടാ. നന്നായി പഠിക്കുക. ഇന്നെടുത്ത കംപ്ലീറ്റ് ടോപ്പിക്സും വൃത്തിക്ക് പഠിക്കുക.
ഓക്കെ, സൂപ്പർ ആയിട്ട് പഠിക്കുക. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. മാരത്തോൺ ക്ലാസ്സിലെ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന സെഷൻ ഞാൻ വെച്ച് തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ഏത് ചാപ്റ്ററിനും എന്ത് ചെയ്യുക, ചോദിക്കുക കേട്ടോ. റൈറ്റ്, ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. നന്നായി പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.